അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, വിസ്ഡം ഇസ്ലാമിക് മിഷൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രബോധന പരിപാടിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം മാല മൗലീദുകൾ ഇസ്ലാമികമോ എന്നതാണ്. മുസ്ലിം സമൂഹത്തിൽ വലിയ പോരിശയോടുകൂടി പ്രാധാന്യപൂർവം ചൊല്ലുകയും ചൊല്ലിപ്പിക്കുകയും ചെയ്യുന്ന, അതുപേക്ഷിക്കുന്നവനെ ഖതീബാകാനോ ഖാളിയാകുവാനോ ഇമാമാകുവാനോ പറ്റില്ല എന്ന് ആളുകളെ പഠിപ്പിക്കുകയും പ്രമേയം പാസാക്കപ്പെടുകയും ചെയ്തിട്ടുള്ള മാല മൗലൂദുകളെക്കുറിച്ചുള്ള നിജാവസ്ഥയാണ് ബഹുമാന്യ സഹോദരൻ ഫളുല്ല കുമരിയുടെ വിഷയാവതരണത്തിലൂടെ നമ്മൾ കേട്ടത്. ഇസ്ലാമിൽ പൂർവസൂരികളായ സലഫുകൾക്ക് ഒട്ടും പരിചയമില്ലാത്ത നൂതന ആചാരമാണ്, ബിദ്അത്താണ് ഈ മാല മൗലൂദുകൾ എന്നു മാത്രമല്ല, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച ഇസ്ലാമിലെ അടിസ്ഥാന ആദർശങ്ങൾക്ക് കത്തിവെക്കുന്ന രൂപത്തിൽ റബ്ബിന് പുറമേ ശൈഖന്മാരോടും മഹാന്മാരോടും നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ശിർക്കൻ വരികൾ ഈ മാല മൗലൂദുകളിൽ എമ്പാടുമുണ്ട്. ശൈഖന്മാരെയും അതേപോലെ തന്നെ മഹാന്മാരെയും പ്രശംസിക്കുകയും അവരെ വാഴ്ത്തുകയും ചെയ്യുക എന്ന പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ ക്ഷുദ്രകൃതികളിൽ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പ്രവാചകൻ വിരോധിച്ച രൂപത്തിലുള്ള അമിത പ്രശംസയും റബ്ബ് സുബ്ഹാനഹു തആലയെ തന്നെ ഇകഴ്ത്തുന്ന രൂപത്തിലുള്ള വരികളുമുണ്ട് എന്ന് സലക്ഷ്യം ഇവിടെ വിശദീകരിച്ചു. സ്രഷ്ടാവായ റബ്ബിൻ്റെ കഴിവുകൾ ഔലിയാക്കന്മാർക്ക് വകച്ചു കൊടുക്കുന്ന രൂപത്തിലുള്ള വരികൾ എമ്പാടും നമ്മൾ കേട്ടു. ഈ രൂപത്തിൽ കള്ളക്കഥകളും അതേപോലെ തന്നെ ഒരിക്കലും പ്രാമാണികമായി ന്യായീകരിക്കുവാൻ പോലും സാധിക്കാത്ത വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾക്ക് തീർത്തും വിരുദ്ധമായ മാല മൗലിദുകൾ ഇസ്ലാമികമല്ല എന്ന് വളരെ കൃത്യമായി ഇവിടെ പഠിപ്പിക്കുകയുണ്ടായി. ഈ മാല മൗലിദുകളെല്ലാം രചിക്കപ്പെട്ടത് ഓരോ ത്വരീഖത്തുകളിലേക്കും ആളുകളെ കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രൊപ്പഗണ്ടയുടെ ഭാഗമാണ്, ത്വരീഖത്തുകാർ തമ്മിലുള്ള കിടമത്സരത്തിൻ്റെ ഭാഗമാണ് എന്നും നമ്മൾ മനസ്സിലാക്കി. സഹോദരങ്ങളെ, ഇത് അറിവ് പരസ്പരം പകർന്നു നൽകുന്ന ഒരു വേദിയാണ്. നമുക്കറിയാനും ചോദിക്കുവാനുമുള്ള അവസരം ഈ വേദിയിലുണ്ട്. മുഖാമുഖം മുജാഹിദ് പ്രസ്ഥാനം സംഘടിപ്പിക്കുന്നത് ആരെയെങ്കിലും പരാജയപ്പെടുത്തുവാനോ എല്ലാം അറിയുന്നവരാണ് ഞങ്ങൾ എന്ന് ആളുകളുടെ മുമ്പിൽ മേനി നടിക്കാനോ അല്ല. ഈ രൂപത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ധാരാളം ആളുകൾ വരും, ചോദ്യകർത്താക്കളുടെ ചോദ്യങ്ങൾ ശ്രദ്ധിക്കും, അത് തങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുകയും ആ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് സാധാരണ ഒരു വാളിനേക്കാൾ ഇത് ഉപകാരപ്പെടും എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മുജാഹിദ് പ്രസ്ഥാനം ഏത് സമയത്തും മുഖാമുഖം പോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു അവസരമാണ് ഈ പ്രദേശത്തുകാർക്ക് ലഭിച്ചിട്ടുള്ളത്. ഇവിടെ അവതരിപ്പിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉള്ള സംശയങ്ങൾ ചോദിക്കാം. അതിനവസരമുണ്ട്. ചോദ്യകർത്താക്കൾക്ക്, ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്, സംശയം ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മുന്നിൽ തയ്യാറാക്കിയിട്ടുള്ള കസേരയിൽ വന്നിരിക്കാം. അത് അവർക്ക് അവരുടെ ചോദ്യങ്ങൾ ഉന്നയിക്കാം. ഹ്രസ്വമായ രൂപത്തിൽ വിഷയാധിഷ്ഠിതമായി ചോദ്യം ചോദിക്കുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഓരോരുത്തർക്കും അവസരമുണ്ട്. ഒരാൾക്ക് ഇത്ര അവസരം എന്ന് നമ്മൾ നിജപ്പെടുത്തുന്നില്ല. പൂർണ്ണമായും എല്ലാവർക്കും അവസരം കൊടുക്കാവുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ എല്ലാവരെയും പരിഗണിക്കണം എന്ന് മാത്രം. ഈ പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഇവിടെ വേദിയിൽ അധ്യക്ഷനുണ്ട്. അതേപോലെ തന്നെ
പണ്ഡിതന്മാരുണ്ട്, പ്രത്യേകം ചുമതല ഏൽപ്പിച്ചിട്ടുള്ള വളണ്ടിയേഴ്സുമുണ്ട്. സദസ്സിൻ്റെ നടുവിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഉള്ള സ്ഥലത്ത് ഇരിക്കുക, ശാന്തമായി നമ്മുടെ ഈ പരിപാടി മുന്നോട്ട് പോകണം. പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ സംരക്ഷിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് നൽകും എന്ന ദൃഢവിശ്വാസത്തോടുകൂടി, ആ തവക്കലോടുകൂടി നമ്മൾ നിലകൊള്ളുക. അതുകൊണ്ട് തന്നെ ഒരു സീനുണ്ടാക്കാനോ അനാവശ്യമായൊരു ബഹളം ഉണ്ടാക്കാനൊന്നും ആരും മുതിരുകയില്ല, മുതിരേണ്ടതുമില്ല. നമ്മളിവിടെ ശാന്തമായി ഏകദേശം 1 മണിക്കൂറിലധികമുള്ള വിഷയാവതരണം കഴിഞ്ഞു. നിർണിതമായ സമയത്തിനുള്ളിൽ അവസാനിപ്പിക്കേണ്ട ഒരു പരിപാടി ആയതുകൊണ്ട് 1 മണിക്കൂറിലധികമുള്ള ഒരു ചോദ്യോത്തര സെഷൻ ഇവിടെയുണ്ട്. നിയമപാലകരുടെ പൂർണ്ണമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടാണ് ഏത് പരിപാടിയും മുജാഹിദ് പ്രസ്ഥാനം സംഘടിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പരമാവധി ചോദ്യങ്ങൾ ചോദിക്കുവാൻ അവസരം കൊടുക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി ചോദ്യകർത്താക്കൾ ചോദ്യങ്ങൾ വളരെ ഹ്രസ്വമായി ചോദിക്കുകയും അവരുടെ പേരും സ്ഥലവും പരിചയപ്പെടുത്തുകയും ചെയ്യുന്നത് നന്നായിരിക്കും. അമിതമായി സംസാരിക്കാൻ ഈ സന്ദർഭം ഉദ്ദേശിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു തആല ഈ വിഷയകമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഈ ഒരു സന്ദർഭം നമുക്ക് തുറന്നു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത സെഷനായ സംശയ നിവാരണ സെഷനിലേക്ക് പ്രവേശിക്കുകയാണ്. ചോദ്യം ചോദിക്കാനുള്ള ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് മൈക്ക കൈമാറാം. സ്വയം പരിചയപ്പെടുത്തി ഈ വിഷയത്തിൽ അധിഷ്ഠിതമായ ചോദ്യം ചോദിക്കണമെന്ന് ആമുഖമായി തന്നെ പറയുകയാണ്. എൻ്റെ പേര് സിദ്ദീഖുൽ മിസ്ബാഹ്. എനിക്ക് ചോദിക്കാനുള്ളത്, മാല മൗലീദുകൾ എന്ന് പറയുമ്പോൾ മഹാന്മാരുടെ മഹത്വം, അതായത് അവരുടെ മദ്ഹ്, ശ്രേഷ്ഠത, ഫളീലത്ത് പറയുക, ഇതാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, കഴിഞ്ഞ നവംബർ 30 കാഞ്ഞങ്ങാട് വെച്ച് നടന്ന മുഖാമുഖത്തിൽ ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഫളായിൽ, ശ്രേഷ്ഠത, അതന്നെയാണ് മദ്ഹ്, അത് പറയാൻ വേണ്ടി ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, അബൂ ദാവൂദ്, ഇബ്നു മാജ തുടങ്ങിയ ഹദീസ് ലോകത്തെ വെള്ളി നക്ഷത്രങ്ങളുടെ ഉസ്താദായ സയ്യിദുൽ ഹുഫാദ് എന്നറിയപ്പെടുന്ന അബൂബക്കർ ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഫളായിൽ പറയാൻ കൊണ്ടുവരുന്ന സംഭവം എന്താ? നിങ്ങളൊക്കെ ഇപ്പോൾ ഈ ശിർക്ക് എന്ന് പറഞ്ഞ് ഒരുപാട് വാദോരാതെ പറഞ്ഞിട്ടില്ലേ? കബറിങ്കലിൽ പോവുക, ചോദിക്കാതെ ശിർക്കാണ്, പച്ച ശിർക്കാണെന്നൊക്കെ പറയണില്ലേ? ആ സംഭവമാണ് ഹിജ്റ 17 മഴയ്ക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിങ്കൽ വന്ന് ഇസ്തിഗാസ നടത്തുന്ന സംഭവം എന്തിനു കൊണ്ടുവരുന്നു? ഫളായിൽ പറയാൻ. ആരുടെ? ഉമറുൽ ഖത്താബ് തങ്ങളുടെ മദ്ഹ് പറയാൻ. ആ സംഭവത്തിൻ്റെ മത്ന് അത് ശിർക്കാണോ തൗഹീദാണോ? അതോടൊപ്പം ഇക്കഴിഞ്ഞ ഈ 2 ദിവസമായിട്ടുള്ള വാഴക്കാട് മുഖാമുഖത്തിൽ അല്ലേ, എന്നാൽ വാഴക്കാട് മുഖാമുഖത്തിൽ ഒരു പാവം ചോദിച്ചു, തലമറക്കൽ സുന്നത്താണോന്ന്. നമ്മുടെ ഫൈസൽ മൗലവി പറഞ്ഞ്, അത് സുന്നത്ത്, അത് ആദത്താണെന്നല്ലേ. ഫൈസൽ മൗലവി ഇവിടെ ഇല്ല, ഇവിടെ കാണുന്നില്ലല്ലോ. ആയിക്കോട്ടെ. 1950 അൽമനാറിന്റെ കയ്യിൽ കേട്ടോ, അതിന്റെ കോപ്പിയാണ്. അതായത് 1950 പേജ് നമ്പർ 4 സെപ്റ്റംബർ 20 ഞാൻ വായിച്ചുതരാം, അത് കേട്ടോളൂ. മുസ്ലിങ്ങൾക്ക് തലമറക്കൽ തൊപ്പി കൊണ്ടോ തലപ്പാവ് കൊണ്ടോ എന്തായിരുന്നാലും വേണ്ടില്ല, അത് സുന്നത്താണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം മുജാഹിദീങ്ങൾ. 1950 സുന്നത്തായ ഒരു കാര്യം ഫൈസൽ മൗലവി ഇപ്പം അത് സുന്നത്തല്ലാന്ന് അതിൻ്റെ മറുപടി വ്യക്തമായിട്ട് പറയണം. അന്ന് അൽമനാറിൽ നിങ്ങൾ സുന്നത്താണ് എന്ന് പറയാൻ നബിചര്യാണല്ലോ സുന്നത്ത്, അന്ന് നിങ്ങൾ സുന്നത്താണെന്ന് പറയാൻ കൊണ്ടുവന്ന തെളിവ് പറയാ. അതോടൊപ്പം ഖബറ് കെട്ടിപ്പൊക്കൽ അവിടെ ഒരു വിഷയമായിരുന്നു. ഖബറ് കെട്ടിപ്പൊക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബഹുമാനപ്പെട്ട അഖീൽ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയുടെ ഖബറിന്റെ മുകളിൽ വലിയ വീട് തന്നെ പണിത് സംരക്ഷിച്ച ബഹുമാനപ്പെട്ട അഖീൽ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും അവിടുത്തെ ആ സംഭവത്തിന് കൂട്ടുനിന്ന ബഹുമാനപ്പെട്ട സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹുവും
ആ പ്രവൃത്തി ഉണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയുടെ ഖബറിന്റെ മുകളിൽ ചോദ്യതാണ്, ഭാര്യയുടെ ഖബറിന്റെ മുകളിൽ വീട് പണിത, ഒരു കെട്ടിപ്പിക്കൽ വിഷയമായിരുന്നല്ലോ, ബിൽഡിംഗ് തന്നെ പണിത ആ സ്വഹാബത്തിന്റെ പ്രവൃത്തി ഇസ്ലാമികമാണോ അതല്ല ഷിയായിസമാണോ? അതോടൊപ്പം മറഞ്ഞ വഴിയിൽ കൂടി അവസരം തരും. ഇപ്പൊ 3 ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. വാഴക്കാട് വെച്ച് നടന്ന മുഖാമുഖവുമായി ബന്ധപ്പെട്ടാണ് മൂപ്പര് ഇവിടെ വന്ന് ചോദിക്കുന്നത്. ആ ചോദ്യം അവിടെ ചോദിക്കുകയാണെങ്കിൽ വളരെയധികം എളുപ്പത്തിൽ നമുക്ക് അവിടെ മറുപടി പറയാൻ പറ്റും. ശരി, അവിടെ അവസരം 10 മണി വരെ ഞങ്ങൾ ഉണ്ടായിരുന്നു. ആയിക്കോട്ടെ, ശരി. അതിനുള്ള മറുപടി ഇൻഷാ അല്ലാഹ് ഫൈസൽ മൗലവി തരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ വസിദ്നാ ഇൽമൻ നാഫിഅ. അല്ലാഹുമ്മ അൻസുർനാ വസബ്ബിത് അഖ്ദാമനാ യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാല മൗലീദുകൾ ഇസ്ലാമികമോ എന്ന വിഷയത്തിൽ നാം സംഘടിപ്പിക്കുന്ന ഈ ഒരു മുഖാമുഖത്തിൽ ഇപ്പൊ കുറച്ച് മാസങ്ങളായി നമ്മുടെ സ്ഥിരം ചോദ്യകർത്താവായി രംഗത്ത് വരുന്ന സിദ്ദീഖ് മിസ്ബാഹി എന്നറിയപ്പെടുന്ന മുസ്ലിയാർ തന്നെയാണ് ഇവിടെയും ചോദ്യവുമായി വന്നിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് വാഴക്കാട് ഖബർ ആചാരങ്ങളും അനാചാരങ്ങളും എന്ന വിഷയത്തിൽ നാം ഒരു മുഖാമുഖം സംഘടിപ്പിച്ചത്. അന്ന് ഇദ്ദേഹത്തെപ്പോഴും മുസ്ലിയാക്കന്മാരും വരുമെന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ ഒരാളെ പോലും ചോദ്യം ചോദിക്കാൻ അവിടെ കണ്ടില്ല. 10 മണിയും കഴിഞ്ഞ് ഏകദേശം 10:15, 10:20 നമ്മൾ അവിടെ പ്രോഗ്രാം അവസാനിപ്പിക്കുന്നത്. ഞാൻ വിചാരിച്ചൊരു പക്ഷെ അദ്ദേഹം ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം അതിൽ അറിഞ്ഞിട്ടുണ്ട്, നമുക്ക് മനസ്സിലായി. അറിഞ്ഞിട്ടുണ്ട്, അവിടുത്തെ മുഖാമുഖം ശ്രദ്ധിച്ചിട്ടുമുണ്ട്. ഇൻഷാ അല്ലാഹ് ഖബറുമായി ബന്ധപ്പെട്ട് ഇനിയും നമ്മൾ എവിടെയെങ്കിലും മുഖാമുഖം സംഘടിപ്പിക്കുമെങ്കിൽ അദ്ദേഹം ചോദിച്ച 3ാമത്തെ ചോദ്യം അവിടെ വന്ന് ചോദിക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ വിഷയം മാലമൗലിദുകളാണ്. കാരണം മാലമൗലിദ് പറയുമ്പോൾ മുസ്ലിയാക്കന്മാർക്ക് വയറിളകും ഞങ്ങൾക്കറിയാം. ഓല് മുഖ്യമായി ജീവിക്കുന്നത് ഈ ഒരു സാധനം തമ്മിലാണ്. 333, 440 ഇങ്ങനെ ഓരോ വക ഉണ്ടാക്കിയിട്ട് ഇതിലൂടെയാണ് മനുഷ്യരെ പറ്റിച്ച് ആളുകളിൽ നിന്ന് പണം പിടുങ്ങി ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും ഖുറാഫാത്തിന്റെയും പിന്നാലെ കൊണ്ടുപോയി താങ്ങടക്കമുള്ള മുസ്ലിയാക്കന്മാർ ഈ സമൂഹത്തെ നരകത്തിന്റെ വഴിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ വിശദമായി ഉമരി സൂചിപ്പിച്ചു, മാലമൗലികളുടെ ആശയങ്ങൾ ഖുർആനെതിരായവ, ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസങ്ങൾക്കെതിരായവ, അതേപോലെ റഹ്മാനായ റബ്ബിനെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള വരികൾ, പ്രവാചകന്മാരെക്കാൾ ഏറെ അല്ലാത്തവരെ പുകഴ്ത്തുന്ന പ്രശംസിക്കുന്ന വരികൾ, ഇതൊന്നും ഇസ്ലാമികമല്ല എന്നാണ് പ്രസ്താവിച്ചത്. അതേപോലെ കുറെ കെട്ടുകഥകൾ എവിടുന്ന് കിട്ടിയെന്നറിയാത്ത, ആര് പഠിപ്പിച്ചുവെന്നറിയാത്ത ധാരാളം കെട്ടുകഥകളാണ് മാല മൗലീദുകളിൽ, ഈ കിതാബുകളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. അപ്പൊ അതൊക്കെ മഹാന്മാരുടെ മദ്ഹാണ് എന്ന പേരിലാണ് മുസ്ലിയാക്കന്മാർ സമൂഹത്തെ പറ്റിച്ചുകൊണ്ട് ഈ ഒരു വ്യാജ ചരക്ക് ഇവിടെ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് കാഞ്ഞങ്ങാട് മുഖാമുഖത്തിലും അതിനുശേഷം കാവുംപുറം വളാഞ്ചേരി മുഖാമുഖത്തൊക്കെ ചോദിച്ചൊരു ചോദ്യം. അവിടെയൊക്കെ കൃത്യമായി വിശദീകരിക്കുകയും ചെയ്തൊരു വിഷയം, ഉമർ ഖത്താബിനെ ഫദ്ല് പറയാനാണല്ലോ മുൻഗാമി ഉദ്ധരിച്ചത്, ഫദ്ലാണല്ലോ മദ്ഹ്, ആ മദ്ഹാണല്ലോ ഇവിടെ ചോദ്യം എന്ന് പറഞ്ഞ് പശുവിനെ തെങ്ങുമ്മ കെട്ടി തെങ്ങിനെ വർണ്ണിക്കുന്ന പണി തൽക്കാലം നടക്കൂല എന്നാ പറയുന്നത്. നിങ്ങൾ ഉമർ ഖത്താബിനെ കുറിച്ച് ആ ഫദ്ലാണോ പറയണത്? ഉമർ ഖത്താബിനെ കുറിച്ച് ഖുർആനിലും ഹദീസിലും പഠിപ്പിക്കപ്പെട്ട സ്ഥിരപ്പെട്ട ചരിത്രങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്ന ഉമർ ഖത്താബിന്റെ മഹത്വങ്ങൾ, ഫളായിലുകൾ, അതാണോ നിങ്ങൾ പറയുന്നത്? അല്ല. അതാണെങ്കിൽ നമ്മൾ ആരും അവിടെ എതിർക്കാൻ വരികയുമില്ല. ഉമർ ഖത്താബിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ചില ആയത്തുകൾ ഉമർ ഖത്താബുമായി ബന്ധപ്പെട്ട് അവതരിച്ച ആയത്തുകളുണ്ട്.
ഹദീസുകളിൽ ഉമർ ഖത്താബിന്റെ മഹത്വം പറയുന്ന ധാരാളം ഹദീസുകൾ വന്നിട്ടുമുണ്ട്. മാത്രവുമല്ല പല ഹദീസ് ഗ്രന്ഥങ്ങളിലും ഉമർ ഖത്താബിന്റെ മഹത്വങ്ങൾ പറയുന്ന അധ്യായങ്ങൾ തന്നെ നൽകുകയും അദ്ദേഹത്തിന് ഒരുപാട് മഹത്വങ്ങളെ അവർ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആ മഹത്വങ്ങൾ നിങ്ങൾ വായിക്കുകയോ വായിപ്പിക്കുകയോ പഠിപ്പിക്കുകയോ പറഞ്ഞു കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നുവെങ്കിൽ അതിനെ എതിർക്കാൻ ഒരു മുജാഹിദും വരികയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. നേരെ മറിച്ച് അതിന്റെ മറവിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പശുവിനെ തെങ്ങിൽ കൊണ്ടുപോയി കെട്ടിയിട്ട് ആ തെങ്ങിനെ വർണ്ണിക്കുക എന്ന് പറഞ്ഞതുപോലെ ഇല്ലാത്ത കുറെ കെട്ടുകഥകൾ അവരെ പേരിൽ വെച്ച് കെട്ടിയിട്ടാണ് ഇവിടെ മദ്ഹ് എന്ന പേരിൽ നിങ്ങളെപ്പോലെ മുസ്ലിയാക്കന്മാർ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഉമർ ഖത്താബിനെ കുറിച്ച് തന്നെയും മൗലിദ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മൗലിദ് കിതാബിൽ ഫാറൂഖ് മൗലിദ് എന്ന പേരിൽ മൗലിദ് ഉണ്ട്. ഒട്ടുമിക്ക മൗലിദ് കിതാബിലുമുണ്ട് ഉമർ ഖത്താബിന്റെ പേരിൽ മൗലിദ്. ഉമർ ഖത്താബ് അടക്കമുള്ള ബദരീങ്ങളെ ഒന്നിച്ചു പറഞ്ഞുകൊണ്ടുള്ള ബദർ മൗലിദ് ചെറുതും വലുതും വ്യത്യസ്ത രൂപത്തിലായി മൗലിദും മാലയും എല്ലാം ഉണ്ട് താനും. അവിടെയൊക്കെ ഉമർ ഖത്താബിനെ കുറിച്ച് പറയുന്നത് ഈ പറയപ്പെട്ട ആശയങ്ങളല്ല. നേരെ മറിച്ച് കള്ളക്കഥകൾ ഒരു ഭാഗത്ത്, അവരെ വിളിച്ച് തേടുന്ന തേട്ടങ്ങൾ മറുഭാഗത്ത്, അവരാരും പഠിപ്പിക്കാത്ത പരിചയമില്ലാത്ത തെറ്റായ തവസ്സുലുകൾ മറുഭാഗത്ത്. ഉദാഹരണമായി ഫാറൂഖ് മൗലീദിൽ നിങ്ങൾ പറയുന്ന സൈഫ് ഒന്നല്ല, മൗലീദിൽ ഇതിവൃത്തം അത് വേറെ ഇത് വേറെ, അതും ഇതും യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ആണ് ജീവിച്ചിട്ടുള്ളത് തന്നെ ആർക്കറിയാം, അത് വേറെ വിഷയം. ഇവിടെ ഫാറൂഖ് മൗലീദില് എന്താ പഠിപ്പിക്കുന്നത്? തവസ്സൽനാക യാ അല്ലാഹ് ബിഖത്മിൽ അംബിയാ ലില്ലാഹ് വഅസ്ഹാബിൽ റസൂലില്ലാഹ് വഫാറൂഖിൻ സഫിയില്ലാഹ്. ഉമർ ഫാറൂഖിനെ കൊണ്ട് ഇദാ റബ്ബേ ഞങ്ങൾ തവസ്സുലാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ലാത്ത, അല്ലാഹു തആല പഠിപ്പിച്ചിട്ടില്ലാത്ത, സ്ഥിരപ്പെട്ടതല്ലാത്ത ഇസ്ലാമിക വിരുദ്ധമായ ബിദ്അത്തായ തവസ്സുൽ ഇവിടെ പരിചയപ്പെടുത്തുന്നു. ഓരോവരെയും ഇലാഹി ആതിന റഹ്മ വമഗ്ഫിറതൻ മഅൻ നിഖമ ഖിനൽ അംറാദ വൻ നിഖമ ബിഫാറൂഖിൻ സഫിയില്ലാഹ്. അല്ലാഹുവിന്റെ സഫിയായ ഫാറൂഖിനെ കൊണ്ട് ഞങ്ങൾ രോഗങ്ങൾക്ക് മാറ്റണേ, പ്രശ്നങ്ങൾ തീർക്കണേ, പ്രയാസങ്ങൾ ദൂരീകരിക്കണേ. ഇലാഹി ജന്നിബിൽ ബൽവ വലുറൻ ഹദ്ദിരിൽ ലഅവ വജുദ്നാ അഅത്തിൽ ബൽവ ബിഫാറൂഖിൻ സഫിയില്ലാഹ് എന്ന് പറഞ്ഞു ഉമർ ഖത്താബിനെ കൊണ്ട് ഞങ്ങൾ എല്ലാ ആഫത്തുകളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാം തീർക്കണേ എന്ന് മാത്രമല്ല ഫകം മിൻ ആഹത്തിൻ സുനിയത് വകം മിൻ ആഫത്തിൻ സുനിഫത് വകം മിൻ ഹാജത്തിൻ ഖുദിയത് ബിഫാറൂഖിൻ സഫിയില്ലാഹ്. അല്ലാഹുവിന്റെ സഫിയായ ഫാറൂഖിനെ കൊണ്ട് എത്ര കട്ടപ്പാടാ നീങ്ങി കിട്ടിയത്, എത്ര ബുദ്ധിമുട്ടാ തീർന്നു പോയത്, എത്ര ആഫത്താണ് വഴിമാറിപ്പോയത്, എത്ര ആവശ്യങ്ങളാണ് നിറവേറപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫാറൂഖിന്റെ പേരിൽ, ഉമർ ഖത്താബിന്റെ പേരിൽ ഇല്ലാത്ത കഥകളെ, അനിസ്ലാമികമായ വിശ്വാസങ്ങളെ വെച്ചുകെട്ടി പഠിപ്പിക്കുന്നു. ഇനി ഉമർ ഫാറൂഖ് അടക്കമുള്ള ബദരീങ്ങളെ കൊണ്ട് നിങ്ങൾ പഠിപ്പിക്കുന്ന മൗലീദുകൾ, അതാ ഇവിടുത്തെ വിഷയം, മാല മൗലീദുകൾ. അത് നിങ്ങളൊക്കെ മുമ്പിലിട്ട് ഇങ്ങനെ പറയാൻ കിട്ടുന്നല്ല, വലിയ കിട്ടുന്നില്ല. അല്ലാതെ നിങ്ങൾ കിട്ടുന്നില്ല, നിങ്ങൾ നന്നാവുന്ന പ്രതീക്ഷ. പക്ഷേ നിങ്ങളത്തെ സത്യം വിശ്വസിച്ച കുറെ മനുഷ്യന്മാർ വേണ്ടി അവർക്കെങ്കിലും ബോധ്യപ്പെടുമെന്ന ആ പ്രതീക്ഷയിലാണ് ഇത് പറയുന്നത്. കാരണം നിങ്ങൾ നന്നായാലും സംഗതി കുറച്ച് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാം. ഇത് 4 ഭാഗം ആലോചിക്കുമ്പോൾ നന്നാകാൻ കഴിയില്ല. അതുകൊണ്ടാണ്, വേറൊന്നുമില്ല. ഉമർ ഖത്താബ് അടക്കമുള്ള ബദരീങ്ങളെ കൊണ്ട് നിങ്ങൾ പഠിപ്പിക്കുന്ന ഈ വക ബദർ മൗലീദ്, ആ ബദർ മൗലീദിന്റെ എല്ലാ അപകടങ്ങളിലും എല്ലാ കട്ടപ്പാടിലും ബദരീങ്ങൾ മതി, അവരെ വിളിച്ചാൽ മതി, അവർ രക്ഷപ്പെടുത്താൻ ഓടിയെത്തുമെന്നല്ലേ നിങ്ങൾ പഠിപ്പിക്കുന്നത്? നമ്മുടെ നാട്ടിൽ ഇപ്പതാ ഈ നിങ്ങൾ AP സുന്നികള് മഹദത്തുൽ ബദരിയ എന്ന പേരിലും അല്ലാത്തവര് മജീസുന്നൂർ എന്ന പേരിലും പരിചയപ്പെടുത്തുന്ന പാട്ടുകളുണ്ട്. അതിലെന്താ? ദഹം മൗതനെ കൂട്ടിയിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിയിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുള റബ്ബന. പഠിച്ചോനെ, ദാഹം മൗത്തിനെ കൂട്ടുന്ന സമയത്ത് ബദരീങ്ങളെ കാവൽ നൽകണേ അല്ലാഹ് എന്നാ പറയുന്നത്. ബദരുമാലയിൽ പോയാൽ കാണാം, ദഹം വീശപ്പോക്കോട് മാതാലൊച്ചയോ തടയിൽ മാറിയതോ ജിൻ ശൈത്താൻ ചാതിയാലോ ദേഹം വാലഞ്ഞോനി പേരിനെ ചൊല്ലുകിൽ തീരും മൂലമേ ശീഫയാകുമെന്നോവാർ. ദാഹം, ബുദ്ധിമുട്ട്, കട്ടപ്പാട്, തളർച്ചകള്, ഇതുകൊണ്ടൊക്കെ ശരീരം മെലിഞ്ഞവൻ ബദരീങ്ങളെ പേര് ചൊല്ലാൻ ആ മൂലമലക്ക് ഇളകും. മാല പാടുമ്പോ ശരിയാ, അയാൾ ഈ കൊടുങ്ങളോടി അവിടെ നോടി ഇളകണോ ഇളകട്ടെ, ഛർദ്ദിച്ചു പോടി പുറത്തു പോയിട്ട് വേറെ നിർവാഹമൊന്നുമില്ല. അപ്പോ ബദരീങ്ങളെ കൊണ്ടുള്ള എല്ലാ കട്ടപ്പാടും തീരുമെന്നാൾ കഴിഞ്ഞില്ല. വീണ്ടും പറയാ, ഇല്ല മുതലും വലഞ്ഞവനൊരുകിൽ
എന്നും നിഅമത്തിലാകുമാതെന്നോവർ. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടെങ്കിൽ ബദരീങ്ങളെ പേരാണ് ചൊല്ലിയാൽ മതി, എല്ലാ ബുദ്ധിമുട്ടും തീരുന്ന. പിന്നെ അല്ലൽ മേഘന്തേ കടത്തിലാകപ്പെട്ടോൻ അസ്മാ ഊരത്താൽ കടം വീടുമെന്നോവർ. കടം കൊണ്ട് കുടുങ്ങിയ ഒരാള് ബദരീങ്ങളെ പേരാണ് ചൊല്ലിയാൽ മതി. ബദർ മൊഴി ഓതിട്ട് മനുഷ്യന്മാർ 100 വാങ്ങാൻ പോണ്ട കാര്യമില്ല, ഓരോ പേരാണ് ചൊല്ലിയാൽ തന്നെ കടം വിടുമെന്നാണ്. ഈ വക കള്ളക്കഥകൾക്ക് എന്തു ന്യായം എന്നാ മുജാഹിദീങ്ങൾ ചോദിക്കുന്നത്. അതിന് അന്നൊരാള് ഖബറിനെ പോയി ഇസ്തസ്കീന്ന് പറഞ്ഞില്ലേ, അതാ ഞങ്ങൾക്ക് തെളിവ് എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും ഇത് തെളിയുന്നില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ആ കഥകൾ അതിന്റെ വഴിക്ക് പോട്ടെ. അത് സംസാരിക്കുന്ന, അത് ചർച്ച ചെയ്യുന്ന മേഖലകളിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ വന്നിട്ടുണ്ട്, ഇനിയും വരാം. അവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇനിയും ഇവിടെ ചോദിച്ചാൽ പറയുകയും ചെയ്യും. ഇവിടെ വിഷയം മാല മൗലീദുകൾ ഇസ്ലാമികമോന്ന് ഞങ്ങൾ തീർത്തു പറയുന്നു. മാല മൗലീദ് ഇസ്ലാമികമല്ല. എന്തുകൊണ്ട്? അതിൽ ശിർക്കുണ്ട്, അതിൽ അന്ധവിശ്വാസമുണ്ട്, അതിൽ കള്ളക്കഥയുണ്ട്, അത് അള്ളാഹനെ പോലും മറികടക്കുന്ന തരത്തിൽ ആശയം ഉൾക്കൊള്ളുന്ന വരികളുണ്ട്. അത് അള്ളാഹു തആല പഠിപ്പിച്ചിട്ടില്ല, പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്തിന് പരിചയമില്ല, താബിഈകൾക്ക് പരിചയമില്ല. ഷിയാക്കൾ ഉണ്ടാക്കിയതാണ്. ഷിയാക്കളിൽ നിന്ന് സൂഫ് ഏറ്റെടുത്തതാണ്, സൂഫികളിൽ നിന്ന് സമസ്ത ഏറ്റെടുത്തതാണ്. സമസ്തക്ക് ഊക്കി പോരാന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന് പോയതാണ് കാന്തപുരം സമസ്തക്കാര്. അതുകൊണ്ട് തന്നെ അത് ഇസ്ലാമിന് അന്യമാണ്, അനിസ്ലാമികമാണ് എന്നാണ് ഇവിടെ ആവർത്തിച്ചിനിയും ഓർമ്മപ്പെടുത്താൻ. അതുമായി ബന്ധപ്പെട്ടവരും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം, ആർക്കും ചോദിക്കാം. ഇല്ലേ, ആ ചോദ്യമുള്ളവരാരോ അവർ ചോദിച്ചോട്ടെ എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. മദ്ഹ്, മാല മൗലീദുകൾ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഒരാളുടെ മഹത്വം, ശ്രേഷ്ഠത പറയലാണ്. ഫൈസൽ മൗലവി കാഞ്ഞങ്ങാട് വെച്ച് അന്ന് അത് ഇസ്തസ്കലി ഉമ്മത്തിക്ക എന്ന് പറയുന്ന സംഭവം തവസ്സുലാണ് എന്നും, പരപ്പനങ്ങാടിയിൽ 5 ദിവസത്തിന് ശേഷം കുമ്പസരിച്ചുകൊണ്ട് അത് തവസ്സുലല്ല, അത് എനിക്ക് അബദ്ധം സംഭവിച്ചതാണ് എന്ന് പറയുകയും, മിനിഞ്ഞാന്ന് കാളിയാലയിൽ വന്ന് പറഞ്ഞു, എന്ത്, ഞാൻ അങ്ങനെ ഷിർക്കിനെ തവസ്സുലാക്കിയിട്ടില്ല, തവസ്സുലിനെ ഷിർക്കും ആക്കിയിട്ടില്ല. നിങ്ങൾ നടത്തിയ മുഖാമുഖങ്ങളിൽ വന്ന വൈരുദ്ധ്യമാണ് ഇവിടെ ചോദ്യം ചെയ്യാൻ. ഞങ്ങൾ എവിടെ നിന്ന് വന്നവരല്ല. നിങ്ങൾ ഇങ്ങനെ നാടായ നാടുതോറും മുഖാമുഖങ്ങൾ നടത്തുമ്പോൾ ഇങ്ങനെ തൗഹീദിൽ പല വിള്ളലുകളും സംഭവിച്ചു. ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, ബുഖാരി, മുസ്ലിം, അബൂദാവൂദ് പോലുള്ള ഹദീസ് ലോകത്തെ വെള്ളി നക്ഷത്രമല്ലേ? ഇവർ ഹദീസ് സ്വീകരിച്ച മഹാനായ അബൂബക്കർ ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു ഹിജ്റ 159 ജനിച്ച് ഹിജ്റ 235 വഫാത്തായ ഹാഫിൽ സയ്യിദുൽ ഹുഫാൽ എന്ന ഹദീസ് ലോകം വിശേഷിപ്പിച്ച മഹാനായ അബൂബക്കർ ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു എന്ത് മദ്ഹ്, ആരുടെ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മദ്ഹ്, ഫളീലത്ത്, അതന്നെ മാല മൗലീദ് എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ മഹത്വം പറയാ, ശ്രേഷ്ഠത പറയാ. എന്താ കൊണ്ടുവരുന്നത്? ഹിജ്റ 17 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിങ്കൽ ചെന്ന് മഴയെ തേടിയ സംഭവം. ഞാൻ ചോദിക്കട്ടെ, ഒരാളെ ഫളീലത്ത് പറയല് ശിർക്ക് കൊണ്ടാ ആണോ? നിങ്ങൾ മറുപടി പറയണം. പിന്നെ അൽമനാർ തൊട്ടിട്ടില്ല. നിങ്ങൾ ഈ 15 മിനിറ്റ് ഈ പ്രസംഗം നടത്തി എന്താ അൽമനാർ തൊടാന്തേ? നിങ്ങൾ പാലക്കാട് വെച്ച് നിങ്ങൾ കഴിഞ്ഞ 2 ഉള്ളൂ. നിങ്ങൾ പറഞ്ഞു തലമറക്കൽ സുന്നത്തില്ല. നിങ്ങൾ 1950 അൽമനാറിൽ എഴുതി വെച്ചു സുന്നത്താണ്. നിഷേധിക്കാൻ ധൈര്യമുണ്ടോ മൗലവി? അന്ന് സുന്നത്താവാൻ എന്തായിരുന്നു തെളിവ്? പറയണം മറുപടി. കബർ കെട്ടിപ്പൊക്കലിൽ വാദോരാൾ പ്രസംഗിച്ചിട്ടില്ലേ? എന്നാൽ ഞാൻ പറഞ്ഞ തെളിവ് നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടല്ലേ? ഏത് കിതാബ് നിങ്ങൾ കണ്ടിട്ടില്ല അല്ലേ? അഖീൽ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയുടെ ഖബറിന്റെ മുകളിലാണ് കെട്ടി ഉയർത്തിയത്. കണ്ടോ കിതാബുകള്? എവിടെയും കണ്ടിട്ടില്ല അല്ലേ? അപ്പൊ ഈ 3 വിഷയം തുടരണം. മാല മൗലി തന്നെയാണ് വിഷയം. മഹാന്മാരുടെ ഫദ്ല് പറയൽ ശിർക്ക് ഉദ്ധരിച്ചുകൊണ്ടല്ല. അതുകൊണ്ട് കൃത്യമായ മറുപടി പറയണം. നിങ്ങൾ പറഞ്ഞ ശരി. അവസാനം പറഞ്ഞ വാചക ശരി. മഹാന്മാരുടെ മദ്ഹ് പറയൽ ശിർക്ക് ഉദ്ധരിച്ചുകൊണ്ടല്ല. ഇത് മുഴുവൻ പച്ച ശിർക്കാണ്. അതാ കുഴപ്പം, അതാണ് കുഴപ്പം. മദ്ഹ് പറഞ്ഞ ആരെ എതിർക്കുക? മദ്ഹിന്റെ പേര് കള്ളക്കഥ കുത്തിനിറച്ച് പ്രചരിപ്പിക്കുക. ഇത് ശരിയല്ല പറഞ്ഞ അതിന് തല കുറച്ചൊരു കാര്യമുണ്ട്. താടി വെക്കി, തലനേക്കാളും ഒരു സുന്നത്തെ താടി വെക്കൽ. ഞാൻ വാഴക്കാളൊന്നും പറഞ്ഞിരുന്നു. എന്താ നോക്കി വെക്കാത്ത? ആ വലിയ താടിയിലെപ്പത്. അപ്പൊ തലമുറക്കൊക്കെ എത്രയോ വലിയ സുന്നത്ത താടി വെക്കല് വാജിബാത് പോലും പണ്ഡിതമായി പറഞ്ഞ തലമൊക്കെ മറക്കാർക്ക് വേറെ കാര്യം. ഈ നാട്ടിൽ നിന്നിട്ട് നിങ്ങള് പിന്നെ ഇയാള് പ്രസംഗിച്ചത് നമ്മളെ ഹംസക്കോയ ബാക്കവി മുസ്ലിം ആണെങ്കിൽ തൊപ്പിന്റെ മേലെ തലയിൽ കെട്ടണം എന്നാ. അപ്പൊ നിങ്ങൾ മുസ്ലിം ആവില്ല കണക്കില്. അപ്പൊ അതൊക്കെ നിർത്തിക്കാടി. ഇവിടെ തല മറച്ചാലും ഇവിടെ മറിച്ചാലും ഇവിടെ തുണി എടുത്താൽ മതി. അവിടത്തും പറയാം പൊക്കള മുതൽ മുട്ട വരെ മറച്ചാൽ അവിടത്തെ മറഞ്ഞു. അതേ വാജിബുള്ളൂ. ഈ തല മറക്കാതെ തലയിൽ ഈ വക വിശ്വാസമാണെങ്കിൽ മറച്ചൊരു കാര്യമുണ്ട്. മറച്ചെടുക്കേണ്ടി വരും. ഒന്നും നടക്കാൻ പറ്റൂല. അതല്ല മുസ്ലിം ഇവിടെ വിഷയം. നിങ്ങൾ മദ്ഹ് എന്ന പേര് വേണ്ട. ഇബ്നു അബീ ശൈബയുടെ കിതാബിൽ ഈ പറയപ്പെട്ട കള്ളക്കഥ പ്രചരിപ്പിച്ചിട്ടുണ്ടോ? അത് കാണിച്ചോളി.
ഇബ്നു അബീ ശൈബയുടെ കിതാബിലോ അല്ലാത്ത കിതാബിലോ അഹ്ലുസുന്ന അംഗീകരിക്കുന്ന ഏതെങ്കിലും ഇമാമിന്റെ കിതാബുകളിലോ നിങ്ങൾ ഈ പഠിപ്പിക്കുന്ന കള്ളക്കഥകൾ എവിടെയുള്ളത്? ഈ കള്ളക്കഥയ്ക്ക് മുഴുവൻ ആകെ അടിസ്ഥാനം എന്താ? അവിടെ ഒരാൾ വന്ന് നബിയോട് ഇസ്തസ്കില്ലാഹുമ്മത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെ ഇത് ശരിയാകാം? ഈ നോണ എങ്ങനെ ശരിയാകാം? ഞങ്ങൾ വല്ലപ്പുഴ മുഖാമുഖത്തില് മങ്കൂസ് മോഡിന് ഓതിയിട്ട് ഓരോന്നോട് പറഞ്ഞു. അതിലെ കളവുകൾ, കള്ളക്കഥകൾ, ശിർക്കുകൾ, അന്ധവിശ്വാസങ്ങൾ, അടിസ്ഥാനമില്ലായ്മകൾ ഓരോന്ന് എണ്ണി ഇങ്ങനെ പറഞ്ഞു പോയിട്ട് അലവി സഖാഫിനോദനത്തെ പറഞ്ഞത് 3 മിനിറ്റിൽ 33 നോണ പോയി. ഏതാ നോണ മൂപ്പരും പറഞ്ഞില്ല. മൂപ്പര് പറഞ്ഞ നോണ ഏത് 33 നോണ പറഞ്ഞു നോണ. അപ്പൊ യഥാർത്ഥത്തില് മുസ്ലിം ഉമ്മത്തിനോട് ശിർക്ക് ചെയ്യിച്ചു കൊണ്ടിരിക്കുന്നു. അത് മാലയിലൂടെ, മൗലിദിലൂടെ, റാത്തീബിലൂടെ, കുതുബിയത്തിലൂടെ, അതേപോലെ സമാനമായ പദ്യഗദ്യങ്ങളിലൂടെ ഈ ശിർക്കും ഖുറാഫത്തും സമൂഹത്തെ പഠിപ്പിക്കുന്നു. ഇവിടെ എണ്ണി പറഞ്ഞല്ലോ വിഷയാവതത്തില് ഒന്നെങ്കിലും എടുത്തില്ല അത് ശരിയല്ല കേട്ടോ, അതിന് വിഷയം ഇതാണ്, അത് ഇന്ന കിതാബിലുണ്ട്, അത് ഇന്ന തെളിവുണ്ട് എന്ന് പറഞ്ഞില്ലല്ലോ. നമ്മളൊന്നും കാണാത്ത കിതാബുകൾ കണ്ടവരാണെങ്കിൽ അത് പറഞ്ഞോളി. ഈ പറഞ്ഞ കഥക്ക് ഇന്ന കിതാബിലുണ്ട്, സനദ് സ്വഹീഹാണ്, നബി ഞങ്ങൾ പഠിപ്പിച്ചതാണ്, സ്വഹാബികൾക്ക് പരിചയമാണ് എന്ന് പറഞ്ഞോളി. അതെന്തേ പറയാൻ പറ്റാത്തത്? അപ്പൊ ഈ കള്ളക്കഥകൾ സമൂഹത്തിൽ നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് ബദർമാലയിലുണ്ട്, അല്ലാത്ത മാലയിലുണ്ട്, മൗലീദിലുണ്ട്, റാത്തീബിലുണ്ട്, എല്ലാത്തിലുമുണ്ട്. നിങ്ങൾ അസ്ലാദാണ്, നിങ്ങൾ CM വലിയുന്ന പേരിൽ സ്മരണകൾക്ക് ആ സ്മരണികയിൽ എഴുതി വെച്ചാൽ എന്താ? അള്ളാഹു കാണും പോലെ കാണും, അള്ളാഹു കേൾക്കും പോലെ കേൾക്കും, അള്ളാഹു പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കുന്ന ഈ അസലിനാണോ ഇസ്തസ്കി തെളിവ്? ഇതിനാണോ ഫദായിലും തെളിവ്? അതാണോ ഇബ്നു അബീ ശൈബ പഠിപ്പിച്ചത്? അതാണോ ഇമാം നിങ്ങൾ കിതാബിൽ വന്നത്? ഈ പുസ്തകത്തിൽ പച്ചയായി എഴുതി വെച്ചതാ അള്ളാഹു കാണും പോലെ കാണും, അള്ളാഹു കേൾക്കും പോലെ കേൾക്കും, അള്ളാഹു പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കും മഹാന്മാർ എന്ന് എഴുതി വെച്ചിട്ട് കൊല്ലം എത്രയായി? ഏതാണ്ട് 10-30 കൊല്ലങ്ങളായി. ഇന്ന് ഇവരൊരു വാക്കുണ്ടെങ്കിലും അതിന് അബദ്ധമായിരുന്നു, അത് അധികമായി പോയി, അത് ശരിയല്ല എന്ന് പറഞ്ഞ ഒരു വാചകം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇതൊക്കെ സ്ഥാപിക്കാൻ, ഇതൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി ഒരാൾ ഖബറിൽ വന്ന് നബിയെ മഴക്കുപെടി തേടണേ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് എങ്ങനെ മുസ്ലിയാരെ ഇതൊക്കെ ന്യായമായി മാറുക? അതുകൊണ്ട് തന്നെ ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ പറയാൻ ഇതേ വിഷയമാണ്. ഇവിടെ മാലമൂലിലാണ് വിഷയം. നിങ്ങളായിട്ട് കൊടുത്തിട്ട് നിൽക്കും. നിങ്ങൾക്ക് മാലമൂലിൽ പറയാൻ കഴിയില്ല, ഞങ്ങൾക്കറിയാം. അത് തൊട്ടാ പൊള്ളു നിങ്ങൾക്കറിയാം. കാരണം നിങ്ങളെ പള്ളമ്മക്ക് അടി കിട്ടുക. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ വർക്കലും തുണയിച്ചലും അത് അതിന് വേണ്ടി പോയിക്കോടി, അതിവിടെ വിഷയമല്ല. നേരെ മറിച്ച് മാലമൗലീദുകൾ ഞങ്ങൾ തീർത്തു പറയുന്നു ഇസ്ലാമികമല്ല. ഇതിൽ ശിർക്കുണ്ട്, ഇതിൽ കള്ളക്കഥയുണ്ട്, കെട്ടുകഥയുണ്ട്, റഹ്മാനായ റബ്ബിനെ പോലും മറികടക്കുന്ന തരത്തിലുള്ള ആശയങ്ങളെ മഹാന്മാരുടെ പേരിൽ വെച്ചുകെട്ടലുണ്ട്. അത് മദ്ഹല്ല. അതുകൊണ്ട് മദ്ഹ് എന്ന പേരിൽ ശിർക്കല്ല പ്രചരിപ്പിക്കുക. മദ്ഹുകൾ പറഞ്ഞോളി. മദ്ഹ് നമ്മളും പറയുന്നില്ലേ? ആർക്കാ തർക്കമുള്ളത്? ആർക്കെങ്കിലും പീസ് റേഡ് എടുത്തു? പീസ് റേഡിൽ എത്രയാ മദ്ഹ് വരുന്നത്? പീസ് റേഡിങ്ങൾക്ക് കേൾക്കലുണ്ടാവും, ഞങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് അറിയാം. ആ പീസ് റേഡിയയിൽ എത്രയാണ് മഹത്വങ്ങളെ പരിചയപ്പെടുത്തുന്നത്? റഹ്മാനായ റബ്ബിനെ കുറിച്ച്, പ്രവാചകരെ കുറിച്ച്, മറ്റു മഹാന്മാരെ കുറിച്ച്, അഹ്ലുസുന്നയുടെ നേതാക്കന്മാരെ കുറിച്ച് എന്തെല്ലാമാണ് അവിടെ പഠിപ്പിക്കുന്നത്. അപ്പൊ മദ്ഹിനല്ല ഇവിടെ പ്രശ്നം. മദ്ഹിനെ ആരും ആക്ഷേപിച്ചിട്ടില്ല, മദ്ഹിനെ ആരും എതിരുമല്ല. അതേസമയം മദ്ഹിന്റെ മറവിൽ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നു. ഇവർക്കാർക്കും പരിചയമില്ലാത്തത് സ്വഹാബത്തിന്റെ പേരിൽ, താബിഈങ്ങളുടെ പേരിൽ, ഇമാമിങ്ങളുടെ പേരിൽ, മഹാന്മാരുടെ പേരിൽ കള്ളക്കഥകൾ എമ്പാടും പ്രചരിപ്പിക്കുന്നു. അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അവരോട് സഹായം അർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് പോലും ഈ പുസ്തകത്തിൽ കണ്ടോ, കാന്തപുരം മുസ്ലിം അടക്കമുള്ള ആളുകൾ കൂടി പുറത്തിറക്കിയ പുസ്തകം. ഇത് എല്ലാവരും കൊമ്പന്മാർ ഇതിലുണ്ട്. സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ ഉള്ള ആള്, അമീരത്ത് കുഞ്ഞിശ്ശേരി കോയ തങ്ങൾ, M.A. അബ്ദുൽ ഖാദർ മുസ്ലിയാർ, കാന്തപുരം മുസ്ലിയാർ, സയ്യിദ് യൂസുഫ് കോയ തങ്ങൾ, ബുഖാരി. ഇനി ആരാ വേണ്ടത്? ഇവരെല്ലാവരും ഒന്നിച്ചുകൂടി തയ്യാറാക്കിയ പുസ്തകം. ഇതിനാണ് പറഞ്ഞത് അല്ലാഹു കാണും പോലെ കാണും, അള്ളാഹു കേൾക്കും പോലെ കേൾക്കും, അള്ളാഹു പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കും എന്ന് മഹാന്മാരെ കുറിച്ച് രേഖപ്പെടുത്തിയ ഈ പുസ്തകത്തിലാ. ഇത് തുടക്കത്തിലോ തവസ്സുൽ ബി ശൈഖ് CM വലിയുള്ള എന്ന് പറഞ്ഞ് കുറെ വരികളും കൊടുക്കുന്നുണ്ട്. അതിലും എന്താ? അതിലും ശൈഖിനോടാണ് എല്ലാം പറയുന്നത്. ശൈഖിനെ കുറിച്ച് ഇന്നലാനേക്കും CM വലിയെ വിളിച്ചുകൊണ്ട് എല്ലാ ആഫത്തും ബുദ്ധിമുട്ടും ഒഴിവാക്കാൻ വേണ്ടി പറയുന്നു. അല്ലയോ CM വലി, താങ്കൾ തേടി വന്നൊരാള് നഷ്ടപ്പെട്ടു പോകലില്ല. അതുകൊണ്ട് നിങ്ങളേക്കാൾ ഞങ്ങൾ വന്നിരിക്കുന്നത്
ലൈസ ബിൽ ഇലാജി ബൽ ബിൽ ഖൗലി യാ സിയംബലി. അല്ലയോ സിഎംഎ, താങ്കൾ എത്ര രോഗികൾക്ക് ആ ശിഫ നൽകിയത്? മരുന്ന് കൊണ്ടല്ലല്ലോ, മരുന്ന് കൊണ്ടല്ലോ, ചികിത്സ കൊണ്ടല്ലോ, ഒറ്റ വാക്ക് കൊണ്ട് എത്ര ആളുകൾക്കാ താങ്കൾ ശിഫ നൽകിയത്? തുടങ്ങിയ മദ്ഹെന്ന് പറയാൻ പറ്റാത്ത അങ്ങേയറ്റം അല്ലാഹുവിന്റെ സ്ഥാനം പോലും വകവെച്ചു കൊടുക്കുന്ന ആശയങ്ങൾ ഇവിടെ ശൈഖിന്റെ പേരിൽ പഠിപ്പിച്ചു കൊടുക്കുന്നു. മാത്രമല്ല മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ നിങ്ങൾ പഠിപ്പിക്കുന്നത് എന്താ? ശൈഖിനെ പരിചയപ്പെട്ട എന്താ പറഞ്ഞത്? ഇദാ വഖഅലക മുഹിമ്മുൻ വഅറത യദ്ഫഉല്ലാഹു അൻക ഫസല്ലി റകഅതൈനി. വല്ല ബുദ്ധിമുട്ടും കഷ്ടപ്പാടും വന്നാൽ അത് ഒഴിവായി കിട്ടാൻ ചെയ്യേണ്ട പണി എന്താ? 2 റകഅത്ത് നിസ്കരിക്കുക. ബഅദ സ്വലാത്തിൽ ഇശാ, ഇശാ നിസ്കാരത്തിന് ശേഷം, ഔ ഫീ വഖ്തി സഹർ, അല്ലെങ്കിൽ അത്താഴ സമയത്ത്, എന്നിവ തഖറഊനി പാരായണം ചെയ്യാൻ ഫീ കുല്ലി റകഅത്തിൻ ബഅദൽ ഫാത്തിഹത്തിൽ ഇഖ്ലാസ് 11 മറ. ഫാത്തിഹയ്ക്ക് ശേഷം എല്ലാ റകഅത്തിലും 11 വട്ടം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം. എന്നിട്ട് സലാം ചൊല്ലണം, അല്ലാഹുവിന് സുജൂദ് ചെയ്യണം. വതസ്ജുദു ലില്ലാഹി തആല ബഅദ സലാമി, അല്ലാഹുവിന് സുജൂദ് ചെയ്യണം. വതസ്അലു ഹാജതക, നിന്റെ ആവശ്യങ്ങളെ ചോദിക്കണം. സുമ്മ തർഫഉ റസക, തല ഉയർത്തുക. നബിക്ക് സലാം സ്വലാത്ത് ചൊല്ലുക 11 പ്രാവശ്യം. സുമ്മ തഖൂമു, പിന്നെ എഴുന്നേൽക്കണം. വതഖ്തു 11 ഖത്വ, 11 അടി വെക്കണം മുന്നോട്ട്. എങ്ങോട്ട്? ജിഹത്തുൽ ഇറാഖി, ഇറാഖിന്റെ ഭാഗത്തേക്ക് 11 അടി വെക്കണം. ഇലാ യമീൻ ഖിബലത്തി, ഖിബലയുടെ വലതുഭാഗത്തായി ഇറാഖിന്റെ ഭാഗത്തേക്ക് 11 അടി നിങ്ങൾ വെക്കണം. എന്നിട്ട് നീ പറയണം, ഫിൽ ഊലാ, ഒന്നാമത്തെ അടി വെക്കുമ്പോ ഇതാണോ മദ്ഹ്? ഇതാണോ മദ്ഹ്? ഇതിനാണോ ഇസ്തസ്കി തെളിവ്? ഇതിനാണോ ഇബ്നു അബീ ശൈബ തെളിവ്? ഇതിനാണോ ഇബ്നു കസീർ തെളിവ്? അഹ്ലുസുന്നയുടെ ഒരൊറ്റ ഇമാമിനെ, നിങ്ങളെ ഈ കള്ളത്തരത്തിന്, ഈ തോന്നിയാസത്തിന് അഹ്ലുസുന്നയുടെ ഒരു ഇമാമിനെ പോലും പിൻബലങ്ങൾക്കില്ല. പിന്നല്ലേ ബാക്കി? ഒരൊറ്റ ഇമാമിനെ, ഒരു ഇമാമിന്റെ പേര് ഞങ്ങൾ പറഞ്ഞ വിശ്വാസം ഇന്ന ഇമാം പഠിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരൊറ്റ ഒന്ന് മിസ്ബാഹി എന്നല്ല, അതിന് അപ്പുറത്ത് സിറാജ് വന്നാലും ശരി കാണിക്കാൻ കഴിയില്ല. ആ ആണത്തിനെ കാണുമൊക്കെ, അതല്ലേ പെയ്യ ഒച്ചപ്പെടുമ്പോഴൊക്കെ ആ ആണത്ത് ഇങ്ങനെയുള്ളൂ, ഞങ്ങൾക്കില്ല. അപ്പൊ ഇതിന് ഒന്നാമത്തെ അടി മുന്നോട്ടൊക്കെ പറയണമെന്ന് യാ ശൈഖ് മുഹിയുദ്ദീൻ എന്ന് പറഞ്ഞ് ഒരടി മുന്നോട്ട് വെക്കുക. ഒഫീസാലിയ രണ്ടാമത്തെ അടിയോ യാ സയ്യിദ് മുഹിയുദ്ദീൻ, മൂന്നാമത്തതിൽ യാ മൗലാന മുഹിയുദ്ദീൻ, നാലാമത്തെ യാ മഖ്ദൂമ മുഹിയുദ്ദീൻ, വഫിൽ ഖാമിസ യാ ദർവീശ് മുഹിയുദ്ദീൻ, ആറാമത്തതിൽ യാ ഖോജ മുഹിയുദ്ദീൻ, ഏഴാമത്തെ യാ സുൽത്താൻ മുഹിയുദ്ദീൻ, 8 യാ ഷാ മുഹിയുദ്ദീൻ, 9 യാ ഗൗസ് മുഹിയുദ്ദീൻ, 10 യാ ഖുത്ബ് മുഹിയുദ്ദീൻ, 11 യാ സയ്യിദ് സാദാത്ത് അബ്ദുൽ ഖാദിർ മുഹിയുദ്ദീൻ എന്ന് പറയണം. എന്നിട്ട് സുമ്മത്തഖൂൽ യാ ഉബൈദല്ലാഹ് അഗിസ്നി, അല്ലാഹുവിന്റെ അടിമയായവരെ ശൈഖേ താങ്കൾ എന്നെ സഹായിക്കണേ എന്ന് പറയാ. ശൈഖ് സഖലൈനി അഗിസ്നി വംദുനി ഫീ ഖദാഇ ഹവായിജി, ജിന്നുകളുടെയും ഇൻസുകളുടെയും നേതാവായവരെ എന്നെ സഹായിക്കണേ. ഇതാണോ മദ്ഹ്? ഇതാണോ മദ്ഹ്? ഇതിനാണോ ഇസ്തിസ്കി തെളിവ്? ഇതിനാണോ ഇബ്നു അബീ ശൈബ തെളിവ്? ഇതിനാണോ ഇമാമിയങ്ങൾ തെളിവ്? ഞങ്ങൾ തീർത്തു പറയുന്നു, അല്ലാഹുവിന്റെ കിതാബിൽ ഒരായത്ത് പോലും നിങ്ങൾ ശിർക്ക് തെളിവായിട്ടില്ല. നബി തങ്ങളുടെ ഹദീസുകളിൽ ഒരു ഹദീസ് പോലും തെളിവായിട്ടില്ല. അഹ്ലുസുന്ന ഇമാമിയങ്ങളിൽ ഒരു ഇമാമെങ്കിലും നിങ്ങൾ പഠിപ്പിക്കുന്ന ആശയം പഠിപ്പിച്ചിട്ടില്ല. പകരം ഏതെങ്കിലും കിതാബിൽ നിന്ന് ഏതെങ്കിലും കഥയെ സന്ദർഭത്തെ അടർത്തിയെടുത്ത് കൊണ്ടുവന്ന് അത് ഞങ്ങൾക്ക് തെളിവാണ് നിങ്ങൾക്കാണ് തോന്നി, അതിനപ്പുറത്ത് വേറൊന്നുമില്ല. അതുകൊണ്ട് മുസ്ലിം ദയവ് ചെയ്ത് മാലമൗലിദ് വിഷയത്തേക്ക് വരി, അത് നിങ്ങൾ ചോദിക്ക്. അത് ചോദിക്കാൻ കഴിയില്ല, ഞങ്ങൾക്കറിയാം, കാരണം ചോദിച്ചാൽ പള്ളക്കടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ മാലമൗലിദ് ഞങ്ങൾ തീർത്തു വന്നല്ലോ. ഇതിലുള്ള കള്ളക്കഥകൾ, അത് കള്ളക്കഥ അല്ല സ്ഥാപിക്ക്, അത് ശിർക്കല്ല സ്ഥാപിക്ക്, അത് പ്രമാണമുണ്ട് സ്ഥാപിക്ക്. അല്ലാതെ അന്നൊരാൾ ഖബറിൽ പോയി ഇസ്തിസ്ഖി പറഞ്ഞില്ലേ, അത് മതി നിങ്ങൾക്ക് ഇതൊക്കെ സ്ഥാപിക്കാൻ? സഹോദരങ്ങളെ, ഇത് ന്യായമല്ല, ഇത് ശരിയല്ല. പിന്നെ അവസാനം നിവൃത്തില്ലെങ്കിൽ ഇതാ പണി മൂലന്മാർ ഒറിജിനൽ സ്വഭാവം, നാട്ടിൽ ചോർന്നു നിന്ന് ഒച്ചന്മാർ ഉണ്ടാക്കുക. ഇത് മൂലന്മാർക്ക് മാത്രമേ ശീലമുള്ളൂ, നാട്ടിലേക്ക് അത് പരിചയമില്ല. നിങ്ങളെ വിശ്വസിക്കുന്ന, നിങ്ങളെ ബഹുമാനിക്കുന്ന കുറെ മനുഷ്യന്മാർ പുറത്തുണ്ട്, മനസ്സിലായിക്കോളി. നിങ്ങൾ ദീനുണ്ട് വിചാരിക്കുന്ന, നിങ്ങളൊക്കെ ബഹുമാനിക്കണമെന്ന് ചിന്തിക്കുന്ന കുറെ സാധാരണക്കാർ കാണുന്നുണ്ട്. അവർക്ക് തോന്നുന്നു പഠിച്ചു എന്തൊക്കെയാണ് നമ്മൾ ഉസ്താദുമാര്, ഇവർക്കാണ് തിന്നാൻ കൊടുക്കുന്നത് എന്ന് അവർക്ക് തോന്നി നാളെ പട്ടിണിയായാൽ ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. മുസ്ലിയാക്കന്മാരെ, ആ രീതി ശരിയല്ല. മാന്യമായി ഇരിക്കുക, മാന്യമായി ചോദിക്കാം, വിഷയങ്ങൾ പറയാം. അല്ലാതെ ഒച്ചമ്പാടും നായാട്ടമായിട്ട് അത് പണ്ട് കൊട്ടപ്പുറത്ത് തുടങ്ങിയതാണല്ലോ, അതിന്റെ ബാക്കിയല്ലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അതിന് വലിയ കാര്യമൊന്നുമില്ല. അള്ളാഹു ഏറ്റവും ഹൈറായ വഴിയിൽ നമ്മെ എല്ലാം ജീവിക്കാൻ, ഈമാനോട് തഖ്വയോടെ ജീവിക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. ആ ബഹളം ഉണ്ടാക്കുന്ന മുസ്ലിം അവിടെ ഇരുന്നാൽ മതി.
എല്ലാ പ്രശ്നവും തീരും. ആ 2 മുസ്ലിംമാര് അവിടെ ഇരിക്കുക. ഈ വിഷയ സംബന്ധമായി മിസ്ബാഹിക്ക് ചോദിക്കാണെങ്കിൽ ചോദിക്കാം. പിന്നെ ഇവിടെ എന്നെ ഒരാൾ ഭീഷണിപ്പെടുത്തി ഞാൻ ഇവിടുന്ന് പോകൂലാണ് ചങ്ങായി. ഇതാണ് മുഖാമുഖം. ഞാൻ ഇവിടുന്ന് പോകൂലാണ്. നിങ്ങൾ ചോദ്യം ചോദിക്കും. ഇത്രയും സമയം ഇവിടെ വിഷയാധിഷ്ഠിത ഇത് ഇങ്ങനെ ഇളക്കി വിട്ടാലൊന്നും ഈ സദസ്സ് ഇളകൂല മിസ്ബാഹി. നിങ്ങൾ 3, 4, 5 ആളുകൾ വന്നിട്ട് ഇവിടെ ഇളക്കി വിട്ടാൽ ഇളകുന്ന സദസ്സല്ല. ഈ നാട്ടുകാർക്കറിയാം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന ശൈലിയെ ഒരുപാട് കാലമായി അറിയുന്ന നാട്ടുകാരാണ് തോട്ടശ്ശേരി അറയിലുള്ളത്. അതുകൊണ്ട് നിങ്ങൾ പയ്യന്നൂരിൽ നിന്ന് വന്ന് ഇളക്കി വിടാൻ വേണ്ടി ശ്രമിച്ചത് കൊണ്ടൊന്നും മിസ്ബാഹി സദസ്സ് ഇളകില്ല. ഇവിടെ ബഹളം വെക്കാൻ വേണ്ടി ബോധപൂർവം വന്നിട്ടുള്ള മുസ്ലിയാക്കന്മാര് വെറുതെ ഇരുന്നാൽ മതി. പ്രിയപ്പെട്ട എന്റെ മുജാഹിദ് പ്രവർത്തകർ വളരെ ശാന്തമായിരിക്കുക. 2, 3, 4 മുസ്ലിയാക്കന്മാര് മാത്രമാണ് ദുരുദ്ദേശപൂർവം വന്നിട്ടുള്ളത്. അവര് ഒരിക്കലും തന്നെ വിഷയാധിഷ്ഠിതമായി ചോദിക്കില്ല എന്ന ശാഠ്യത്തോടു കൂടിയാണ് വന്നിട്ടുള്ളത് എന്നാണ് അവർക്ക് കൊടുത്തിട്ടുള്ള അവസരങ്ങൾ അവർ ദുരുപയോഗപ്പെടുത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സഹോദരൻ സിദ്ദീഖ് മിസ്ബാഹിക്ക് വിഷയാധിഷ്ഠിതമായി ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അതിനൊരു അവസരം കൂടി തരികയാണ്. ഇവിടെ ഞാൻ വളരെ മാന്യമായിട്ടല്ലേ ചോദിച്ചോളൂ. നിങ്ങൾ ഇനിയും ചോദിക്കാം. ചോദിച്ച ചോദ്യം എന്താ? വിഷയാധിഷ്ഠിതം തന്നെയാണ്. അത് നിങ്ങൾക്ക് മൗലിദ് വിഷയം ഇവിടെ പറഞ്ഞ വിഷയം എന്താണ്? അല്ലാഹ് അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു അല്ലെ? ഖബറിങ്കൽ പോയി, ഒരു മഹാന്റെ ഖബറിങ്കൽ പോയി. ഇവിടെ ഞാൻ പറഞ്ഞ സംഭവം എന്താ? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിങ്കൽ പോയി യാ റസൂലല്ലാഹ് ഇസ്തസ്ഖിലി ഉമ്മതിക ഫഇന്നഹും ഖദ് ഹലകൂ എന്ന സംഭവം. നിങ്ങൾ മാല മൗലിദ് വിഷയത്തിൽ ഞങ്ങൾക്കെതിരെ ആരോപിക്കണ ശിർക്കും അത് തന്നെയാണ്. അല്ലാഹു വിഷയാവതരണത്തിൽ പറഞ്ഞത് വിഷയാവതരണം 1.5 മണിക്കൂർ ഇവിടെ സംസാരിച്ചു. അതിൽ ധാരാളം മാലയും മൗലീദും ഉദ്ധരിച്ചുകൊണ്ട് അതിലുള്ള ബിദ്അത്തും ശിർക്കൻ വരികളും വളരെ കൃത്യമായി ഞങ്ങൾ ഇവിടെ സമർത്ഥിക്കുകയുണ്ടായി. അതിനുശേഷം നിങ്ങൾ ഈ ചോദിച്ച ചോദ്യം ആവർത്തിച്ച് അതിന്റെ വിശദീകരണവും നൽകി. വിഷയാധിഷ്ഠിതമായി വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ ഈ പരിപാടി കൃത്യമായി നടക്കാതിരിക്കുവാൻ എന്നുമുള്ള നിങ്ങളുടെ ഒരു രീതിയാണ്. കാളിയാലയിൽ വന്ന് 2 പ്രാവശ്യം ഇതേ ചോദ്യത്തിന് കൃത്യമായി ഞങ്ങൾ മറുപടി പറഞ്ഞതാണ്. ഏത് പരിപാടിക്കും ഏതെങ്കിലും ഒരു പരിപാടിയിലെ ഒരു ചോദ്യം ഉന്നയിച്ചിട്ട് ഈ പരിപാടിയുടെ അന്തസ്സത്തെ കളഞ്ഞു കുളിക്കുന്ന രൂപത്തിൽ സമയം വ്യർത്ഥമായി ചെലവഴിക്കുവാൻ അനുവദിക്കാവതല്ല. നിങ്ങൾക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കാനെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ അടുത്ത ആൾക്ക് നമ്മൾ മൈക്ക് കൈമാറും. എന്താ ഇബ്നു അബീ ശൈബയിലുള്ള ബാബിന്റെ പേരാണ് എന്ത്? ഫളുൽ എന്ന് പറഞ്ഞ ശ്രേഷ്ഠത. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ ഉസ്താദുമാര് പൂർവ്വസൂരികളായ അയിമ്മത്തുകൾ എഴുതി വെച്ച മാലകളൊക്കെ നിങ്ങൾ പറഞ്ഞു കള്ളക്കഥകളാണെന്ന് പറഞ്ഞ് തള്ളുമ്പോ ഇവിടെ ബഹുമാനപ്പെട്ട ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് തങ്ങളുടെ ഫളായിൽ പറഞ്ഞ വിഷയം നിങ്ങൾക്ക് തൊടാൻ പറ്റണില്ല. എന്താ പറയാത്തത്? അതിനല്ലേ മദ്ഹ്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഫളായിൽ പറയൽ ശിർക്ക് പ്രചരിപ്പിച്ചിട്ടാണോ? അതോടൊപ്പം ഇവിടെ തലമുറക്കിൽ സുന്നത്തില്ല എന്ന് വാഴക്കാട് വെച്ച് പ്രസംഗിച്ച ഫൈസൽ മൗലവി നിങ്ങൾ അൽമനാർ 1950 സുന്നത്താണ് എന്ന് എഴുതി വെച്ചു. അന്ന് സുന്നത്തായ കാര്യം ഇന്നെങ്ങനെ വിദഗ്ധത്തായി പറഞ്ഞു കൊടുക്കും മറുപടി. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉമ്മ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മുകളിൽ കെട്ടി ഉയർത്തിയ സ്വഹാബിപത്യം ചെയ്തത് ഇസ്ലാമികമോ അനിസ്ലാമികമോ പറയണം മറുപടി. ഇത് വ്യക്തമായ മറുപടി നിങ്ങൾ മുഖാമുഖത്തിൽ ഇന്നലെ ചോദിക്കണത് അല്ലെ? ഞങ്ങൾ മറ്റൊരു നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ ഇവിടെ നാടായ നാടകത്ത് മുഖാമുഖം നടത്തി അതിൽ ഞങ്ങൾക്കുണ്ടായ സംശയങ്ങൾ ഇവിടെ തീർത്തു തരണം. ഒരു സാധു അല്ലേ ചോദിച്ചത് തലമുറക്കൽ സുന്നത്തില്ലാന്ന് നിങ്ങൾ പറഞ്ഞല്ലേ? അൽമനാറിന്റെ കയ്യില് പറയാത്തത് ശരി. എന്താ സാധു ഈ കാലത്ത് സാധുവിടെ ബാക്കി എന്തേക്ക് അവസ്ഥ ഇപ്പോ? അപ്പൊ അൽഹംദുലില്ലാഹ് നമ്മുടെ നാടിനെ മുഖാമുഖത്തിനെ കുറിച്ച് പ്രയാസമുണ്ട് ഞങ്ങൾക്കറിയാം. അതിന് നിർവഹണം പഠിച്ച തൗഫീഖുണ്ട്. ഇൻഷാ അല്ലാഹ് 27 നിശ്ചയിച്ചിട്ടുണ്ട് വയനാട് മുട്ടില്, 15-ാം തീയതി ഉണ്ട് പെരുമ്പാവൂരും ഒക്കെ ഇൻഷാ അല്ലാഹ് മുഖാമുഖം തരാം. അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ യഥാർത്ഥത്തില് ഈ മുഖാമുഖം കൊണ്ട് മനസ്സിലാവാനൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും. കുറച്ച് മൂല്യമാർ ഞാൻ അവർക്ക് മനസ്സിലാവൂല. ഉറങ്ങുന്നവരെ ഉണരുള്ളൂ, ഉറക്കം നടക്കുന്ന ഉണരുള്ളൂ. ആ ഉണർന്നാൽ കഴിഞ്ഞില്ലേ? അതുകൊണ്ട് തന്നെ സിദ്ദീഖ് മിസ്ബാഹിയെയും ഞങ്ങൾ എഴുതി തന്നില്ല. ഇൻഷാ അല്ലാഹ് പ്രതീക്ഷ ഉണ്ട്. നിങ്ങൾക്കൊക്കെ ശരിയായുണ്ടെന്ന് 1% വിശ്വസിച്ചിട്ടാണെങ്കിൽ ഒരു പക്ഷേ അല്ലാന്ന് ബോധ്യപ്പെടുമ്പോ തിരിഞ്ഞുവിടായില്ല. അതല്ല എങ്ങനെങ്കിലും തട്ടിപ്പ് നടത്തി ഈ ശിർക്കും ഖുറാഫാത്തിലും സമൂഹത്തെ പിടിച്ചു നിർത്താനാണ് ശ്രമമെങ്കിൽ പിന്നെ നിർവാഹമില്ല. ഏതായാലും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. മാലകൾ നിങ്ങൾ പറഞ്ഞ ഫദ്ലേ അല്ല, ഇവിടെ ഫദ്ലേ അല്ല.
ഉമർ ഖത്താബിന്റെ ഫദ്ല് പറഞ്ഞ അധ്യായം അത് എന്റെ ഇസ്തിഹാസയാണോ ബാബെടുത്തത്, തവസ്സുലാണോ ബാബെടുത്തത്? ഉമർ ഖത്താബ് എന്തേ ചെയ്തു? ഉമർ ഖത്താബ് ഖബറിനെ പോയോ? ഉമർ ഖത്താബ് ഖബറിനെ പോയി തേടിയോ? അതല്ലേ പറയേണ്ടത്? അങ്ങനെയല്ലല്ലോ. എന്നാ ഉമർ ഖത്താബ് ഖബറിനെ പോയിട്ട് നബിയെ ഞങ്ങൾ തേടുന്നു എന്ന് പറഞ്ഞ വിഷയമുണ്ടോ? ഞങ്ങളത് പറഞ്ഞോളി. അതല്ലേ അപ്പൊ മദ്ഹബ്? അതൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ വിഷയമേ അവിടെ ഇല്ല. നിങ്ങൾ പറഞ്ഞ ഇസ്തിഹാസ്, നിങ്ങൾ പറഞ്ഞ തവസ്സുൽ, നിങ്ങൾ പറഞ്ഞ വിശ്വാസവും ഒന്നും ആ ഇബ്നു അബീ ശൈബയുടെ കിതാബിലില്ല, ഒരു കിതാബിൽ. അത് സംഭവം തന്നെ വേറെ. നിങ്ങൾ പുതിയ വിശ്വാസം ഷിയാക്കളുടെ കടമെടുത്തിട്ട് സൂഫിസത്തോടെ കൊണ്ടുവന്നിട്ട് അതിവിടെ പ്രചരിപ്പിക്കുമ്പോ അതിനെങ്ങനെ കൂട്ടർ അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളെ പിൻവരണ്ടാവാം? അതാ ഞാൻ പറയും, നിങ്ങൾ കൊണ്ടുവെക്കുന്ന വിശ്വാസം അഹ്ലുസുന്നയിൽ ഒരു ഇമാമിനും പരിചയമില്ല, ഒരൊറ്റ ഇമാമിനും പരിചയമില്ല. നിങ്ങൾ കൊണ്ടെടുക്കുന്ന വിശ്വാസം, ആ വിശ്വാസത്തിൽ തേടാനോ തേടിയ കുഴപ്പമില്ലാന്നോ ശിർക്കല്ലാന്നോ ഇലാഹാന്ന് വിശ്വസിച്ചാലേ ശിർക്കാവുള്ളൂന്നോ സ്വയം കഴിവ് വിശ്വസിച്ചാലേ ശിർക്കാവുള്ളൂന്നോ സമനിയത്ത് കൽപ്പിച്ചാലേ ശിർക്കാവുള്ളൂന്നോ അതൊന്നും ലോകത്ത് അഹ്ലുസുന്നയുടെ ഇമാമികൾ ഒരു ഇമാമിനും പഠിപ്പിക്കാത്ത ഷിയാക്കൾക്കേ പരിചയമുള്ളൂ. ആ ഷിയാക്കളിൽ നിന്ന് സൂഫി ഏറ്റെടുത്തു, ത്വരീഖത്തുകാര് അതിന് സമസ്തക്കാരെ ഏറ്റെടുത്തു. അതല്ലേ പ്രചരിപ്പിക്കുന്നത്? ഇതിന് ഇമാമികളെ പേരിങ്ങനെ പറഞ്ഞു ഒരു കാര്യം, ഇമാമായ ഒരു ഇമാമിന്റെയും പിൻബലമില്ല, ഷിയാ ഇമാമികളെ പിൻബലം ഉണ്ടാവും. അത് ശരിയാ, അതിനപ്പുറത്ത് പോലെ ഉണ്ടാവില്ല. ഇവിടെ ഞാൻ പറഞ്ഞു, ഇവിടെ ഫദ്ല് മദ്ഹ് എന്ന് പറഞ്ഞിട്ട് എന്താ നിങ്ങൾ പ്രചരിപ്പിക്കും? മദ്ഹല്ലല്ലോ. മദ്ഹിന്റെ മറവിൽ കള്ളക്കഥകൾ, കെട്ടുകഥകൾ ഇവിടെ വായിച്ചില്ലേ? മൗത്തായ ഖാദിമിനെ റൂഹ് പോലും മലക്കിന്റെ കയ്യിൽ നിന്ന് കൊട്ട തട്ടി കൊണ്ടുവന്ന ശൈഖിനെ പരിചയപ്പെടുത്തുന്നു. ഇതിന് ഏത് മദ്ഹ് എന്നാ പറയാ? ഇത് മദ്ഹാണോ? ഇവിടെ ഉമരി വളരെ വിശ്രമത്തിൽ വലിയൊരു ഖാദിം മൗത്തായ സംഗീതം അവരെ സൗജത്ത് വന്നേ എന്ന് പറഞ്ഞ് വിശദമായി ഇവിടെ ഉമരിനകത്ത് വായിച്ചു കേൾപ്പിച്ചു. എന്തെങ്കിലും ഉണ്ടാത്തത്, എന്തെങ്കിലും പറയാത്തത് എവിടെയുള്ളത്? ആരാണ് പഠിപ്പിച്ചത്? ഇസ്ലാമിലെ വിശ്വാസമാണോ അത്? എന്നാൽ അതിനൊക്കെ തെളിവെന്താ? അന്നൊരാൾ ഇസ്തസ്കിന്ന് പറഞ്ഞു. ആരെ പറഞ്ഞു? അതാർക്കും അറിയില്ല. എന്നാൽ അതെങ്കിലും വേണ്ട, പറഞ്ഞത് ആരും അതും അറിയില്ല. ഒരാള് വന്ന് നബിയെ മഴയ്ക്ക് വിടുത്തേടനെ പറഞ്ഞിട്ടുണ്ട്. ആരെ ഈ പറഞ്ഞ ആള് അതറിയില്ല. പിന്നെ എന്ത് കാര്യമുണ്ട് മിസ്ബ? ഈ ഇസ്ലാം ദീൻ പൊളിക്കാൻ വേണ്ടി എന്തിനാ ഇങ്ങനെ ഇറങ്ങണത്? അള്ളാഹും റസൂലും പഠിപ്പിച്ച തൗഹീദിന്റെ ആശയം, സുന്നത്തിന്റെ ആശയം, ലോകത്ത് വന്ന അമ്പിയാക്കൾ മുഴുവൻ പഠിപ്പിച്ച തൗഹീദിന്റെ ആശയം, അത് പൊളിച്ചടക്കാൻ എന്തിനാ കച്ചക്കെട്ടി കണ്ണൂർ ജില്ലയിൽ നിന്നും കാസർഗോട്ട് നോക്കി ഇങ്ങോട്ട് വണ്ടി കയറുന്നത്? വല്ല കാര്യമുണ്ടോ? നേരെ മറിച്ച് ഇതൊക്കെ ദീനാണോ? ഞങ്ങൾ അത് പറഞ്ഞു കൊടുക്കി. ഇതൊക്കെ ശരിയാ. നമ്മൾ പറഞ്ഞല്ലോ, ബദരീങ്ങളെ പേരിൽ, ഉഹദീങ്ങളെ പേരിൽ, ഖന്തഖീങ്ങളെ പേരിൽ, അതേപോലെ മറ്റു സ്വഹാബത്തിന്റെ പേരിൽ എന്തെല്ലാം ഏതെല്ലാം കഥകൾ. എന്തിനും ഏതിനും ബദരീങ്ങളെ പേര് ചൊല്ലിയാൽ മതി എന്ന് പഠിപ്പിച്ച ആശയങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? ഉണ്ണും മോചീനം മുതലും ചുരുങ്ങാതെ ഉണ്മ ബദരീങ്ങൾ കവലിരകള. പഠിച്ചോനെ, ഉണ്ണ് ഒജീനം മുതല് ഇതൊക്കെ ചുരുങ്ങാതെ നിലനിന്ന് പോകണം. അതിന് ബദരീങ്ങളെ കാവല് വേണം. ഒജീനം മുട്ടരുത്, അന്നം മുട്ടരുത്, ഉണ്ണിനും ഒജീനത്തിനും പ്രയാസം വരരുത്, അതിന് ബദരീങ്ങളെ കാവല് വേണം എന്ന് തേടുന്നിടത്തല്ലേ ഈ മാലപ്പാട്ടുള്ളത്? മുഹീദ്ദീൻ മാല കഴിഞ്ഞാൽ മുനാജാത്തി എന്ന ഭാഗമുണ്ട്. ഇരവ് എന്ന ചില കിതാബ് കാണുക. അവിടെ എന്താ പറഞ്ഞത്? ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാലമത്രയും ശൈഖിന്റെ കാവൽ നൽകണേ. അതിന് എന്ത് ഇസ്തിസ്ഖിയ തെളിവാവുക? ഏത് ഇസ്തിസ്ഖിയ തെളിവാവുക? അതിന് മുഹീദ്ദീൻ ശൈഖിന്റെ കാവല ചോദിക്കുന്ന എവിടെ? ദുനിയാവിൽ ജീവിക്കുന്ന കാലമത്രയും മുത്താരിഫാടെ അവര് നിൽക്കുന്ന കാലം മൗത്ത് വാങ്ങുന്നാളിൽ കരുത്തർ മുഹിയദ്ദീൻ കാവേലിരകള. പഠിച്ചോനെ, ദുനിയാവിൽ ജീവിക്കുന്ന കാലമത്രയും ശൈഖിന്റെ കാവല് നീ നൽകണേ അല്ലാഹ്. മലക്കുൽ മൗത്ത് റൂഹിനെ പിടിക്കുമ്പോൾ പഠിച്ചോനെ ശൈഖിന്റെ കാവൽ നൽകണേ. എന്ത് മദ്ഹാമുസ്യാലേ ഇത്? ഏതാരാ പഠിപ്പിച്ചത്? ഏത് കിതാബിലാ ഉള്ളത്? ഉമർ ഖത്താബ് പറഞ്ഞു. ഇതിനുണ്ടോ കിതാബില്? ഇതിനുണ്ടോ പ്രമാണം? ഇല്ലല്ലോ. ഈ കള്ളക്കഥ ഒക്കെ ചെലവാക്കാൻ എന്താ ഈ ഒറ്റ സംഗതി? കഴിഞ്ഞില്ല. ഓരോ സമയത്തും പോകുന്നാൽ പഠിച്ചോനെ, ഖബറിൽ പോയി കിടക്കുമ്പോ പേര് കേട്ട മുഹീദ്ദീൻ ശൈഖിന്റെ കാവല് നീ നൽകണേ അല്ലാഹ്. സഹോദരൻ, എത്ര ഗൗരവമാണെന്നൊക്കെ. ഖബറിൽ പോയി കിടക്കുമ്പോ പഠിച്ചോനെ ശൈഖിന്റെ കാവൽ നൽകണേ എന്ന് പറയാന്ന് പറഞ്ഞാൽ ഏത് ദീനാ കൂട്ടരതൊക്കെ? സൂറവിളി കേട്ടിട്ടൊക്കെ പുറപ്പെട്ടാൽ സുൽത്താൻ മുഹിയദ്ദീൻ കാവലിരകള. സൂറിന് വിളി കേട്ട് എല്ലാവരും മഹ്ശറിക്ക് അങ്ങനെ പുറപ്പെടുമ്പോ മുഹീദ്ദീൻ ശൈഖിന്റെ കാവൽ ഞങ്ങൾക്ക് നൽകണേന്ന്. ചുടരും തറമ്മൽ ഞാൻ നിൽക്കുന്നാളതിൽ ചൊക്കറ് മുഹിയദ്ദീൻ കാവലിരകള. മഹ്ശറ വൻസഭയിൽ ചെന്ന്
അവിടെ നിൽക്കുന്ന ആ സമയത്ത് പഠിച്ചോനെ ശൈഖിന്റെ കാവലി നൽകണേ. തൂക്കം ഫീഡിച്ച് കണക്കെല്ലാം നോക്കുന്നാൽ തലവർ മുഹിയദ്ദീൻ കാവലിലേക്കല്ല. നന്മയും തിന്മയും തൂക്കിക്കണക്കാക്കുന്ന സമയത്ത് നേതാവായ മൊയ്തീൻ ശൈഖിന്റെ കാവലി പഠിച്ചോനെ നീ നൽകണേ. അരിഫത്തിൽ ഇട്ട സിറാത്ത് കടക്കുന്നാൽ അരിമാ മുഹിയദ്ദീൻ കാവലിലേക്കല്ല. സിറാത്ത് പാലം കടക്കുമ്പോ മൊയ്തീൻ ശൈഖിന്റെ കാവൽ നൽകണേ. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. സഹോദരന്മാരെ, ഇതാണോ ദീന്? ഇത് ഏതു മത? ഇങ്ങനെ ഒരുപാട് കള്ളക്കഥകൾ കഴിഞ്ഞില്ല. മറടിയായുള്ള സിറിക്കൊരു കുട്ടിയെ മന്നാനെ നൽകിനേ എന്ന് മോളിന്തോവർ. പ്രസവിക്കാത്തൊരു പെണ്ണ് വന്നിട്ട് ഷെയ്ഖിനോട് പറഞ്ഞു, ഷെയ്ഖെ കുട്ടിയാളില്ല. അപ്പൊ ഷെയ്ഖ് അള്ളാഹ് പറഞ്ഞു, പഠിച്ചോനെ ഒരു കുട്ടിനെ കൊടുക്ക് ആ പെണ്ണിനെ. മുറുകനെ 2 കൊടുക്ക് നീ തയ്യാനേ. അപ്പൊ അള്ളാന്റെ മറുപടി എന്താ? ലൗഹുൽ മഹ്ഫൂദിൽ ഓൾക്ക് കുട്ടിയാളില്ലാന്ന് എഴുതിയിട്ടുണ്ട്. ആ പെണ്ണിനെ കുട്ടിയെ കൊടുക്കൂ എന്ന് ഷെയ്ഖ് പറയുമ്പോ പഠിച്ചോൻ പറയാ, ലൗഹുൽ മഹ്ഫൂദാണ് എല്ലാത്തിന്റെയും അസ്ല്. ആ ലൗഹിൽ എഴുതിയിട്ടുണ്ട് അവർ കുട്ടികളുണ്ടാവൂല. അപ്പൊ ഷെയ്ഖിന്റെ മറുപടി, എന്നാ പിന്നെ ഒരു കുട്ടിയില്ലെങ്കിൽ 2 കുട്ടിയെ കൊടുക്കുക. ലൗഹിൽ ഒരു കുട്ടിയും ഇല്ലാതാണെങ്കിൽ 2 കൊടുക്കറബേന. 2 കൊടുക്കാൻ പറ്റില്ലല്ലോ. കൊടുഫാൻ 7 ഫത്തിൽ ഇല്ലെങ്കിൽ 3 എണ്ണം കൊടുക്കണം. അങ്ങനെ 7ഓളം പിണ്ടോവർ. നീ 2 കൊടുക്കാൻ എളുപ്പല്ലേ? എന്നാ 3 കൊടുക്ക്. ഇല്ലെങ്കിൽ 4 ആവട്ടെ, ഇല്ലെങ്കിൽ 5 ആവട്ടെ, 6 ആവട്ടെ. അങ്ങനെ 7ഓളം പിണ്ടോവർ. 7 വരെ പറഞ്ഞു, 7 കൊടുക്കരുത്. 800 തീരും മുമ്പായി ഇറയോവൻ MP ഞാൻ 7 കൊടുക്കുമാതെന്നോവർ. ഷെയ്ഖ് 1 പറഞ്ഞു, 2 പറഞ്ഞു, 3 പറഞ്ഞു, 4 പറഞ്ഞു. നിങ്ങളൊക്കെ പണ്ട് ലേലം വിളിച്ച് ചിലപ്പോൾ നിർത്തിയതല്ലേ എന്ന പോലെ 7 വരെ പറഞ്ഞിട്ട് പഠിച്ചോനെ 7 കൊടുക്ക്. 8 പറയുന്നതിന് മുമ്പ് പഠിച്ചോൻ പറഞ്ഞ 7 കൊടുത്തോളാ, 7 കൊടുത്തോളാം. ഇനി പറയില്ലാന്നാ. പറയാൻ മുടക്കില്ലല്ലോ, പറയാനല്ലേ മുടക്കുള്ളത്. അപ്പൊ 7 ഒന്നിച്ച് കിട്ടിയ ആർക്ക്? ഒന്നുമില്ലാത്ത കുട്ടിക്ക്. ഒറ്റ കുട്ടി ഉണ്ടാവൂല എന്ന് ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയ പെണ്ണിന് ഷെയ്ഖിന്റെ ഓർഡർ പ്രകാരം പഠിച്ചവന് 7 കുട്ടികളെ ഒന്നിച്ചു കൊടുക്കാൻ തയ്യാറായി എന്ന് എഴുതി വെക്കുന്നു മുഹ്യിദ്ദീൻ മാല എന്ന ഈ കൃതിയിൽ. ഇതൊക്കെ മദ്ഹാണോ? ഇതൊക്കെ മദ്ഹാണോ? ഇങ്ങനെ എത്രയെത്ര കഥകൾ. എന്നിട്ട് ഈ ഉമ്മത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഹജ്ജിന് പോകാണോ? ഈ പാട്ടുമായിട്ട് വേണം പോകാൻ. ഹജ്ജ് കഴിഞ്ഞ് വരികയാണോ? ഈ പാട്ടുമായിട്ട് വേണം വരാന്. ഒരു പുതിയ വീട് താമസാക്കാണോ? ഈ മങ്കൂസും സദഫനാം ഓതിയിട്ട് വേണം താമസാക്കാന്. കല്യാണത്തിന് വരെ ഇപ്പൊ തലേന്ന് രാത്രി വന്നിട്ട് ബുർദ ചൊല്ലി പോണത്ത ഇപ്പുള്ളത്. എന്നിട്ട് ഇതൊക്കെ എന്ത് ന്യായ? ഇത് ദീനാണോ എന്ന് ചോദിക്കുമ്പോ പണ്ടൊരാൾ കബറിങ് വന്നിട്ട് നബിയെ മഴയില്ല എന്ന് പറഞ്ഞില്ലേന. ആരാ പറഞ്ഞത്? അത് ഞങ്ങൾക്കറിയില്ല. ആരെ പറഞ്ഞു അറിയില്ല. ഒരാളങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്താ മുസ്ലിം നിങ്ങൾക്ക് കഥ? അല്ല, ഞങ്ങൾ പറഞ്ഞ ആദ്യം നമുക്ക് വിശദമായിട്ട് ഞങ്ങൾ കാഞ്ഞങ്ങാടും പറഞ്ഞു, ഈരാറ്റുപേട്ടയിലും പറഞ്ഞു, കാളിയാലയും പറഞ്ഞു. തൗഹീദ് വിഷയം ഇനി മുഖാമുഖങ്ങൾ പിന്നെയും ചോദിച്ചോളി, ക്ലിയർ ആയിട്ടില്ലെങ്കിൽ വീണ്ടും പറയും. ഇവിടെ മാലമൂടി ഇതിൽ നിങ്ങളുടെ സമൂഹത്തെ കൊണ്ട് ചൊല്ലിക്കുന്ന ശിർക്കും ഖുറാഫാത്തും പോസ്റ്റ്മോർട്ടം ചെയ്യാനാണ്. അത് നിങ്ങളെ കൂടി മുമ്പിൽ എത്തി പറയാൻ കിട്ടുന്നത് അൽഹംദുലില്ലാ വലിയ കിട്ടല. കാരണം നിങ്ങളെ വിശ്വസിക്കുന്നത് ചൊല്ലിപ്പിക്കുന്ന നാട്ടുകാരും കൊണ്ടല്ലോ ബാക്കിൽ. അപ്പൊ ഓൾക്ക് മനസ്സിലാകും ഇങ്ങനെയൊക്കെ ഇയാൾ പറഞ്ഞിട്ടും ഇവരൊന്നും മുണ്ടില്ലല്ലോ, എന്നാ പിന്നെ ഈ മൗലിദൊക്കെ സംഗതി ശരിയേറ്റ ഇവര് പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്ക് പറ്റിയതല്ല എന്ന് നാട്ടേക്ക് മനസ്സിലാകും എന്ന പ്രതീക്ഷ എനിക്കുണ്ട്. അതുകൊണ്ട് മുസ്ലിയാക്കന്മാരെ ദയവ് ചെയ്ത് ഈ പാട്ടും പെയ്ത്തും ഒഴിവാക്കി അള്ളാന്റെ കിതാബ് എടുക്കി, റസൂലുള്ളാഹിന്റെ സുന്നത്ത് എടുക്കി. അതാണ് സുന്നത്തെ മഴത്തിന്റെ പ്രമാണം. അഹ്ലുസുന്നയുടെ പ്രമാണം 4 മുഴുവൻ റാത്തീബും കുത്തുബൈത്തും ഈ പാള കിതാബ് ഒന്നുമല്ല. അല്ലാഹ് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. അതാണ് അഹ്ലുസുന്നക്ക് പ്രമാണം. ആ പ്രമാണം എടുത്തോളൂ, അതിലേക്ക് മടങ്ങിക്കോളൂ. എന്നിട്ട് നിങ്ങൾ ഇസ്സത്തോടു കൂടി ദീന് സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കുക. അതാ വേണ്ടത്. അല്ല ദീന്റെ പേര് ഷിയാക്കൾ ഉണ്ടാക്കിയതും ത്വരീഖത്തിൽ ഉണ്ടാക്കിയതും എവിടുന്ന് കിട്ടിയെന്ന് അറിയാത്തതും ആരും പഠിപ്പിച്ചറിയാത്തതും കുറെ കള്ളക്കഥ കുത്തി നിറച്ച് ഓരോരുത്തർ മകൻ മൗലിദുണ്ടാക്കി അത് വിതരണം ചെയ്തിട്ട് അത് പാടിയും അത് പറഞ്ഞും അത് കാലം തീർത്തിട്ട് ഒരുപക്ഷെ ദുനിയാവിൽ ഒരു നേട്ടമുണ്ടായേക്കാം, പക്ഷേ പരലോകം നഷ്ടമാകും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇനി അടുത്ത ആൾക്ക് അവസരം കൊടുക്കും. 4 അവസരം സിദ്ദീഖ് മിസ്ബാഹിക്ക് തന്നു. തലമറക്കലൊക്കെ പറയേണ്ട സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. സിദ്ദീഖ് മിസ്ബാഹി തലമറക്കൽ പറയേണ്ട സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട്.
നമ്മളെ വിഷയം ഞാൻ എൻ്റെ തുടക്കത്തിലേ സൂചിപ്പിച്ചു, വിഷയാധിഷ്ഠിതമായി ചോദിക്കണം. നിങ്ങൾക്ക് മലയാളം മനസ്സിലാവുന്ന നിലക്കാണ് ഞാനത് പറഞ്ഞത്. ഇനി അടുത്ത ആളുണ്ടെങ്കിൽ ചോദിക്കാം, അടുത്ത ആളുണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് ധാരാളം അവസരം തന്നു, ഇനി അടുത്ത ആളുണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ആരും ഇല്ലെങ്കിൽ നമ്മൾ പരിഗണിക്കാവുന്നതാണ്. അടുത്തൊരു മുസ്ലിം വന്നിരിക്കണല്ലോ, ചോദിച്ചോളൂ. ആ അബ്ദുറഹ്മാൻ ഖാ അദ്ദേഹം ചോദിക്കട്ടെ. അദ്ദേഹത്തിന്റെ പേരെന്താ? സിദ്ദീഖ് മിസ്ബാഹി, അവിടെ ഇരിക്കുന്നത്. എന്റെ പേര് അർഷദ്, സ്ഥലം കീശേരി. എനിക്കിവിടെ ചോദിക്കാനുള്ളത്, നിങ്ങളിവിടെ പറഞ്ഞല്ലോ വിഷയാധിഷ്ഠിതമായിട്ടാണ് നിങ്ങൾ മുഖാമുഖം നടത്തിയത്. നിങ്ങൾ പിന്നെ എന്തിനാ മൗലവിമാരെ മറ്റേ വായക്കാട് ഖബർ വിഷയം വെച്ചാണ്ട് തലമറക്കൽ ചർച്ച ചെയ്ത്? അതിന്റെ ആവശ്യം എന്താ? ഇപ്പൊ സുന്നികളെ മുമ്പിലെത്തിയപ്പോ നിങ്ങൾ പേടിച്ചതല്ലേ? അവിടെ പച്ച പാവങ്ങളെ ഒറ്റ മിനിറ്റ്, ഞാൻ എന്റെ ചോദ്യത്തിലേക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കും. ഇവിടെ നിങ്ങൾ ബിദ്അത്ത് പറഞ്ഞല്ലോ, ബിദ്അത്ത് ചോദിക്കണ കുഴപ്പമൊന്നുമില്ലല്ലോ. അതെ, ഈ വിഷയാധിഷ്ഠിതമായി ചോദിച്ചോ. അതല്ല, ഇവിടെ ഇപ്പൊ ജനങ്ങൾക്ക് ഇവിടെ എന്താ വിഷയം നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? ഒറ്റ മിനിറ്റ്, ഇവിടെ ഇപ്പൊ ജനങ്ങൾക്ക് ബിദ്അത്ത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണല്ലോ. അപ്പം എന്റെ ചോദ്യം ഇതാണ്, ഭക്ഷണം കഴിക്കണതിന്റെ ആദ്യത്തില് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചെല്ലണ പരിപാടി, അതുപോലെ തന്നെ സ്വഹാബികളെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു ചെല്ലല്ലോ, അതായത് തർദിയത്ത് ചെല്ല. ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ഇതപ്പോ മാലമൗലിദുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ചോദ്യം. ഒറ്റ മിനിറ്റ്, വിഷയാധിഷ്ഠിതം എന്ന് പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? നിങ്ങളുടെ വിദ്യാർത്ഥിനെ കുറിച്ച് അല്ല, വിഷയാധിഷ്ഠിത വളരെ കൃത്യമായി എഴുതി വെച്ചു, വിഷയം അവതരിപ്പിച്ചു, അതിനുശേഷം ഇന്ന വിഷയമാണ് അവതരിപ്പിച്ചതെന്ന് ഞാൻ പറഞ്ഞു. തുടർന്ന് ഇവിടെ 2, 3, 4 തവണ ചോദ്യങ്ങൾ ഉന്നയിച്ചു. അതിലുടനീളം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞു. അതിനുശേഷങ്ങൾ ബിസ്മില്ല ചെല്ലുന്നതുമായി വന്നിട്ട് ഇതാണ് മാലമൗലിദുമായി ബന്ധപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ് മൗലിയരെ? നിങ്ങൾ അറിവുള്ള ഒരാളാണെന്നാണ് ജനം വിചാരിക്കുന്നത്, നിങ്ങളെ ഈ രൂപം കോലമൊക്കെ കണ്ടാൽ. അവിടെ നിൽക്കും, ഒറ്റ മിനിറ്റ്. നിങ്ങളിവിടെ ബിദ്അത്ത് ചർച്ച ചെയ്തില്ലേ? സഹോദരൻ, നമ്മുടെ ഇന്നത്തെ വിഷയം നമ്മൾ ബിദ്അത്ത് പറഞ്ഞത് എന്താണ്? മാലമൗലിദുകൾ ബിദ്അത്താണ്. അത് പൂർവ്വസൂരികളായ സലഫുകൾക്ക് പരിചയമില്ലാത്തതാണ്. അതിൽ ശിർക്കൻ വരികളുണ്ട്, റബ്ബിനെ ഇകഴ്ത്തുന്ന വരികളുണ്ട്. ഇതൊക്കെ പറഞ്ഞു, അതിനൊക്കെ തെളിവും പറഞ്ഞു. അതിനധിഷ്ഠിതമായി നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക. ഒറ്റ മിനിറ്റ്, ഞാൻ നിങ്ങളൊന്നും വിചാരിക്കരുത്. ഒറ്റ മിനിറ്റ്, ഞാൻ പറയട്ടെ. അല്ല, ഇത് സുന്നത്താണ് നിങ്ങൾക്ക് വാദമുണ്ടോ? ഈ മാലമൗലൂദ് സുന്നത്താണ് നിങ്ങൾക്ക് വാദമുണ്ടോ? മാലമൗലൂദ് ഉണ്ടോ ഇല്ലേ? മാലമൗലൂദിക്ക് ഞാൻ വരാം. അല്ല, ഒറ്റ മിനിറ്റ്, അതാണ് സഹോദര ഇന്നത്തെ വിഷയം. നിങ്ങൾ എവിടേക്ക് വരാനായി പറയണേ? ഇത് ചോദിക്കാനാണോ നിങ്ങൾ വന്നത്? ഞങ്ങൾ ഇതാ മുഖാമുഖത്തിന്റെ പോസ്റ്റർ ഇടിച്ച് എല്ലാ സ്ഥലത്തും ഇതിന്റെ പോസ്റ്റർ പറ്റിച്ചിട്ട് ആളുകൾ ക്ഷണിച്ചു. മാലമൗലിദ് അത് ഇസ്ലാമികമോ എന്ന് ചർച്ച ചെയ്യാനാണ്. എന്നിട്ട് പിന്നെ നിങ്ങൾ വരാന്ന് പറയാ. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് ബിസ്മില്ലാഹ് ചില സംശയമുള്ളത്, അത് ഇൻഷാ അല്ലാഹ് നമ്മൾ വേറെ പറഞ്ഞുതരും. ഇപ്പൊ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കും. ഒറ്റ മിനിറ്റ്, ഇവിടെ സുന്നത്തും ബിദ്അത്തും സഹോദര, ബിദ്അത്ത് എന്ന് പറഞ്ഞത് എന്താണെന്ന് ഞാൻ പറഞ്ഞു. മാലമൗലിദ് ബിദ്അത്താണ്, അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അല്ലയോ ആണോ നിങ്ങൾ ചോദിച്ചോ, വീണ്ടും പറഞ്ഞുതരൂ. സുന്നത്താണ് നിങ്ങൾക്ക് വാദം ഉണ്ടെങ്കിൽ അതിനുള്ള തെളിവ് നിങ്ങൾ പറഞ്ഞോ, അതിന്റെ നിജസ്ഥിതി ഞങ്ങൾ വിശദീകരിച്ചു തരും. സലഫ് സ്വാലിഹീങ്ങൾക്ക് പരിചയമില്ലാത്തതാണ്, മതത്തിലെ നൂതനാചാരമാണ്, ബിദ്അത്താണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. അതിൽ ശിർക്കൻ വരിയുണ്ട് എന്ന് ആവർത്തിച്ച് ഇവിടുത്തെ ഉത്തരത്തിൽ നിന്ന് ഫൈസൽ മൗലവി വിശദീകരിച്ച് തന്നു. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അങ്ങനെയല്ലേ ചോദിക്കാം. ഒറ്റ മിനിറ്റ്, ഇത് ഇന്ന് മുതലല്ലേ? ഇപ്പൊ നിങ്ങൾ സുന്നികളെ മുമ്പിൽ എത്തിയപ്പോഴല്ലേ വിഷയാധിഷ്ഠിതം? സഹോദര, ഞങ്ങൾ ഇതുവരെ നടത്തിയ മുഖാമുഖങ്ങളെല്ലാം സുന്നികളുടെയും മനുഷ്യന്മാരുടെയും മുന്നിലാണ്. ഇതുവരെ നടത്തിയിട്ടുള്ള എല്ലാ മുഖാമുഖങ്ങളും സുന്നികളുടെയും മനുഷ്യന്മാരുടെയും മുമ്പിലാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. അവിടെയൊക്കെ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. വിഷയാധിഷ്ഠിതമായി നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോ. ബിസ്മി ചൊല്ലുന്നത് മസ്അല നമ്മൾ പഠിപ്പിച്ചു തരാം. ഏത് മസ്അല ഉണ്ടോ അതൊക്കെ നമുക്ക് പഠിപ്പിക്കാം. ഇന്ന് മാലമൗലിദ് അത് ഇസ്ലാമികമോ അനിസ്ലാമികമോ എന്ന വിഷയമാണ് ചർച്ച. അത് സഹോദരന് ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം, പരിചയപ്പെടുത്തിയിട്ട് ചോദിച്ചോളൂ. എൻ്റെ പേര് ത്വാഹിർ, വീട് പട്ടാമ്പിയാണ്.
നമ്മള് ഇപ്പൊ എന്ത് ചോദിച്ചാലും മുമ്പർക്ക് വിഷയത്തിൽ പെടുന്നില്ല എന്നുള്ള പ്രശ്നമാണ്. അല്ല, വിഷയത്തിൽ പെടുന്ന ചോദ്യത്തിന് ഉത്തരം പറയും. നിങ്ങൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കേണ്ട. പറഞ്ഞോ. ഇപ്പൊ മാലമൗലിദാണല്ലോ വിഷയം. ഞാൻ ഈ വിഷയാവതരണം മുഴുവൻ ശ്രദ്ധിച്ചപ്പോ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് മാലമൗലിദിൽ ഒരുപാട് ഷിർക്കിന്റെ വരികൾ കടന്നുകൂടിയിട്ടുണ്ട്. ആ ഷിർക്കിന്റെ വരികൾ എന്റെ ഷിർക്കാവാൻ കാരണം മരിച്ചുപോയ അമ്പിയാക്കൾ ഔലിയാക്കൾ കേൾക്കുമെന്ന വിശ്വാസം വെച്ചു പുലർത്തിക്കൊണ്ട് പല കാര്യങ്ങളും ഉൾക്കൊള്ളിക്കുന്നുണ്ട് മാലമൗലിദുകളിൽ. ആയതുകൊണ്ട് അത്തരത്തിലുള്ള വിശ്വാസം വെച്ചു പുലർത്തിക്കൊണ്ട് അത്തരത്തിൽ മൗലിദുകളിൽ ഇബാറത്തുകൾ കൊണ്ടുവന്നാൽ അത് ഷിർക്കാണ് എന്നിവിടെ പറഞ്ഞു ഇരിക്കട്ടെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ഒരു വിശ്വാസം ഷിർക്കല്ല എന്നാണ് ഞാൻ പറയാൻ വന്നത്. അപ്പൊ അത് മാലമൗലിദിന്റെ വിഷയത്തിൽ പെട്ടത് തന്നെയാണ്. ഇനി അല്ല എന്ന് പറഞ്ഞിട്ട് സുഹൃത്തായി ഒഴിവാവരുത്. ഓക്കെ. ഇനി ഇവിടെ മരിച്ചു പോയവർ കേൾക്കുമെന്ന വിശ്വാസം വെച്ചു പുലർത്തിയാൽ ഷിർക്കുണ്ടോ ഇല്ലേ? എൻ്റെ ആദ്യത്തെ ചോദിച്ച സുഹൃത്ത് ഇസ്തിസ്ഖില്ലാഹലി ഉമ്മത്തിക എന്ന വിഷയം ചോദിച്ചു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടു പോയ മുത്തുനബിയുടെ ഖബറിന്റെ സമീപത്ത് ചെന്നുകൊണ്ട് നബിയെ, അള്ളാഹുവിനോട് ഈ ഉമ്മത്ത് മഴ കിട്ടാതെ വെപ്രാളത്തിലാണ്, അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്ന് നബി തങ്ങളുടെ ഖബറിങ്കൽ പോയിക്കൊണ്ട് ഇസ്തിഗാസ നടത്തി. ഈ വിഷയം ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതെന്തിനാണ് ചോദിക്കുന്നത്? നടത്തി ഒരു റജുൽ നടത്തി, ബിലാൽ ഇബ്നുൽ ഹാരിസ് എന്ന് പറയുന്ന സ്വഹാബി വര്യൻ. അത് ഷറഹു സുർഖാനി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫത്ഹുൽ ബാരിയിൽ സൈഫ് ഫുത്തൂഹിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ആ സ്വപ്നം കണ്ട വ്യക്തി ആരാണ്? സ്വഹാബി വര്യനാണ്. അപ്പൊ ചോദിക്കും, സ്വപ്നം കണ്ട വ്യക്തിയല്ലേ സ്വഹാബി വര്യൻ? ഖബറിങ്ങ പോയ വ്യക്തി സ്വഹാബി വര്യൻ അല്ലല്ലോ എന്ന്. അതിനാണ് കൃത്യമായി ഷറഹു സുർഖാനി പറഞ്ഞത്. ആ പറഞ്ഞതിന്റെ ചോദിച്ചതിന്റെ ഏകദേശം ഇപ്പൊ മൂപ്പര് നേരെ പശുവിനെ കൊണ്ടുപോയിട്ട് തെങ്ങമ്മ കെട്ടി വീണ്ടും തെങ്ങിനെ പറ്റി മറുപടി പറയുന്നു. അൽഹംദുലില്ലാ, അപ്പൊ നല്ല ചോദ്യമാണ്. ആ തെങ്ങമ്മ കെട്ടി പശുവിനെ പറ്റി പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. തെങ്ങ് അവിടെ നിന്ന് നമുക്ക് ലാസ്റ്റ് പിന്നെ വെട്ടി കുറിച്ച് ഒഴിവാക്കാം. അപ്പൊ ഏതായിരുന്നാലും ഇവിടെ എന്താ മാലമൗലിദ് എന്തുണ്ട്? മരിച്ചുപോയ മഹാന്മാർ കേൾക്കും അറിയുമെന്ന നിലയ്ക്ക് അവരോട് തേട്ടമുണ്ട് ഇസ്തിഗാസയുടെ. അത് തന്നെയാണ് കുഴപ്പം. അത് അഹ്ലു സുന്നക്ക് പരിചയമില്ല, അത് ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, അതിന് ഒരു കിതാബിനും ഒരു തെളിവുമില്ല. അപ്പോഴാണ് എന്ത് ഇരുന്നോടി, സ്വന്തമായി ഇരുന്നോടി, ആ സമയമായിക്കോട്ടെ, അത് കുഴപ്പമില്ല. നിങ്ങൾ ഇരുന്ന് കേൾക്കി, നിങ്ങളെ പ്രതീക്ഷ നമുക്ക്, നിങ്ങൾ മറ്റൊരത്ത തന്നെ ഒരു കുരുത്തക്കേട് കാണുന്നില്ല. അപ്പൊ ഇവിടെ പിന്നുള്ളത് എന്താ? നബിതങ്ങളെ ഖബറിങ്ങൾ വന്നിട്ട് ബിലാൽ ഇബ്നു ഹാരിസ് മുസ്നി എന്ന സ്വഹാബി നബിയോട് ഇസ്തിഗാസ ചെയ്തു. ശുദ്ധ നുണയാണ്. സ്വഹാബിന്റെ പേര് നുണ പറയുക, അല്ലെങ്കിൽ നുണ മൂലം നിങ്ങളെ പറ്റി കിട്ടും. പക്ഷേ സ്വഹാബിയുടെ പേരിൽ ഇത്ര പച്ചക്ക് നുണ പറയാം, നുണ തന്നെയാണ്. ഒരു സ്വഹാബിയും അങ്ങനെ നബിയുടെ ഖബറിങ്ങ പോയി ഇസ്തിഗാസ ചെയ്തിട്ടേയില്ല, എവിടെയുമില്ല. ഇനിയിപ്പോ എന്താ? ശർഹു സുർഖാനിൽ ഉണ്ട് എന്നാണ് അതിലിപ്പോ ഉള്ളത്. ശർഹു സുർഖാനിൽ ഉണ്ട്, മവാഹിബുൽ ലദുനിയക്ക് ഇമാം സുർഖാനി എഴുതിയ ശർഹു സുർഖാനിൽ ഉണ്ട് എന്നാ പറയുന്നത്. അതിൽ എന്താ ഉള്ളത്? ബിലാൽ ഇബ്നു ഹാരിസ് മുസ്നി കമാ ഇൻദ സൈഫ് പറഞ്ഞതുപോലെ ഇത് ബിലാൽ ഇബ്നു ഹാരിസ് ആകുന്നു. സൈഫ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, കഴിഞ്ഞില്ലേ? സൈഫ് പറഞ്ഞിട്ടില്ല, അപ്പൊ കഴിഞ്ഞു. ശർഹു സുർഖാനിലെ കിതാബ് എഴുതപ്പെട്ട 400 കൊല്ലം മുമ്പാണ്. 400 കൊല്ലം മുമ്പ് എഴുതപ്പെട്ട കിതാബ് ശർഹു സുർഖാനി. അതിൽ പറയാ ഹിജ്റ 200 കൊല്ലം ജീവിച്ച സൈഫ് എന്നവരെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. സൈഫ് എന്ന കിതാബിൽ ഇല്ല, ആ കിതാബിൽ പറഞ്ഞിട്ടില്ല. സൈഫ് എന്നവരെ കിതാബിലും ഇല്ല, ഒരു കിതാബിലും ഇല്ല. ബിലാൽ ഇബ്നു ഹാരിസ് മുസ്നി എന്ന സ്വഹാബി ഖബറിങ്ങ പോയിട്ട് നബിയോട് ഇസ്തിഗാസ ചെയ്തു, ഇസ്തിസ്ഖി പറഞ്ഞു എന്ന് എവിടെ ഇല്ല. അതുണ്ടെങ്കിൽ വായിക്കാൻ ഞങ്ങൾ പലപ്പോഴും ചോദിച്ചിട്ട് നിങ്ങൾ ഇടങ്ങാറാക്കില്ല. അലവി സഖാഫി വന്നിട്ട് ഇതിനപ്പുറത്ത് വേറെ പറഞ്ഞിട്ടില്ലല്ലോ. അലവി സഖാഫി വരെ ഈരാറ്റുപേട്ടയിൽ വന്നിട്ട് ഞങ്ങൾ അവിടെ കാണിക്കും, ഇവിടെ കാണിക്കും. അവിടെ ഹക്കീം മുസ്ലിയാരൊക്കെ വന്നിട്ട് എന്തെങ്കിലും ഉഷാറിയോ? ഇപ്പൊ ഹക്കീം മുസ്ലിയാരും ഇല്ല, ഒന്നുമില്ല. അന്ന് ബിലായിനിയായിട്ട് വന്ന് കിതാബും കൊണ്ട് വന്നു. നിങ്ങൾ കേക്ക് തുള്ളലി കേക്ക്, അതാ പറഞ്ഞ് ഇരിക്കാൻ പറഞ്ഞത്. അവിടെ ഇരിക്കി, അത്ര മാക്കാം മാണി ആയത്തെ കുറിച്ച് ചോദിക്കും, അവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോ അവിടെ ഈരാറ്റുപേട്ടയില് ഹക്കീം മുസ്ലിയാർ പറഞ്ഞു, ഞാൻ 7 ദിവസത്തിനുള്ളിൽ കിതാബായിട്ട് വരും, ബിലായി നിഹായെ കൊണ്ടത് കാണിക്കുന്നൊക്കെ പറഞ്ഞപ്പോ പിന്നെ ബിലായി ഇല്ല, നിഹായി ഇല്ല, പിന്നെ മൂപ്പ നിഹായെ നമ്മൾ കണ്ടത്, പിന്നെ മൂപ്പരോട് കണ്ടില്ലല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ ആകെ ഈ പേര് പറഞ്ഞ എവിടെയാണ്? ശർഹു സുർഖാനി. അതിലെന്താ ഉള്ളത്? കമാ ഇൻദ സൈഫിന്റെ കിതാബിലുള്ളത് പോലെ. സൈഫിന്റെ കിതാബിലുണ്ടോ? ഇല്ല, അപ്പൊ കഴിഞ്ഞു. പിന്നെ അഥവാ ലോകത്തൊരു കിതാബിലും ഇല്ല ബിലാൽ ഇബ്നു ഹാരിസ് മുസ്നി എന്ന സ്വഹാബി നബിയോട് ഇസ്തിഗാസ ചെയ്തു. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ മിണ്ടൂല, സമീഅനാ വഅതൈനാ, ഞങ്ങൾക്ക് പിന്നെ നോട്ടല്ല.
സ്വഹാബി ചെയ്തു സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് വേറെ ചോദ്യമില്ല. അതല്ലേ ഈ മുജാഹിദിന്റെ പ്രത്യേകത. അത് എല്ലാ മുജാഹിദും ആയിക്കൊള്ളുന്നില്ല. ഈ മുജാഹിദിന്റെ പ്രത്യേകതയാണ് അല്ലാഹ് പറഞ്ഞു, റസൂല് പറഞ്ഞു, സ്വഹാബികൾ ചെയ്തു എന്ന് സ്ഥിരപ്പെട്ട പിന്നെ ചോദ്യമില്ല, അവിടെ അംഗീകരിക്കും. പക്ഷെ ഒരു സ്വഹാബിയും ചെയ്തിട്ടില്ല. ഒരു സ്വഹാബിയും ചെയ്യാത്ത, ഒരു താബിഈയും ചെയ്യാത്ത, ഒരു ഇമാമും ചെയ്യാത്ത, അഹ്ലുസുന്നക്ക് പരിചയമില്ലാത്ത ശിയാക്കൾ പഠിപ്പിച്ചതാണ് നിങ്ങൾ ചെയ്യണത്. അവിടെയാണ് കുഴപ്പം. അവിടെയാണ് കുഴപ്പം. ഇവിടെ എന്താ പറഞ്ഞത്? ഇവിടെ നിങ്ങള് നേർക്ക് നേരെ ഓരോ മഹാന്മാരെ വിളിച്ച് എമ്പാടും കേൾക്കുമ്പോ ഇങ്ങനെ കേൾക്കുള്ളൂ. മറ്റെങ്ങനെ സാധാരണ പരി പോയി ഓതി പോകുമ്പോ അർത്ഥം ആലോചിക്കൂല. ഇവിടുന്ന് അർത്ഥം കിട്ടുള്ളൂ. നിങ്ങൾ കേൾക്കി ആയിക്കോട്ടെ, ഭയതും പറയണ്ടേ, ആയിക്കോട്ടെ, നിങ്ങൾ കേട്ടോളി, നിങ്ങൾക്ക് വേണം വഴുതേക്കുക. അപ്പൊ ഇവിടെ ഷറഫ് അലാമിലൂടെ, മങ്കൂസിലൂടെ, ബർസൻജിയിലൂടെ, ബദർ മൗലീദിലൂടെ, കുതുബിയത്തിലൂടെ, റാത്തീബിലൂടെ എന്തെല്ലാം ചൊല്ലണത്? ഈ ഇസ്തിസ്ഖി ഒന്നല്ലല്ലോ, അതിനപ്പുറത്തല്ലേ ഈ ഷറഫ് അലാ മൗലീദ്. ഷറഫ് അലാ മൗലീദ് അസ്ലഖ ബൈത്ത്. ഈ അസ്ലഖ ബൈത്ത് എന്താ പറഞ്ഞത്? عبدك المسكين يرجو فضلك الجم الغفير فيك قد أحسنت ظني يا بشير يا نذير فأغثني وأجرني يا مجير من السعير يا غياثي يا ملاذي في ملمات الأمور. ഒരു ഇസ്തിസ്ഖി കൊണ്ട് ന്യായീകരിക്കാൻ പറ്റിയ വരിയാണോ ഇത്? ഇസ്തിസ്ഖി കൊണ്ട് ന്യായീകരിക്കാൻ പറ്റിയ വഴിയാണോ ഇത്? എന്താ പറഞ്ഞത്? നബിയേ, താങ്കളുടെ മിസ്കീനായ അടിമയാണ് ഞാൻ. സാധാരണ നിങ്ങൾ ആലോചിക്ക്, വീട്ടിൽ മുസ്ലിയാക്കന്മാരെ വിളിച്ചുകൊണ്ടെന്ന് ചൊല്ലിപ്പിക്കുന്ന ഷറഫ് അലാ മൗലീദ് അസ്ലഖ ബൈത്തിൽ 13ാമത്തെ വരി എന്താ പറഞ്ഞത്? നബിയേ അബ്ദുക്കൽ മിസ്കീൻ യർജു, അങ്ങയുടെ മിസ്കീനായ സാധുവായ അടിമയിത അങ്ങയുടെ ഔദാര്യം കാംക്ഷിക്കുന്ന നബിയേ. ഫദ്ലക്കൽ ജമ്മൽ ഗഫീർ, താങ്കളുടെ ധാരാളമുള്ള ഔദാര്യമിതാ നബിയേ, താങ്കളുടെ സാധുവായ അടിമ കാംക്ഷിക്കുന്നു. നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്താ ചൊല്ലുക? അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്, പടച്ചോനെ നിന്റെ ഫദ്ല് ഞാൻ ചോദിക്കുന്നു. വീട്ടിൽ എന്താ ഫ്രെയിം ചെയ്ത് തൂക്കിയത്? ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഫദ്ലാണ്, ഔദാര്യമാണ്. ഷറഫ് അലാമിൽ എന്താ? നബിയെ, താങ്കളുടെ ഫദ്ലാണ് താങ്കളുടെ സാധുവായ ഈ അടിമ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്ത് വേണം? ഫഅഗ്ഹിസ്നി വഅജിർനി യാ മുജീറു മിനസ് സഈർ യാ ഗിയാസി യാ മലാദി ഫീ മുലിമാത്തിൽ ഉമൂർ. അതിനാൽ നബിയെ, അങ്ങനെ സഹായിക്കണേ, അങ്ങനെയൊക്കെ അഭയം നൽകണേ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന നബിയെ, താങ്കൾ എനിക്ക് അഭയം നൽകണേ. സഹോദരൻ, എന്തു ന്യായ? ഇതാണോ മദ്ഹ്? ഇതാണോ ഇസ്തിസ്ഖി തെളിവ്? ഇതാണോ തവസ്സുല്? ഇതാണോ നിങ്ങൾ പറഞ്ഞ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആശയം? ഒരിക്കലുമല്ല. ഇനി മങ്കൂസക്ക് പോയാലോ? മങ്കൂസക്ക് പോയാൽ വേറൊരു രസം കൂടി ഉണ്ട്. മങ്കൂസ് ഇവിടെ നബിയോടാണെങ്കിൽ മങ്കൂസിന് ബിംബങ്ങളോട് വരെയുള്ള ചില തേട്ടങ്ങൾ അവിടെ കാണാൻ കഴിയും. ന്യായം പറയുമെന്ത്? അതിനപ്പുറത്ത് എന്ന് പറഞ്ഞ് മക്കത്തെ അബൂജഹൽ പാടിയ പാട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പാട്ട് മങ്കൂസ് മൗലിദ് കാണാം. എന്ന് പറഞ്ഞ മങ്കൂസ് മൗലിദിൽ എന്താ? അബൂജഹൽ അന്ന് പാടിയ പാട്ടാണ്. ചിലപ്പോൾ അബൂബക്കറിനെ കൊണ്ട് പാടിപ്പിക്കണത്. നിർത്തൂല കഴിഞ്ഞില്ലേ? നിങ്ങൾ നന്നാവോളം പറയും. നിങ്ങൾ ഒന്നൊക്കെ നിങ്ങൾ നന്നാകുക, അല്ലെങ്കിൽ നിങ്ങൾ ശിർക്ക് പ്രചരിപ്പിക്കാൻ നിർത്തുക. അപ്പൊ വഴി നിൽക്കും. അതുവരെ നിർത്താൻ പറ്റില്ലല്ലോ. അപ്പൊ അന്ന് അബൂജഹൽ പാടിയ പാട്ടാണ് എന്ന് അന്ന് ബിംബം തലകുത്തി വീണപ്പോ അബൂജഹൽ പാടിയ പാട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ മുസ്ലിമീങ്ങളെ പെരുകൊടുത്തൊരു മൂലമാര് പാടുക. എന്ത്? അയാ സോനമൽ ഈദില്ലദീ സഫഹുലഹു, ചുറ്റുഭാഗം ഒരുമിച്ച് കൂടി സൊഫായി നിൽക്കുന്ന ബിംബമേ, എന്തു പറ്റി നിനക്ക്? ബിംബത്തോട് ചോദിക്കുക, ബിംബമേ നിനക്ക് എന്തു പറ്റി? എന്തേ ഗാനം? എന്തു പറ്റി ബിംബമേ, നീ തലകുത്തി വീണിരിക്കുന്നു, എന്തേ സംഭവിച്ചത്? പറയൂ. ആരോട്? ബിംബത്തിനോട്. ബിംബത്തിനോട് പറയാ, പറയൂ ബിംബമേ, എന്തു പറ്റി? എന്തേ നീ തലകുത്തി വീണു? നിനക്കെന്തേ സംഭവിച്ചത്? നീയല്ലേ ഞങ്ങളെ കുറിച്ച് കാര്യപ്പെട്ട ആള്. ഇനിയോ ഇങ്ങനെ പാടിയിട്ട് അപ്പോൾ ചൊല്ലിക്കോലോ. ഇത് ജവാബ് ചൊല്ലിക്കുന്ന ബൈത്തായത്. അതിലെന്താ പറഞ്ഞത്?
അല്ലയോ വിഗ്രഹമേ, ഞങ്ങൾ ചെയ്ത തെറ്റുകൊണ്ടാണ് നീ പറഞ്ഞു വീണതെങ്കിൽ ഞങ്ങൾ തെറ്റു സമ്മതിച്ച് മടങ്ങി വരാൻ തയ്യാറാ ബിംബമേ. എന്തു പറ്റി നിനക്ക്? മാത്രമല്ല അതല്ല, നീ നിന്നനായി പരാജിതനായി വീണുപോയതാണെങ്കിൽ പിന്നെ നിന്നെ നേതാവാക്കാൻ ഞങ്ങളില്ല, നിന്നെ റബ്ബാക്കാൻ ഞങ്ങളില്ല എന്ന് അന്ന് അബൂജഹൽ പാടി. ആ പാട്ട് എന്തിനാ ഇപ്പൊ അബൂബക്കറിന്റെ വീട്ടില് മുസ്ലിയാക്കന്മാര് പാടുന്നത്? അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ശിർക്കാണ്, ഇത് കുഫ്റാണ്, ഇത് ഖുറാഫാത്താണ്, ഇത് ബിദ്അത്താണ്, ഇത് കള്ളക്കഥയാണ്, ഇത് സമൂഹത്തെ നരകത്തിന്റെ വഴിയിൽ കൊണ്ടുപോകലാണ്, ഇത് ശിയായിസമാണ്, ഇത് അഹ്ലുസുന്നയല്ല. അവിടെ സുന്നത്തെ ജമാഅത്തിന്റെ പേരുകൾ ഇത് പറയരുത്. ഇത് സുന്നത്തുൽ ജമാഅത്തുമല്ല, ഇത് ശിയായിസമാണ്. മാലയിലൂടെ മൗലിദിലൂടെ ശുദ്ധ ശിയായിസം ഇവിടെ മുസ്ലിയാക്കന്മാർ ഹോൾസെയിലായും റീറ്റെയിലായും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ പണികൾ എന്ന് നിർത്തോ, അപ്പൊ ഞങ്ങളെ വാഴ നോക്കും. അതുവരെ ഞങ്ങളിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒന്നുകിൽ നിങ്ങൾ നന്നാകണം, അല്ലെങ്കിൽ ശിർക്ക് പ്രചരിപ്പിക്കാൻ നിർത്തണം. ആ രണ്ടാമതൊരു വഴി അതിനുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട് വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കാണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. അതെ, ഞാൻ ബോംബല്ല ചോദിക്കണം, മൈക്കാണ് ചോദിക്കുന്നത്, കയ്യിൽ തരെ. പിന്നെ നമുക്കൊന്ന് ഡയറക്റ്റ് ഇങ്ങനൊന്ന് സംസാരിച്ചാലോ? ഞാനൊരു കുറച്ച് പറയാം, പിന്നെ നിങ്ങൾ അരമണിക്കൂർ പറയാം. അത് ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് ഇങ്ങനൊന്ന് സംസാരിക്കല്ലേ നമുക്ക്? നേരത്തെ നിങ്ങൾ വയലാ പറഞ്ഞു. ഇപ്പൊ നമുക്ക് ഞാൻ ചോദിക്കട്ടെ, വിഷയം കിട്ടൂല, അതൊക്കെ അറിയാം. നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ പണിക്ക്. അപ്പൊ ചോദിക്കട്ടെ, ഇവിടെ ഷറഹ് സുർഖാനി നുണയാണോ പറഞ്ഞത്? അല്ലാഹു അല്ല. നിങ്ങൾ എന്തിന് കിതാബ് പഠിച്ചു? മുഖാമുഖത്തിൽ നടക്കുന്നു. ഷറഹ് സുർഖാനിയിൽ പറഞ്ഞ ഇബാറത്ത് അതിനെ കുറിച്ച് ചോദിച്ചപ്പോ അല്ലാഹു ആലെന്ന്. ഈ പണിക്ക് പറ്റൂലെങ്കിൽ വേറെ ആളെ ഏൽപ്പിച്ചൂടെ? ഷറഹ് സുർഖാനിയിൽ ആ വിഷയത്തെ സംബന്ധിച്ച് സ്വഹാബി വര്യനാണ് ഖബറിങ്ങൽ പോയത് എന്ന് പറഞ്ഞ വിഷയം സംബന്ധിച്ച് ഞാൻ ചോദിച്ചപ്പോ ആ കാക്ക പറയണ അല്ലാഹു ആലെന്ന്. ഈ കാക്ക അതേ പറയുള്ളൂ. ഈ കാക്ക അതേ പറയൂ. ശരി, ഷറഹു സുർഖാനിയില് ഇപ്പൊ കണ്ട മൈക്ക് ബോംബാക്കണ്, ഇതാ പ്രശ്നം. മൈക്ക് ബോംബാക്കുക, അതാ പ്രശ്നം. ഇനി അവിടെ ഇരിക്കും. ഇപ്പൊ ചോദ്യമല്ലേ ഷറഹു സുർഖാനി നോണയാണോന്ന്? ഷറഹു സുർഖാനി ഈ വരി എങ്ങനെ കേറിക്കൂടി എന്ന് ആദ്യം പരിശോധിക്കണം. ചിലപ്പോ നിങ്ങളെപ്പോലത്തെ മൂലമാർ എഴുതിക്കൊണ്ടിട്ട് തിരികെ വെച്ചതാകാൻ സാധ്യത ഉണ്ട്. നിങ്ങളെപ്പോലത്തെ 7 മുസ്ലിയാക്കന്മാർ 10, 50, 100 കൊല്ലം മുമ്പ് ഒരു പക്ഷേ എഴുതിക്കൊണ്ട് വെച്ചതാണോ നമുക്കറിയില്ല. ഇനി അതിലൊരു അബദ്ധം പറ്റിയതാണോ നമുക്കറിയില്ല. അതുകൊണ്ടാണ് അല്ലാഹു എന്ന് പറഞ്ഞത്. നീ ഷറഹു സുർഖാനി എന്തേ ഉള്ളൂ? ശരി, ഷറഹു സുർഖാനി എന്താ ഉള്ളത്? കമാ ഇൻദ സൈഫ്, സൈഫിന്റെ കിതാബിൽ ഉള്ളത് പോലെ. അവിടെ ഉണ്ടോ? ഇല്ല. അവിടെ ഇല്ല, കഴിഞ്ഞില്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ യഥാർത്ഥത്തില് സൈഫിന്റെ കിതാബിലില്ല, ഒരു കിതാബിലുമില്ല, ഒരു കിതാബിലുമില്ല. അത് കാഞ്ഞങ്ങാട് വെറുതെ പൊട്ടിച്ചോന്നല്ല, ധൈര്യസമയം തന്നെ പറഞ്ഞ ലോകത്തൊരു കിതാബിലില്ല. അത് ഈ കണ്ട ഷറഹു സുർഖാനിയൊക്കെ കണ്ടിട്ട് തന്നെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു സ്വഹാബിയും നബിയുടെ ഖബറിൽ ചെന്ന് നബിയോട് മഴയ്ക്ക് തേടിയിട്ടില്ല, നബിയോട് ഇസ്തിഗാസ ചെയ്തിട്ടില്ല. നിങ്ങൾ പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള തവസ്സുലുകൾ ഒരു സ്വഹാബിയും നബിയോട് ചെയ്തിട്ടേ ഇല്ല. അതല്ലേ ഇമാം സുയൂത്തി അല്ലംബിത്യമായി പറഞ്ഞത്. കേട്ടോടി താഹിർ മുസ്ലിയാർ, കേട്ടോടി, കുറച്ചുകൂടി കേൾക്കും. തീർച്ചയായും സഹാബിമാർ പലപ്പോഴായി അവർക്ക് ക്ഷാമമുണ്ടായിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം സഹാബിമാർക്ക് ഒരുപാട് വിപത്തുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു സഹാബിയും വന്നിട്ടില്ല, മഴയെ തേടിയിട്ടില്ല, ഇസ്തിഗാസ ചെയ്തിട്ടുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ ഖബറിന് സമീപത്ത് വന്ന് ഒരു സ്വഹാബിയും മഴയെ തേടിയിട്ടില്ല, ഒരു സ്വഹാബിയും ഇസ്തിഗാസ ചെയ്തിട്ടില്ല. എന്നിട്ട് ഫഖ്തദി അയ്യുഹൽ മുസ്ലിമു, ഫഖ്തദി അയ്യുഹൽ മുസ്ലിമു, അല്ലയോ മുസ്ലിമേ നീ പിന്തുടരണേ ബിസലഫിക സ്വാലിഹി, നിന്റെ സ്വാലിഹീങ്ങളായ മുൻഗാമികളെ പിൻപറ്റണേ. ഇൻ കുൻത അബ്ദല്ലാഹ്, നീ അല്ലാഹുവിന്റെ അടിമയാണെങ്കിൽ, നീ അല്ലാഹുവിന്റെ അടിമയാണെങ്കിൽ ആ സലഫു സ്വാലിഹീങ്ങളെ മാർഗം പിൻപറ്റണേ. വതഹഖഖ തൗഹീദൽ ഖാലിസ, ശരിയായ തൗഹീദിനെ സാക്ഷാത്കരിക്കണേ.
എന്നാ പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. അല്ലാണ്ട് അവിടെ പോയി തേടിക്കോ, അവിടെ പോയി ഇസ്തിഗാസ ചെയ്തോ, അവിടെ പോയി തവസ്സുൽ ചെയ്തോ എന്ന് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരിൽ ഒരു പണ്ഡിതരും പഠിപ്പിച്ചിട്ടില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ കൊണ്ടെടുക്കുന്ന ശിർക്കൻ വിശ്വാസങ്ങൾക്ക്, നിങ്ങൾ കൊണ്ടെടുക്കുന്ന തലതിരിഞ്ഞ ആശയങ്ങൾക്ക്, നിങ്ങൾ കൊണ്ടെടുക്കുന്ന ഷിയായിസത്തിന്, നിങ്ങൾ കൊണ്ടെടുക്കുന്ന സൂഫിസത്തിന് അഹ്ലുസുന്നയുടെ ഒരു പണ്ഡിതന്റെയും പിൻബലമില്ല. ഒരൊറ്റ ഇമാമിന്റെ, ഇമാം ഷാഫിയുടെയോ ഇമാം അബൂ ഹനീഫയുടെയോ ഇമാം മാലിക്കിന്റെയോ ഇമാം അഹ്മദിന്റെയോ അതേപോലെ ഇമാം ബുഖാരി ഇമാം മുസ്ലിം അടക്കമുള്ളവരുടെയോ, ഇനി വേണ്ട അശ്അരി ഇമാം മാതുരി ഇമാം അടക്കമുള്ളവരുടെയോ ഒരു ഇമാമിന്റെയും പിൻബലം നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ശിർക്കൻ വിശ്വാസത്തിനില്ല. നിങ്ങൾ കൊടുക്കുന്ന മാലപ്പാട്ടിനില്ല, മൗലീദിനില്ല, കുത്തുബിയത്തിനില്ല, റാത്തീബിനില്ല. ഒക്കെ ഷിയായിസ. പിന്നെ ഒച്ചപ്പാടും വെള്ളാക്കി തുള്ളിച്ചാടില്ല, വേറെ നിർവാഹമില്ല. വേറെ ഒരു വഴിയില്ല മുസ്ലിയാരെ. തുള്ളിച്ചാടില്ലാത്ത വേറെ നിർവാഹമൊന്നുമില്ല. തല മറച്ചുകൊണ്ട് കാര്യമില്ല. ഇവിടെ ഈ വിശ്വാസം പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. തലയെക്കെട്ടിനുള്ളിൽ മറച്ചു വെക്കാൻ പറ്റിയ വിശ്വാസമൊന്നല്ല ഇത് പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ വിഷയാധിഷ്ഠിതമായി ചോദിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. നമുക്ക് തെളിഞ്ഞു. നിങ്ങൾ കൊണ്ടെടുക്കുന്ന മാലമൊഴി ഇത്ര അധികം അത് ശരിയല്ല, കള്ളത്തറ ഞങ്ങൾ ഇത്ര പ്രഖ്യാപിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് അതങ്ങനെ അല്ല എന്ന് പറയാൻ നിങ്ങൾ ശ്രമിച്ചില്ലല്ലോ. അപ്പൊ ഏതായാലും നിങ്ങൾക്ക് അസലില്ല എന്ന് ഇപ്പൊ തെളിഞ്ഞിട്ടുണ്ട്. മാലമൊഴി ഷിയായിസ തെളിഞ്ഞിട്ടുണ്ട്, അത് സുന്നത്തമായത്തിന് ബന്ധമില്ലാത്ത തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി സഹോദരന്മാരെ, ഈ വിശ്വാസം കൂടി നിങ്ങൾ ഒഴിവാക്കിയാൽ മതി. CM സ്മരണികയിൽ നിങ്ങളെ സാക്ഷാൽ കാന്തപുരം മുസ്ലിം അടക്കമുള്ള ഉള്ളാൽ തങ്ങൾ അടക്കമുള്ള അമേനത്ത് കുഞ്ഞിസീനിക്കോയ തങ്ങൾ അടക്കമുള്ള MA അബ്ദുൽ ഖാദിർ മുസ്ലിം അടക്കമുള്ള ആളുകൾ ചേർന്നെഴുതിയ ഈ സ്മരണികയിലാണ് പറഞ്ഞത്, അള്ളാഹു കാണും പോലെ മഹാന്മാര് കാണും, അള്ളാഹു കേൾക്കും പോലെ മഹാന്മാര് കേൾക്കും, അള്ളാഹു പ്രവർത്തിക്കും പോലെ മഹാന്മാര് പ്രവർത്തിക്കും. ഈ ആശയമാണ് മാലമൗലിദിലുള്ളത്. ഇത് രണ്ടും അനിസ്ലാമികമാണ്. അതുകൊണ്ട് വേണമെങ്കിൽ പരലോകം രക്ഷപ്പെടണോ, സ്വർഗം വേണോ, നരകത്തെ പേടിയുണ്ടോ, ചിന്തിക്കണേ എന്നെ സൂചിപ്പിക്കാനുള്ളൂ. ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഫാറൂഖ്. എൻ്റെ ചോദ്യം, ഈ അനാചാരം നടക്കുന്ന ചടങ്ങ്, അതായത് ബുർദ മജ്ലിസ് നടക്കുന്നൊരു വിവാഹത്തിൽ നമ്മൾ പങ്കെടുക്കുന്നത് ഇസ്ലാമിക വിരുദ്ധമാണോ? ഒന്ന്. അതുപോലെ തന്നെ എല്ലാവരും കൂടി അവിടെ ബഹളം ഉണ്ടാക്കില്ല. ആ സഹോദരൻ ചോദിക്കട്ടെ, നിങ്ങളവിടെ ഇരിക്കും, നിങ്ങൾക്ക് അവസരം തരും. അവിടെ ഇരിക്കുസ്താദേ. ഇമാം ബൂസൂരിയെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല കാഫിറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് അദ്ദേഹത്തോട് അഭിമുഖത്തിൽ ചോദിച്ചപ്പോൾ ഇർത്തഖബത്വ അലല്ലാത്ത വരിയാണ് അദ്ദേഹം പറഞ്ഞത്, ഷർത്ത് പാലിച്ചുകൊണ്ട്. അതുപോലെ ശിർക്കൻ വരികൾ എഴുതിയ ആളുകൾ തൗബ ചെയ്യാതെ മടങ്ങിയെങ്കിൽ അവർക്കും അതേ വിധിയല്ലേ? സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രോഗ്രാം ഏതെങ്കിലും രൂപത്തിൽ അലങ്കോലപ്പെടുത്തുന്നതിന് വേണ്ടി വന്നിട്ടുള്ള ചുരുങ്ങിയ ആളുകൾ മാത്രമേ ഉള്ളൂ. അവരെ സ്വയം നിയന്ത്രിച്ചാൽ മതി. സദസ്സിലുള്ള മുജാഹിദ് പ്രവർത്തകരൊക്കെ ഇരിക്കുക. ഇവിടെ അലങ്കോലപ്പെടുത്താൻ വരുന്ന ആളുകളെ വളരെ കൃത്യമായി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മുജാഹിദ് പ്രവർത്തകർ ദയവ് ചെയ്ത് അവരവരുടെ സീറ്റിലിരിക്കുക. മുജാഹിദ് പ്രവർത്തകർ ദയവ് ചെയ്ത് സീറ്റിലിരിക്കുക. അലങ്കോലപ്പെടുത്താൻ വരുന്ന ആളുകൾ അതാരാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഈ സൈഡിലുള്ള സ്റ്റേജിന്റെ വലതുഭാഗത്തുള്ള ആളുകൾ സീറ്റിലിരിക്കുക. വളണ്ടിയേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സഹോദരന്റെ ചോദ്യത്തിന് ഉത്തരം പറയുകയാണ്. അതിനുവേണ്ടി ഫൈസൽ മൗലവി ക്ഷണിക്കുന്നു. ശരി, ശ്രദ്ധിക്കാം. അവിടെ ഇരുന്നോളി. ഒക്കെ നല്ല അല്ലെങ്കിലൊക്കെ നല്ലതാണ്. ഒക്കെ എഴുന്നോളി. ഇവിടെ ഒരു സാധാരണക്കാരൻ പഠിക്കാൻ വേണ്ടി രണ്ട് വിഷയം. ഒന്ന് ബുർദയുമായി ബന്ധപ്പെട്ടാണ്. ബുർദ ചൊല്ലുന്ന പതിവ് നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമായിട്ടുണ്ട്. വിവാഹത്തിലുണ്ട്, വീട് താമസിക്കുന്നിടത്തുണ്ട്. അതേപോലെ ചില പ്രത്യേകമായ സന്ദർഭങ്ങളിലൊക്കെ ബുർദ ചൊല്ലുന്ന ഒരു രീതി ഇപ്പൊ വ്യാപകമായി മുസ്ലിയാക്കന്മാർ പ്രചരിപ്പിക്കുന്നുണ്ട്. ബുർദയിൽ ഒരുപാട് കള്ളക്കഥകൾ ബുർദയിലുണ്ട്. ശിർക്കൻ വിശ്വാസങ്ങൾ ബുർദയിലുണ്ട്. ഒരടിസ്ഥാനവുമില്ലാത്ത ധാരാളം സംഭവങ്ങൾ ബുർദയിൽ പറയുന്നുണ്ട്.
തുടക്കം തന്നെ അമിന്തദകുരി ജീറാനിൻ ബിദി സലമി മജതദം അൻജറാമി മുഖലതിൻ ബിദമി അംഹബതി റീഹു മിൻ തിൽഖാഇ കാലിമതി വഅൗമദൽ ബർഖു ഫിൽ ളുൽമാഇ മിൻ ഇദമി എന്ന് പറഞ്ഞിട്ടാണ് ബുർദയുടെ തുടക്കം തന്നെ. അഥവാ നബിയെ ഒരു കാമുകിയായി കണ്ട് ആ കാമുകിയോട് സംസാരിക്കുന്ന ആലങ്കാരിക പ്രയോഗമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അത് കൊണ്ടുവരുന്നത്. അവിടെ പറയുന്നു സലമിലെ ആ കാമുകിയെ ഓർത്തിട്ടാണോ കണ്ണിൽ നിന്ന് കണ്ണുനീരിനു പകരം രക്തം വന്നുകൊണ്ടിരിക്കുന്നത്? അതല്ല, കാലിമയുടെ ഭാഗത്ത് നിന്ന് കാറ്റടിച്ച് വീശുമ്പോൾ കാമുകിയുടെ ഗന്ധം കിട്ടുകയാണോ? ഇളം പ്രദേശത്ത് നിന്ന് മിന്നൽപ്പിള്ളുണ്ടാകുമ്പോൾ കാമുകിയുടെ മുഖം കാണുന്നുണ്ടോ? എന്തേ താങ്കൾ കണ്ണുനീരല്ലല്ലോ ചോരയാണല്ലോ വരുന്നത്? അവിടെ അങ്ങ് തുടങ്ങിയിട്ട് ഒരുപാട് കള്ളക്കഥകൾ ഈ ബുർദബേത്തിൽ കാണാൻ കഴിയും. فإن من جودك الدنيا وضرتها ومن علومك علم اللوح والقلم فإن من جودك നബിയെ താങ്കൾ ഔദാര്യമാണല്ലോ. എന്ത്? അദ്ദുന്യാ വളറതഹാ, ദുനിയാവും പരലോകവും താങ്കളുടെ ഔദാര്യമാണല്ലോ നബിയെ. വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. നിങ്ങൾ ഇരുന്നോളി. ഈ പരിപാടി നടക്കാൻ നമ്മൾ ലക്ഷ്യം മുജാഹിദിലേക്ക് മൂലമ ഒറ്റക്കൊച്ചുണ്ടായിക്കോട്ടെ, അവരാവശ്യം ഈ പ്രോഗ്രാം നടക്കാതെക്കല, നമ്മൾ ആവശ്യം നടക്കല. അതുകൊണ്ട് മൂസ മൂസ അവിടെ മോലമ്മർ എന്തേം കാട്ടിക്കോട്ടെ, എന്തേം കാട്ടിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, അതാണ് സഹിച്ചാൽ മതി. അതുകൊണ്ട് ഇവിടെ പറയുമോ ശൈഖ് നബിയെ താങ്കളുടെ ഔദാര്യമാണല്ലോ. ഫഇന്ന മിൻ ജൂദിക ദുനിയാ വളറതഹാ, ദുനിയാവും അതേപോലെ പരലോകവും നബിയെ താങ്കളുടെ ഔദാര്യമാണല്ലോ. വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി, നബിയുടെ വിജ്ഞാനത്തിൽ നിന്നാണ്, നബിയുടെ അറിവിൽ നിന്നാണ് ലൗഹിന്റെയും കലമിന്റെയും വിജ്ഞാനം, പേനയുടെയും ലൗഹുൽ മഹ്ഫൂദിന്റെയും വിജ്ഞാനം നബിയുടെ ഔദാര്യത്തിൽ നിന്നാണ്. ഇങ്ങനെ നബിയെ കുറിച്ച് കള്ളക്കഥ പറയുന്ന സദസ്സിൽ നമ്മൾ എങ്ങനെ പങ്കെടുക്കുക? നമ്മളെങ്ങനെ പങ്കെടുക്കുക? നമ്മളൊരാളെ പറ്റോ, നമ്മളെ ഉമ്മാനെ പറ്റോ, വാപ്പാനെ പറ്റോ ഇല്ലാത്ത കുറെ കഥ പറഞ്ഞോട്ട് നമ്മൾ കേട്ടിരിക്കോ? എങ്കിൽ അവരെക്കാളേറെ, ലോകത്തെല്ലാ സൃഷ്ടികളെക്കാളേറെ നാം സ്നേഹിക്കേണ്ടുന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് കള്ളക്കഥകൾ പറയുന്ന ഈ വരിയിൽ അതിൽ നമ്മൾ പങ്കെടുക്കുക ഏതാന്നാൽ നമുക്ക് വകുപ്പില്ല. കല്യാണം വേറെ, ബുർദ വേറെ. കല്യാണത്തിന് പങ്കെടുക്കുക എന്നല്ലാതെ ബുർദയുമായി ബന്ധം സ്ഥാപിക്കാൻ നമുക്കില്ല. ഈ അത് പറയുമ്പോ ഇവര് പറയുന്ന മറ്റൊരു നുണയാണ്. ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ല ഇമാം ബുസൂരി കാഫിറാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് സാധാരണ പറയാറുണ്ട്. അത് ഷെയ്ഖിന്റെ കാലം മുതൽ ചില ആളുകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങിയ മറ്റൊരു നുണയാണ്. ഇങ്ങനെ നുണ പ്രചരിപ്പിക്കപ്പെടുന്നുവെന്ന് ഷെയ്ഖിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ താൻ പറയാത്തത് താൻ പറഞ്ഞുവെന്ന് തന്നെ കുറിച്ച് പ്രചരിക്കുന്നുവെന്ന് കേട്ടപ്പോൾ, കാരണം എന്താ, ഒരു വ്യക്തിയെ പേരെടുത്തുകൊണ്ട് അയാൾ കാഫിറാണെന്നോ അയാൾ മുസ്ലിമാണെന്നോ പറയാൻ നമുക്ക് അവകാശമില്ല. അതുകൊണ്ട് ഷെയ്ഖിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ അദ്ദേഹം പറയാ, എന്നെ കുറിച്ച് മൊത്തം ഇവിടെ ശിർക്കിന്റെ അഹ്ലുകാരായ കുബൂരികളായ ആളുകൾ എന്നെ കുറിച്ച് ഇതാ മൊത്തം 12 ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹം ഇവിടെ എന്നെ കുറിച്ച് വഷളാക്കാൻ വേണ്ടി പ്രചരിപ്പിക്കുന്ന മസാലകൾ മൊത്തം 12 അതിൽ ചിലത് വ്യക്തമായ കളവാകുന്നു. അതേതാ കളവ്? മദ്ഹബിന്റെ കിതാബൊക്കെ ബാത്തിലാന്ന് ഞാൻ പറയുന്നുണ്ട് എന്ന് എന്നെ പറ്റി പറയുന്നത് കളവാകുന്നു. കഴിഞ്ഞ 600 കൊല്ലത്തെ മുസ്ലിമീങ്ങൾ ഒന്നുമല്ലെന്ന് ഞാൻ പറയുന്നു എന്ന് പറയുന്നു, അത് കളവാകുന്നു എന്നൊക്കെ പറഞ്ഞ് ആ കൂട്ടരെ അതേപോലെ എന്നെ കുറിച്ചുള്ള മറ്റൊരു കളവാണ്, ഇന്നി ഉകഫിറു മൻ തവസ്സല ബിസ്സാലിഹീന, സ്വാലിഹീങ്ങളെ കൊണ്ട് തവസ്സുലാക്കിയവൻ കാഫിറാണെന്ന് ഞാൻ പറയുന്നുണ്ട് എന്ന് പറയുന്നു, അത് കളവാണ്. വഖൗലുഹു, ഇത് ശ്രദ്ധിച്ചോളൂ ചോദ്യകർത്താവ് ശ്രദ്ധിച്ചോ, ഇന്നി ഉകഫിറു അൽ ബൂസൂരിയ, ബൂസൂരിയെ ഞാൻ കാഫിറാണെന്ന് പറയുന്നു എന്ന് എന്നെ കുറിച്ച് പറയുന്നു. യാ അക്രമൽ ഖൽഖി, യാ അക്രമൽ ഖൽഖി എന്ന പദ്യത്തിന്റെ പേരിൽ ബൂസൂരിയെ ഞാൻ കാഫിറാക്കുന്നുണ്ട് എന്ന് എന്നെ കുറിച്ച് പറയുന്നു, അതും കളവാകുന്നു എന്നിങ്ങനെ 12 എണ്ണിയിട്ട്
ഷെയ്ഖ് പറയാ ഫഹാദിഹി ഇസ്നത അശ്റ മസ്അല, ഇതാ 12 വിഷയങ്ങൾ. ഈ വിഷയങ്ങൾ ജവാബി ഫീഹാ, ഇതിലെല്ലാം എന്റെ മറുപടി എന്താ? നഖൂല സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അളീം, ഇത് വമ്പിച്ച അപരാധം തന്നെയാണ് എന്ന മറുപടിയാണ് എനിക്കതേക്കുറിച്ച് പറയാനുള്ളത് എന്ന് ഷെയ്ഖ് മുഹമ്മദ് വഹാബ് റഹിമഹുല്ലാഹ് തന്നെ നേർക്കുനേരെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നിട്ടും ആ കളവ് ഇപ്പോഴും പ്രചരിപ്പിക്കുന്നു. അത് നിർവാഹമില്ല. ഏതായിരുന്നാലും ശരി, മാലകൾ, മൗലീദുകൾ, റാത്തീബുകൾ, കുത്തുബിയത്തുകൾ, സമാനമായ പദ്യങ്ങൾ, ഗദ്യങ്ങൾ, പദ്യഗദ്യ സമ്മിശ്രങ്ങൾ, അവ കള്ളക്കഥകളാണ്, അവ അനിസ്ലാമികമാണ്, അവയിൽ ശിർക്കുണ്ട്, അവ ബിദ്അത്താണ്, അത് അഹ്ലുസുന്നക്ക് പരിചയമില്ല, അതിൽ ഒരുപാട് കെട്ടുകഥകളുണ്ട്, അതിൽ അനിസ്ലാമികമായ ആശയങ്ങൾ ധാരാളമുണ്ട്. റഹ്മാനായ റബ്ബിനെ പോലും മികഴ്ത്തുന്ന വരികൾ അതിൽ കടന്നുകൂടിയിട്ടുണ്ട്. അത് ഷിആയിസമാണ്, അത് സൂഫിസമാണ്, അതിന് സമസ്ത കൊണ്ടുവന്നതാണ്. അല്ലാതെ അഹ്ലുസുന്നക്ക് പരിചയമില്ല. സമസ്ത പ്രചരിപ്പിക്കുന്ന വിശ്വാസ കാര്യങ്ങളിൽ ഇന്ന് ലോകത്ത് അവർ പ്രചരിപ്പിക്കുന്ന വിശ്വാസത്തിൽ അഹ്ലുസുന്നയുടെ ഒരു ഇമാമിന്റെ പോലും പിൻബലം അവർക്കില്ലേ ഇല്ല എന്ന് ആവർത്തിച്ച് ഇവിടെ വ്യക്തമാക്കുന്നു. ചോദ്യകർത്താക്കൾ ആ വിഷയത്തിലേക്ക് വരാത്തത് കൊണ്ട് തന്നെ അവരും അത് അംഗീകരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ പറയണല്ലോ ഇതൊന്നും ശരിയല്ല, നിനക്കുണ്ട് എന്നൊരു പറയണമല്ലോ. പിന്നെ ഒരു കളവും കൂടി നേരത്തെ പറഞ്ഞു. ബിലാൽ ഇബ്നു സൈഫ് എന്ന സ്വഹാബി, ബിലാൽ ഇബ്നു ഹാരിസ് എന്ന സ്വഹാബി നബിയുടെ ഖബറിൽ ചെന്ന് നബിയോട് ഇസ്തിഗാസ ചെയ്തു എന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതും നുണയാണ്, അതും നുണയാണ് എന്ന് പറഞ്ഞു. അത് നുണയല്ലെങ്കിൽ അവിടെ അത് പറയേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു അവർക്ക് ആകെ അവലംബം എന്താ? ശർഹു സുർഖാനിയിൽ പറഞ്ഞുവെന്നാണ്. ശർഹു സുർഖാനി എന്താ ഉള്ളത്? കമാ ഇൻദ സൈഫ്, സൈഫ് പറഞ്ഞതുപോലെ. സൈഫ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇനി കിട്ടേണ്ടത് എന്താ? സൈഫിന്റെ കിതാബ് കിട്ടണം, സൈഫിന്റെ കിതാബ് കിട്ടണം. എന്നിട്ട് സൈഫിന്റെ കിതാബിൽ സൈഫ് പറഞ്ഞിട്ടുണ്ടോ ബിലാൽ ഇബ്നു ഹാരിസ് അൽ-മുസ്നി എന്ന സ്വഹാബി നബിയുടെ ഖബറിൽ ചെന്ന് നബിയോട് ഇസ്തിഗാസ ചെയ്തു എന്ന് സൈഫ് ഇബ്നു അംറുൽ ലബ്ബി എന്ന ആ പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടോ? അതാണ് കിട്ടേണ്ടത്. ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സനദ് എന്താ? സ്വഹിയാണോ? അത് പിന്നെ നോക്കിയാൽ മതി. ഇപ്പൊ നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കിതാബ് ഉണ്ടെങ്കിൽ പിന്നെ സനദ് നോക്കേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ കിതാബിൽ തന്നെ സംഭവമില്ല, പിന്നെ എവിടുന്ന് സനദ് നോക്കാൻ? അതുകൊണ്ട് തന്നെ ഒരു സ്വഹാബിയും നബിയുടെ ഖബറിൽ വന്ന് മഴയെ തേടിയിട്ടില്ല. ഒരു സ്വഹാബിയും നബിയുടെ ഖബറിൽ വന്ന് ഇസ്തിഗാസ ചെയ്തിട്ടില്ല. അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് വഅന്ന സ്വഹാബത വഖദ് അജ്ദബു മർറാത്തിൻ വദഹമതുഹു നവാഇബു ബഅദ മൗതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹല്ലാ ജാഉ വസ്തസ്ഖൗ വസ്തഗാസു ഇൻദ ഖബ്രി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ സ്വഹാബി ക്ഷാമമുണ്ടായിട്ട്, പ്രയാസമുണ്ടായിട്ട് നബിയുടെ ഖബറിൽ വരികയോ മഴയെ തേടുകയോ ഇസ്തിഗാസ ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്ന് അൽ അംറു ബിൽ ഇത്തിബാ എന്ന കിതാബിൽ ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തി വെക്കുമ്പോൾ അതാണ് അസ്ല്. അതുകൊണ്ട് തന്നെ ഒരു സ്വഹാബിയും നബിയോട് ഇസ്തിഗാസ ചെയ്തിട്ടില്ല. ഒരു സ്വഹാബിയും നബിയുടെ ഖബറിൽ ചെന്നിട്ട് നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന രൂപത്തിലുള്ള ഒരു ശിർക്കും ഒരു ബിദ്അത്തും ഒരു ഖുറാഫാത്തും അവരാരും ചെയ്തിട്ടേ ഇല്ല. ഇന്ന് നിങ്ങൾ പ്രചരിപ്പിക്കാൻ എന്താ? ഖബറിൽ ഒരു കേൾക്കും, ഒരു എണീറ്റ് വരും, ഒരു ഓടി നടക്കും, ലോകത്ത് എവിടെ നിന്ന് വിളിച്ചാലും ഓടിയെത്തും എന്നൊക്കെ എന്നെ പഠിപ്പിക്കുന്നത്. വല്ല നിലത്തീനും എന്നെ വിളിപ്പോർക്ക് ബൈബിൾ അത് തീരം ചെയ്യും ഞാനെന്നോ പറഞ്ഞ ഏത് നാട്ടിൽ നിന്ന് വിളിച്ചാലും ശരി വായ കൂടും മുമ്പ് ഉത്തരം ചെയ്യുമെന്നാണ്. ഭാഷ പ്രശ്നമല്ല, സമയം പ്രശ്നമല്ല, ദേശം പ്രശ്നമല്ല, ആവശ്യം പ്രശ്നമല്ല. ലോകത്ത് എവിടുന്ന് വിളിച്ചാലും ശരി ആ വിളിച്ചവന്റെ വായ പൂടും മുമ്പ് ഷെയ്ഖ് ജീലാനി ഇറാഖിൽ നിന്ന് ബഗ്ദാദിൽ നിന്ന് തോട്ടശ്ശേരിയെ വിളിക്കും, ഉത്തരം ചെയ്യുമെന്നല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത്? ആ വിശ്വാസം ശുദ്ധ ശിർക്കാണ്. അത് നരകത്തിലേക്കുള്ള വിശ്വാസമാണ്, അഹ്ലുസുന്നയുടെ വിശ്വാസമല്ല. ഒരു സ്വഹാബിയെ കുറിച്ച്, ഒരു താബിഈയെ കുറിച്ച് അഹ്ലുസുന്നയുടെ ഒരൊറ്റ ഇമാമ് അത്തരം വിശ്വാസം പഠിപ്പിച്ചിട്ടില്ല. കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കട്ടിപ്പറഞ്ഞോ പറന്ന്, കണ്ണിൽ കാണാത്തതും കൽബിനകത്തുള്ളതും ഒക്കെ കണ്ടുകൊണ്ട് കണ്ടതുപോലെ കാട്ടിപ്പറയുന്ന ശൈഖാണെന്ന് പഠിപ്പിക്കുന്നു. ഇങ്ങനെ പഠിപ്പിക്കുന്നു. എന്റെ പേര് 1000 പ്രാവശ്യം വിളിച്ചാൽ അവന്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യാം എന്ന് മൊയ്തീൻ ശൈഖ് പറഞ്ഞു. ശൈഖിന്റെ പേരിൽ ശുദ്ധ നുണ ആരോ എഴുതി പ്രചരിപ്പിച്ചത് തമിഴ്നാട്ടിൽ നിന്ന് അത് കുത്തിക്കുടിച്ചുണ്ടാക്കിയിട്ട് അത് പ്രിന്റ് ചെയ്ത് പുറത്തിറക്കിയിട്ട് അത് വിശ്വസിക്കണമെന്നാണോ നിങ്ങൾ സമുദായത്തോട് പഠിപ്പിക്കുന്നത്? അള്ളാഹ് പഠിപ്പിച്ചതിനെതിരായിട്ട്, അള്ളാഹു റസൂൽ പഠിപ്പിച്ചതിനെതിരായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഏതൊരു കാക്ക എഴുതി വിട്ടിട്ട് അത് ഇവിടെ കുത്തുബീയത്തിന് കൊണ്ടുവന്നിട്ട് അത് വിശ്വസിക്കാൻ അവനെ കാലിയാകാൻ പറ്റൂല, ഓനെ ഖതീബാകാൻ പറ്റൂല, ഓനെ ഇവിടെ മുദരിസാകാൻ പറ്റൂല, ഓനെ പുത്തംവാദിയാണ് മുദ്ര കുത്തണം എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കുമ്പോ സഹോദര, ഈ തലതിരിഞ്ഞ വിശ്വാസം, ഈ ഷിആയിസം ഇതാണോ സുന്നത്തമായത്ത്? അതുകൊണ്ട് നിങ്ങൾ സുന്നത്തമായത്തിലേക്ക് മടങ്ങണമെന്നാണ് നിങ്ങളോടും സൂചിപ്പിക്കാനുള്ളത്. അഹ്ലുസുന്ന എന്നാൽ സ്വഹാബത്തിന്റെ
ഇത്തിഫാഖും നബിയുടെ സുന്നത്തുമാണ്. നബി തങ്ങളുടെ ചര്യകൾ സ്വഹാബത്തിന്റെ ഏകോപിച്ച അഭിപ്രായം അതിലെന്താണോ ഉള്ളത് അത് സ്വീകരിക്കുന്ന അഹ്ലുസുന്ന വൽ ജമാഅ. അല്ലാതെ തമിഴ്നാട്ടിൽ വന്ന കുത്തുബിയത്തും ബൂസൂരിയുടെ ബുർദബയത്തും മൊറോക്കിൽ വന്ന നാരിയാസുറാത്തും കോഴിക്കോട് നിന്നുണ്ടാക്കിയ മുഹീദ്ദീൻ മാലയും അതേപോലെ പൊന്നാനി നിന്നുണ്ടായി പറയപ്പെടുന്ന മങ്കൂസ് മൗലിദും ആരുണ്ടാക്കിയെന്നറിയാത്ത ബാക്കിയുള്ള മൗലിദ് കിതാബുകളും കുറെ പദ്യങ്ങളും ഗദ്യങ്ങളും പദ്യഗദ്യ സമ്മിശ്രങ്ങളും അതൊക്കെ ചെയ്താൽ എങ്ങനെ കൂട്ടരെ സുന്നത്തെ മഴത്താവുക? അത് ഷിയായിസമാണ്, അത് സുന്നത്തെ മഴത്തല്ല. അതുകൊണ്ട് സുന്നത്തിലുണ്ടോ ജമാഅത്തിലുണ്ടോ അത് സ്വീകരിക്കാം, അതിലില്ലേ അത് ഇസ്ലാമല്ല എന്ന് ആവർത്തിച്ച് ഇവിടെ ഇതാ ബോധ്യപ്പെടുത്തുന്നു. ഇനിയും ഇൻഷാ അല്ലാഹ് തന്നെയാണ് ഞങ്ങൾക്ക് എന്നും പറയാനുള്ളത്. റബ്ബ് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അടുത്ത ചോദ്യകർത്താവ് പെട്ടെന്ന് ചോദിക്കേ. മൈക്കൊന്ന് കൈ തരുമോ? ചോദിച്ചോളൂ, നിങ്ങൾക്ക് ശബ്ദം കേട്ടാ പോരെ. കൈ തന്നെ നമുക്ക് ചോദിച്ചോ ധൈര്യമായിട്ട് ചോദിക്കും. ആയിക്കോട്ടെ. മാലയും മൗലിദുകളൊന്നും ചെല്ലല് ശിർക്കാണെന്നാണല്ലോ ഇപ്പൊ നിങ്ങൾ തരും പറഞ്ഞേ, അല്ലേ? ശിർക്കുള്ളത് ശിർക്കാണ്. അപ്പൊ ശിർക്കില്ലാത്ത ഉണ്ട്, ശിർക്കല്ലാത്ത മാലയും മൗലിദും ഉണ്ട്. ഈ മാലയിലും മൗലൂദിലും ശിർക്കിന്റെ വരികളുണ്ട്, ശിർക്കല്ലാത്ത മാലയും മൗലൂദുകളും അത് ബിദ്അത്താണ്. ഒരാള് ശിർക്കല്ലാത്ത അതന്നെയല്ലേ ചോദ്യമാണ്. ഒരാള് ശിർക്കല്ലാത്ത, നിങ്ങൾ പറഞ്ഞു ശിർക്കുള്ളതും ഉണ്ട്, ശിർക്കല്ലാത്ത വരികൾ ഒരാൾ ചെല്ലിയാൽ കുഴപ്പമൊന്നുമില്ല. അതാണോ ചോദ്യം? കുഴപ്പമൊന്നുമില്ല. ശിർക്കല്ലാത്ത വരികൾ ചൊല്ലിയാൽ കുഴപ്പമില്ല എന്നാണോ നിങ്ങളുടെ ചോദ്യം? കുഴപ്പമില്ലല്ലോ, അതാണോ ചോദ്യം? അതായത് ഒറ്റവാക്കിൽ നീട്ടി മറുപടി പറയാനില്ല. അത് മറുപടി എങ്ങനെ പറയണം എന്നുള്ളത് ഇവിടുന്ന് തീരുമാനിച്ചോളാം. അൽഹംദുലില്ലാ, നല്ല ചോദ്യം. അപ്പൊ ഏതായാലും ഇനിയിപ്പോ മുസ്ലിയാർ സംശയം എന്താ അറിയോ? തൽക്കാലം ശിർക്കുള്ളൊക്കെ ഒഴിവാക്കാൻ ബാക്കി ചെല്ലാൻ പറ്റുമോ എന്നാ. അൽഹംദുലില്ലാ. അപ്പൊ ശിർക്കുള്ള ഉണ്ടെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. സമ്മതിക്കൊന്നും വേണ്ട, നിങ്ങൾ സമ്മതിക്കണ്ട. നിങ്ങൾ സമ്മതിക്കൂല. നേരത്തെ പറയാം, നിങ്ങൾ സമ്മതിച്ച കഴിഞ്ഞില്ലേ, നിങ്ങൾ സമ്മതിക്കൂല. പക്ഷെ നിങ്ങൾ മനസ്സിലായല്ലോ സംഗതി ശിർക്കുള്ള ഉണ്ട്. ഇനിയിപ്പോ ശിർക്കില്ലാത്ത ചെല്ലിയാൽ കുഴപ്പം, കുഴപ്പം തന്നെയാണ്. എന്നാലും കുഴപ്പമാണ്. ഒരു പ്രശ്നമില്ലാത്ത മാല ഒരു പേര് വരുന്നോട് കൂടി തന്നെ അത് ബിദ്അത്തായി മാറി. അതാ പ്രശ്നം. അതാണ് പറഞ്ഞുതരാം, കേട്ടോളി. മുസ്ലിയാക്കന്മാരൊക്കെ എന്തുകൊണ്ടാണ് പ്രശ്നം? ഒരു ശിർക്കുമില്ലാത്ത ചെല്ലിന് വിചാരിക്കാം, ഒരു ശിർക്കുമില്ല, ഒരു കള്ളക്കഥ എല്ലാം തന്നെയാണ്. എന്നാലും മൗലിദ് മാല എന്ന ആ സാങ്കേതികത്വത്തിൽ വരുന്നതോട് കൂടി തന്നെ അത് ബിദ്അത്തായി മാറി. അസുതന്നെ പഴിച്ചതാണ്. അതേപോലെ നേരത്തെ പറഞ്ഞത് മാല മൗലിദുകൾ ബിദ്അത്താണ്, അതിൽ ശിർക്കിന്റെ വരികളുണ്ട്. ഇനി ശരിയായി ഖുർആന്റെ ആയത്ത് മൗലിദിലുണ്ടല്ലോ, ഖുർആന്റെ ആയത്തിലുണ്ട്, മൗലിദ് കിതാബിൽ ഖുർആന്റെ ആയത്തുണ്ട്, ഹദീസിൽ ഖുർആൻ മൗലിദിലുണ്ട്. നബിയുടെ മുഅ്ജിസത്തുകൾ സ്ഥിരപ്പെട്ടവയുണ്ട്, നബിയുടെ മുഅ്ജിസത്തുകൾ സ്ഥിരപ്പെട്ടവ മൗലിദ് കിതാബിലുണ്ട്. ഉദാഹരണമായി മങ്കൂസ് മൗലിദിലുണ്ട്, സദഫനാമിലുണ്ട്. ആശയം അത് ഹദീസിൽ വന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ ചെല്ലുമ്പോൾ അത് ബിദ്അത്ത് തന്നെയാണ്. അതാ പ്രശ്നം. അതങ്ങളെ പറ്റി ഞങ്ങൾ സാധാരണ കാഞ്ഞങ്ങാടുന്ന് മിസ്ബാഹിക്ക് അവിടെ നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ യാസീൻ ഓതിയാൽ പോലും വകുപ്പ് വേറെ. മൗലിദൊന്നല്ല, നിങ്ങളുണ്ട് അൽഫാത്തിയാണ്, അതും ബിദ്അത്ത്. എന്താ ഫാത്തിഹ ബിദ്അത്തോ? ഫാത്തിഹ ബിദ്അത്തല്ല, നിങ്ങൾ ഓതുന്ന ഫാത്തിഹ ബിദ്അത്താണ്. അതാ പ്രശ്നം. അപ്പൊ ഇവിടെ എന്ത് ചെല്ലുന്നതല്ല ഇവിടെ വിഷയം. മാല മൗലീദുകൾ എന്ന സംസ്കാരം തന്നെ ഷിയാക്കൾ കൊണ്ടുവന്നു. മദ്ഹിങ്ങൾ പറഞ്ഞോളി, അതിനാർക്ക് നമുക്ക് പറഞ്ഞല്ലോ. പീസ് റേഡിയോയിൽ ഇഷ്ടം പോലെ മദ്ഹ് പറയുന്നുണ്ട്. മദ്ഹിനല്ല പ്രശ്നം. പീസ് റേഡിയോ തുറന്നു നോക്കി, എത്ര മദ്ഹുകളാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വങ്ങള്, സ്വഹാബത്തിന്റെ മഹത്വങ്ങള്, ഇമാം ബുഖാരിയുടെ മഹത്വം പറയാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 56 ക്ലാസ്സുകളാണ് പീസ് റേഡിയോ. 56 ക്ലാസ് ഇമാം ബുഖാരിന്റെ മഹത്വം പഠിപ്പിക്കാൻ. മദ്ഹിനല്ല ഇവിടെ എതിര്. ഇവിടെ സാറിനെ കാണിച്ച് സൂറിനെ കെട്ടിക്കാം, അതാ പ്രശ്നം. മദ്ഹിന്റെ മറവിൽ ഈ കെട്ടുകഥകൾ, കള്ളക്കഥകൾ അത് പ്രചരിപ്പിക്കുക, അല്ലാതെ ഉള്ളത് ഇല്ല എന്നല്ല പറഞ്ഞത്. ഇപ്പൊ കുത്തുബിയത്ത് കാണാം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഖുർആനിലെ ആയത്താണ്, അത് ആയത്തല്ല നമ്മൾ പറയും, അത് ആയത്തന്നെയാണ്. പക്ഷേ നിങ്ങൾ എന്തിനു കൊണ്ടെന്നു? നിങ്ങളെ ബിദ്അത്ത് സ്ഥാപിക്കാൻ. അവിടെയാണ് പ്രശ്നം. അവിടെ ചൊല്ലുന്ന വരിയിൽ ശിർക്കില്ലെങ്കിലും ശരി, മൗലിദി എന്ന ആ സാങ്കേതികത്വം കൂടി തന്നെ അത് ബിദ്അത്തായി മാറി. ഇനി അതിന്റെ ഉദ്ദേശം മാറുമ്പോൾ വീണ്ടും അതിന്റെ ഹുക്കുമുകളിൽ മാറ്റം വരികയും ചെയ്യും. അവിടെ ഞാൻ എന്തെങ്കിലും വകുപ്പ് ചെല്ലാണ്ടോ ഞാൻ ആലോചിക്കണ്ട. ശിർക്കൊക്കെ ഒഴിവാക്കി, ഖുറാഫാത്ത് ഒഴിവാക്കി, കള്ളക്കഥ ഒഴിവാക്കി, ഇനി കുഴപ്പമില്ലാത്ത ചെല്ലാലോ എന്ന് മുസ്ലിം ആലോചിക്കണ്ട. കുഴപ്പമില്ലാത്ത ഇതില്ല, ഉണ്ടെങ്കിലും അത് കുഴപ്പം തന്നെയാണ്. അവിടെ അള്ളാഹുവിന്റെ കിതാബ് എടുത്ത് ഓതിക്കോളി, ഒരു അക്ഷരത്തിന് 10 ഇരട്ടി കൂലിയാണ്.
ഒരക്ഷരം ഓതിയാൽ അലിഫ് ലാം മീം ഓതിയാൽ 30 കൂലി. നബി തങ്ങൾ പറഞ്ഞില്ലേ അലിഫ് ലാം മീം എന്ന് ഓതിയാൽ 30 കൂലി. അലിഫ് ഒരു അക്ഷരമാണ്, ലാം ഒരു അക്ഷരമാണ്, മീം ഒരു അക്ഷരമാണ്. 30 കൂലിട്ടും അവിടെ അങ്ങോട്ട് മേപ്പെട്ടിട്ട് പക്ഷേ 70, 700, 7000, 70,000 വരെ പ്രതിഫലം കിട്ടും. മങ്കൂസ് ഓതിയാൽ അത് കിട്ടുമോ? ഷറഫ്നാം ഓതിയാൽ അത് കിട്ടുമോ? കുത്തുബൈത്ത് ശരിയാൽ അത് കിട്ടുമോ? 100-500 ഉറുപ്പിക ഇട്ടേക്കും. അതിന് വേറെ എന്തെല്ലാം ഏർപ്പാടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഖുർആൻ ഓതിക്കോളി. എത്രയും ഖുർആൻ ഓതാം, എവിടെയും ഖുർആൻ ഓതാം. പക്ഷെ അത് പൈസ ഉണ്ടാക്കാനായിക്കൂടാ, അതും ബിദ്അത്തിന്റെ പേരിലായിക്കൂടാ. അപ്പൊ കോലം മാറും. അപ്പൊ ചോദിക്കുക അതിൽ ഞങ്ങൾ മരിച്ചോട്ട് തോന്നുന്നത്, നിങ്ങൾ മരിച്ചത് തോന്നി. അതാ വേണ്ടത്. ജീവുള്ള മനുഷ്യന്മാർക്ക് ഓതി കൊടുക്കി. ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാർക്ക് താക്കീത് ചെയ്യാൻ അള്ളാഹുവിന്റെ കിതാബ ഖുർആൻ. അത് നിങ്ങൾ ഓതുക, അത് പഠിപ്പിക്കുക, ശരിയായ ഹദീസ് എടുക്കുക, സ്വഹീഹ് മാത്രം എടുക്കുക, അത് സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കുക. എത്ര സന്തോഷം ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും ലക്ഷ്യം ഒന്നല്ലേ, എല്ലാവരും സ്വർഗ്ഗം ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും അറിയാലോ ഖുർആൻ സുന്നത്ത് പ്രമാണം. ഈ കണ്ടു കാണപ്പെട്ട പാള കിതാബും ഈ കീറ കിതാബും തെളിവല്ല. നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. പിന്നെ വെറുതെ എന്തിനാ ഇതിന്റെ പേരിൽ ഈ സമൂഹത്തിന്റെ സമയവും ഈ സമൂഹത്തിന്റെ സമ്പത്തും കളയണത്? അവിടെ അള്ളാഹിന്റെ കിതാബുകൾ പഠിപ്പിക്കുക, റസൂലുള്ളാഹിന്റെ സുന്നത്തുകൾ പഠിപ്പിക്കുക, അതിലേക്ക് സമൂഹത്തെ തിരിച്ചു പിടിക്കുക. അപ്പൊ എല്ലാം ഒന്നാകും. അത് ഐക്യത്തിന്റെ വഴി. അല്ലാതെ ഏച്ചുവിട്ടേണ്ടത് മോയിച്ചെടുക്കുക, അത് ഐക്യാവൂല. അതിപ്പോ പല മനുഷ്യന്മാർക്കും ബോധ്യപ്പെട്ടല്ലോ. അപ്പൊ അതൊന്നുമല്ല ശരി. നേരെ മറിച്ച് അള്ളാഹ് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സമിഅനാ വഅതഅനാ, കേട്ടു. പിന്നെ ചോദ്യമില്ല, അത് ബുദ്ധിക്കെതിരല്ലേ, അത് ഖുർആനെതിരല്ലേ, അതിപ്പോ പറയാൻ പറ്റുമോ, അങ്ങനെയാണ് ഇങ്ങനെ ആവൂലേ? ആ വക ഒരു ചോദ്യം ചോദിക്കണ്ട. സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. അതിലേക്ക് എന്താ മുസ്ലിയാക്കന്മാരെ നിങ്ങൾ കൂടി വന്നാൽ എത്ര? ഈ നാട്ടിലുള്ള സാധാരണക്കാർക്കൊന്നും ഈ പറയപ്പെട്ടൊരു വാശിയില്ല. അതാ വാഴക്കാട് കണ്ട വാഴക്കാട് ഒറ്റ മുസ്ലിം വന്നില്ല. എന്റെ ഫലം വളരെ സുന്ദരമായി, എത്ര ശാന്തമായി അത് നടന്നു. കാരണം വന്നതൊക്കെ എന്തിനാ? പഠിക്കാൻ ചോദിക്കാൻ വന്ന. പഠിക്കാനാ ചോദിച്ചത്. ചോദ്യം രണ്ടായിട്ടുണ്ട്. തിരിയാൻ ചോദിക്കും, തിരിക്കാൻ ചോദിക്കും. അവിടെ തിരിയാൻ വേണ്ടിയാ ചോദിക്കാൻ വന്നത്. അതുകൊണ്ട് വളരെ ശാന്തമായി ഏതാണ്ട് 10-15 അപ്പുറത്തേക്ക് അത് നടന്നു. അപ്പൊ അതുകൊണ്ട് കുറച്ച് മുസ്ലിയാക്കന്മാർക്ക് ആകെ പ്രശ്നമുള്ളൂ. സാധാരണക്കാർക്ക് ഇങ്ങനത്തെ യാതൊരു വാശിയില്ല. അവർക്ക് സ്വർഗത്ത് പോകണമെന്നേ ഉള്ളൂ. അതിന് നിങ്ങളൊക്കെ പറഞ്ഞ വഴിയാണ് ശരിയെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ആ സാധുക്കൾ നിങ്ങളെ പിന്നാലെ കൂടിയെന്ന് മാത്രം. അത് ശരിയല്ലാന്ന് മനസ്സിലാവുമ്പോഴോ ഒരു വിടും. അങ്ങനെ വിട്ടത് ഈ കണ്ട മനുഷ്യന്മാരൊക്കെ അങ്ങനെ വിട്ടു പോകുന്നതാണ്. അതുകൊണ്ട് അള്ളാനെ ഓർത്തിട്ട്, പടച്ചോനെ ഓർത്ത് നിങ്ങൾ ഖുറാഫാത്ത് ഒഴിവാക്കി, ഈ ശിർക്ക് ഒഴിവാക്കി, ഈ ബിദ്അത്ത് ഒഴിവാക്കി, ഈ കള്ളക്കഥ പറഞ്ഞ് നിർത്തി. എന്നിട്ട് അള്ളാഹ് പറഞ്ഞത് പറഞ്ഞോളി, അള്ളാഹ് റസൂല് പറഞ്ഞത് പറഞ്ഞോളി, സുന്നത്തമായത്തിലെ ഇമാമികൾ പറഞ്ഞത് പറഞ്ഞോളൂ. അതല്ലാതെ പിൽക്കാലത്ത് കെട്ടിക്കൂട്ടുണ്ടാക്കിയ ഷിയാക്കളും സൂഫികളും ത്വരീഖത്തിലും കൊണ്ടുവന്ന ഈ പാട്ടും പേച്ച് അതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് അള്ളാഹിന്റെ കിതാബിലേക്ക് പഠിച്ചോളാം, ഇതാ തെറ്റ് പറ്റി റബ്ബേ, ഞാൻ ഇതാ മടങ്ങുകയാണ് എന്ന് പറഞ്ഞ റബ്ബിലേക്കാണ്. ഇന്ന് രാത്രി നിങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ച് ദോയന്നിട്ടാണ്ട് ആണ് തീരുമാനത്തിൽ അറിഞ്ഞു നോക്കി. പഠിച്ചോൻ തൗഫീഖ് നൽകും. അത് തൗഫീഖ് നൽകുമാറാവട്ടെ. പിന്നെ ഇവിടെ നിങ്ങൾ പറഞ്ഞനുസരിച്ച് ഇവിടെ മൗലൂദും അതുപോലെ മാലകളൊക്കെ ചെല്ലൽ ശിർക്കാണ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ബിദ്അത്താണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ പ്രസംഗം തുടങ്ങി അവസാനിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സുന്നികൾ ചെല്ലുന്നതിനേക്കാൾ ഭംഗിയായി ഒരുപാട് പ്രാവശ്യം നിങ്ങൾ മാലകളും മൗലൂദുകളും ചെല്ലി. ആ ചെല്ലിയ മൗലവിമാര് മുശ്രിക്കാണോ അല്ലേ? പിന്നെ നേരത്തെ ഇവിടെ പറഞ്ഞു ഇത്രയൊക്കെ പറഞ്ഞിട്ട് ആ ഉസ്താദിന് മനസ്സിലായിട്ടില്ല. ഇവിടെ അത് ഉദ്ധരിച്ച എന്തിനാന്നും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. ഇനി അവസാനത്തെ ചോദ്യം ചോദിക്കാൻ അപ്പുറത്തിരിക്കണ മൗലവിക്ക് അവസരം കൊടുത്താൽ, ഇവിടെ അത് ഉദ്ധരിച്ചിട്ട് അത് പിന്നെ ശിർക്കാണോ മുശ്രിക്കാണോ എന്ന് ചോദിക്കാൻ മാത്രം ഒരു അവസ്ഥ നിങ്ങളുടെ മനസ്സിലുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം ഇത് നമുക്ക് സമയം ചെലവഴിക്കാനില്ല. ഈ കണ്ടു കാണപ്പെട്ട മുഴുവൻ മനുഷ്യന്മാർക്കും അറിയാം ഇവിടെ എന്തിനു വേണ്ടിയാണ് ആ വരികൾ ഉദ്ധരിച്ചതെന്ന്. എന്തൊരു കഷ്ട മുസ്ലിംമാരായാലും എങ്ങനെ. അബ്ദുറഹ്മാൻക ഈ മൂലയിരട്ടേക്ക് കൊടുത്തിട്ട് ഈ മൂലയിരട്ടേക്ക് കൊടുക്കുക, അവസാനിപ്പിക്കണം. നമുക്ക് സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഈ മൂലയിരട്ടേക്ക് ചോദിക്കും. ഇവിടെ ബിലാൽ ഇബ്നു ഹാരിസിൽ മുസ്ലിയാണ് എന്ന് പറഞ്ഞപ്പോ അല്ല എന്നൊരു പുകമറ ഫൈസൽ മൗലവി സൃഷ്ടിച്ചിരുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ച അത് പൂർത്തിയാകട്ടെ, എന്നിട്ട് ഞാൻ ചോദിക്കാം. അദ്ദേഹത്തിന് മൈക്ക് കൈമാറുന്നു. ധൈര്യമുണ്ടോ മൗലവി? അല്ല സഹോദര എന്താ ഈ ഉസ്താദിന്റെ പേര്? ആ ഉസ്താദിന്റെ പേരെന്താ? അത് ബിലാൽ ഇബ്നു ഹാരിസുൽ മുസ്നിയാണെന്ന് സൈഫിന്റെ കിതാബ് എന്ന് വായിക്കും. അതെ, ചോദ്യം പൂർത്തിയാക്കാനുള്ള അവസരമാണ് തരുന്നത്. നിങ്ങൾ പറഞ്ഞു ഷറഹ് സുർഖാനിയിലുണ്ട്, ഫൈസൽ മൗലവി പറഞ്ഞു ഷറഹ് സുർഖാനിയിലുള്ളത് സൈഫ് പറഞ്ഞതുപോലെയാണെന്ന്.
ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അതെന്ത് ചെയ്യണം? സൈഫിന്റെ കിതാബിൽ നിന്ന് വായിക്കണം. ആ സൈഫിന്റെ കിതാബിൽ നിന്ന് വായിക്കാൻ വേണ്ടിയുള്ള അവസരം ആ ചോദ്യം ചോദിച്ച ഉസ്താദിന് കൊടുക്കണം. ആ ചോദ്യം ചോദിച്ച ഉസ്താദ് ഇവിടെ താഹിർ ഉസ്താദിന് സൈഫിന്റെ കിതാബിൽ നിന്ന് അത് വായിക്കാനുള്ള അവസരം കൊടുക്കുകയാണ്. എല്ലാവരും കേൾക്കാം. കിതാബ് വായിക്കും. താഹിർ ഉസ്താദ് സൈഫിന്റെ കിതാബ് വായിക്കും. മൈക്ക് തരാം കിതാബ് വായിക്കും. കൊടുക്കെ അബ്ദുറഹ്മാൻ കൊടുക്കുമ്പോ വായിക്കട്ടെ. ഷറഹ് സുർഖാനിയില് സൈഫ് ഫുതൂഹില് അതെവിടെ പറഞ്ഞു? പറഞ്ഞിട്ടുണ്ട്. അതെ, സുർഖാനിയിലുണ്ട്. അതെ പറഞ്ഞതാണ്. എന്താണെന്ന് പറഞ്ഞു. എന്താണ് സൈഫിന്റെ കിതാബ്? അതല്ല ഇവിടെ താഹിർ ഉസ്താദ് കേൾക്ക. നിങ്ങൾ പറഞ്ഞു ഷറഹ് സുർഖാനി. കേൾക്ക ഷറഹ് സുർഖാനിയിലുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു. ഷറഹ് സുർഖാനിൽ ഉള്ളത് എന്താണെന്ന് ഇവിടുന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? സൈഫിന്റെ കിതാബിൽ ഉള്ളത് പോലെയാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സൈഫിന്റെ കിതാബിൽ നിന്ന് വായിക്കലാണ്. അതുണ്ടെങ്കിൽ വായിക്കി. അത് ഹിലാൽ ബിൻ ഹാരിസുൽ മുസ്നി എന്ന സ്വഹാബിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്ത് ചെന്നിട്ട് ഇസ്തസ്ഖിലി ഉമ്മത്തിക എന്ന് പറഞ്ഞത് ഉണ്ട് എന്ന് സൈഫിന്റെ കിതാബിൽ നിന്ന് വായിക്കി. സൈഫ് ഫുതൂഹിൽ പറഞ്ഞ പോലെ എന്നല്ല ഷറഹ് സുർഖാനി പറഞ്ഞത്. ശ്രദ്ധിച്ച് കേൾക്കി. സൈഫ് ഫുതൂഹിൽ പറഞ്ഞതുപോലെ സ്വഹാബി വര്യനാണ് ഖബറിങ്കൽ പോയത് എന്ന് മൊത്തമായിട്ടാണ് ഷറഹ് സുർഖാനിയിൽ പറഞ്ഞത്. അപ്പൊ ഖബറിങ്കൽ പോയത് അപ്പൊ സുർഖാനി ഇമാം സൈഫ് ഫുതൂഹിൽ പറഞ്ഞതിന് ഉദ്ധരിച്ചത് നുണയാണോ സത്യമാണോ? ചിലപ്പോൾ അർത്ഥം ചോദിച്ചത്. ശരി, മറുപടി കേട്ടോളൂ. ഷറഹ് സുർഖാനിയിൽ എന്താ പറഞ്ഞത്? ഒരാൾ നബിയുടെ ഖബറിങ്കൽ വന്നു. ബിലാൽ ഇബ്നു ഹാരിസുൽ മുസ്നി. അത് ബിലാൽ ഇബ്നു ഹാരിസുൽ മുസ്നി ആകുന്നു. കമാ ഇൻദ സൈഫ്. സൈഫിന്റെ പക്കൽ ഉള്ളതുപോലെ. അതായത് നബിയുടെ ഖബറിങ്കൽ വന്നത് ബിലാൽ ഇബ്നു ഹാരിസുൽ മുസ്നിയാണ്. എവിടുന്ന് കിട്ടി? കമാ ഇൻദ സൈഫ്. സൈഫിന്റെ പക്കൽ ഉള്ളതുപോലെ. സൈഫിന്റെ പക്കൽ ഉണ്ടോ? ഇല്ല. അപ്പൊ അതല്ലാത്തപ്പോ നിങ്ങൾ അപ്പം കേട്ടില്ല, അപ്പോൾ തുള്ളേനു. നിങ്ങൾ സൈഫിന്റെ കിതാബ് ഉണ്ടെങ്കിൽ വായിക്കി. അതാകുമ്പോൾ അതൊക്കെ വായിക്കാൻ കഴിയൂല. നിങ്ങൾ വെറുതെ ധൈര്യം ഉണ്ടോ ഇല്ലാത്ത ധൈര്യം വെറുതെ ഇങ്ങോട്ട് വെച്ച് കിടന്ന ആവശ്യമുണ്ടോ? അതുകൊണ്ട് നിങ്ങൾക്ക് മുസ്ലിദല്ലേ വേറെ പറയാനില്ലല്ലോ. അതിന്റെ ബാക്കി എന്ത് ബാക്കി വേറെ വിഷയ. ബാക്കി ഇതേ ഇല്ല. പറയാണ്ട് അത് പറഞ്ഞാൽ തീരൂല. ഇനി കേട്ടോളി. അപ്പൊ ഏതായാലും പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ 400 കൊല്ലം മുമ്പ് എഴുതപ്പെട്ട കിതാബാണ് ഷറഹു സുർഖാനി അലൽ മവാഹിബുൽ ലദുന്നിയ്യ. മവാഹിബുൽ ലദുന്നിയ്യ, ഇമാം ഖസ്തലാനിയുടെ മവാഹിബുൽ ലദുന്നിയ്യക്ക് ഇമാം സുർഖാനി എഴുതിയ വ്യാഖ്യാനം. മുസ്ലിം കേക്ക് മുമ്പ് കേട്ടോടെ. അവസാന നിമിഷം ചിലപ്പോ നരമ്പം പിടിക്കാൻ മതി. അതായത് ആയിക്കോട്ടെ, എവിടെ ഇല്ലാന്ന് ഒരു കിതാബ് വെറുതെ ഇവിടെ ഒരു വാക്കില്ല. അതുകൊണ്ട് വാക്കുണ്ടെങ്കിലും വാക്കി. യഥാർത്ഥത്തില് കമാ ഇൻദ സൈഫ്. സൈഫിന്റെ പക്കൽ ഉള്ളത് പോലെ എന്നല്ലാതെ വേറെ ലോകത്ത് ഏത് കിതാബിലാണ് മുസ്ലിം ഉള്ളത്? വെറുതെ തുള്ളിച്ചാണ്ട ആവശ്യമില്ല. ഇത്രയും സമയം തന്നിട്ട് ഒരിക്കലും നിങ്ങൾ സൈഫിന്റെ കിതാബ് എടുത്തതാ ആ കിതാബിലുണ്ട് പറയണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു എവിടങ്ങൾ ഏത് കിതാബ് കൊണ്ടുവന്നാലും ശരി, അള്ളാഹുവിന്റെ ദുനിയാവില് എഴുതപ്പെട്ട ഏത് കിതാബ് കൊണ്ടുവന്നാലും ശരി, ഒരു സ്വഹാബി നബിയുടെ ഖബറിൽ ചെന്ന് ഇസ്തിഗാസ ചെയ്തു തെളിയിക്കാൻ ഒരു മുസ്ലിംക്കും സാധ്യമല്ല. ഇനി കിതാബ് എഴുതി ഉണ്ടാക്കിയിട്ട് വേണം. ഇതിനെ കൊടുത്തിട്ട് അപ്പൊ എവിടെയും കിട്ടൂല. അത് വന്നേ നിങ്ങൾ ഏറ്റുപെട്ട പറയാം 7 ദിവസം പറഞ്ഞത് ഇപ്പൊ ദിവസത്തിലായി, പിന്നെ അയാളെ കാണാൻ തന്നെ ഇല്ല. അത്ര ഉണ്ടാവുള്ളൂ മുസ്ലിയാര്. അതുകൊണ്ട് തന്നെ ഇനി ഒച്ചപ്പാടും തുള്ളലല്ല വേറെ വഴിയില്ല. അതല്ലാത്ത വേറെ മാർഗമില്ല. നിങ്ങൾ തുള്ള ഒച്ചപ്പാടുണ്ടാക്കാത്ത കബീറില്ല, ഓട്ടം തുള്ളൽ എവിടെയും പോകാൻ പറ്റും. മുതാമത്ത് നിങ്ങളെ പറ്റൂല. അതുകൊണ്ട് മുസ്ലിയാക്കന്മാർ ഏതായിരുന്നാലും ദയവ് ചെയ്ത് ഈ ഉമ്മത്തിനെ നിങ്ങൾ വെറുതെ വിടി. നിങ്ങൾ ശിർക്കോ ഖുറാഫത്തോ എന്തോ ചെയ്ത് എവിടേക്കാച്ചെങ്കിൽ പോയിക്കോളി. പക്ഷേ ഈ മുസ്ലിം ഉമ്മത്തിനെ ഇനി നിങ്ങൾ പഴപ്പിക്കരുത്. അത് അവസാന നിമിഷത്തിന് ഇനി ആവർത്തിച്ച് പറയാനുള്ളത്, ലോകത്ത് ഒരൊറ്റ കിതാബിലും
ആധികാരികമായി തന്നെ പറയുന്നു, ലോകത്തൊരു കിതാബിലും ഒരു സ്വഹാബി നബിയുടെ ഖബറിൽ ചെന്ന് ഇസ്തിഗാസ ചെയ്തു എന്ന് എവിടെയും ഇല്ലേ ഇല്ല, ഇല്ലേ ഇല്ല, ഇല്ലേ ഇല്ല. ഒരു മുസ്ലിയാർക്കും ഇന്ന് വരെ കിട്ടിയിട്ടില്ല. ഉണ്ടെങ്കിൽ ഈരാറ്റുപേട്ട അലവി സഖാഫി കൊണ്ടുവരും, അതിനേക്കാളും വലുത് നിങ്ങൾ എത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ മുസ്ലിയാരെ നമ്മൾ മുഖാമുഖം അവസാനിപ്പിക്കുകയാണ്. ഏതാണ് അൽഹംദുലില്ലാ, മാല മൗലീദുകൾ അനിസ്ലാമികം തന്നെയാണ് എന്ന് ഏത് സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യനും ബോധ്യപ്പെടുമാറ് വളരെ വിശദമായി വിഷയാവതത്തിലും ചോദ്യത്തെ സെഷനിലുമായി ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. ഇത്രയും മുസ്ലിയാക്കന്മാർ ഒന്നിച്ചു വന്നിട്ടും മാല മൗലൂദിലെ ഒരു കള്ളക്കഥയെങ്കിലും എടുത്തുകൊണ്ടുവന്ന് ഇത് കള്ളക്കഥയല്ലെന്ന് പറയാൻ അവർക്ക് ധൈര്യമുണ്ടായിട്ടില്ല. അത് ശിർക്കെന്ന് ഞങ്ങൾ പറഞ്ഞ ഒരു വാചകത്തെ എടുത്തു കാണിച്ച് ഇത് ശിർക്കല്ലെന്ന് പറയാൻ ധൈര്യമുണ്ടായിട്ടില്ല. അതിൽ അള്ളാഹുവിനെ കേൾക്കുന്ന വരികളെ എണ്ണി എണ്ണി പറഞ്ഞിട്ട് അത് ശരിയല്ലെന്നോ ഞങ്ങൾ അംഗീകരിക്കുന്നില്ലെന്നോ പറയാൻ അവർക്ക് ധൈര്യമുണ്ടായിട്ടില്ല, ഇനിയോട്ട് ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് സാധാരണക്കാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇനിയും വ്യത്യസ്തമായ സംവിധാനങ്ങളിലെ ഓൺലൈൻ വഴിയിലൂടെ ലോകത്ത് പല ഭാഗത്തും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഇനിയും ഇത് വരും ദിവസങ്ങളിൽ കേൾക്കുന്ന മനുഷ്യന്മാരുണ്ട്. അവരോടൊക്കെ സൂചിപ്പിക്കാനുള്ളത്, ഇനിയെങ്കിലും ഇത്തരം മുസ്ലിയാക്കന്മാരുടെ ഈ ഷിയായിസത്തിൽ നിന്ന് സാധാരണക്കാരെ രക്ഷപ്പെടാൻ ശ്രമിക്കുക. ഈ ശിർക്ക് നമുക്ക് വേണ്ട, ഈ ബിദ്അത്ത് നമുക്ക് വേണ്ട, ഈ ഷിയായിസം നമുക്ക് വേണ്ട. നമുക്ക് സുന്നത്തമായ മതി. നബി തങ്ങൾ പഠിപ്പിച്ച ആശയത്തിലേക്ക്, സ്വഹാബത്ത് ജീവിതത്തിൽ പഠിച്ച ആശയത്തിലേക്ക് നമ്മൾ മടങ്ങുക. ഇമാം ഷാഫിക്ക് ഈ മാല മൗലൂദ് പരിചയമില്ല, ഇമാം അബൂ ഹനീഫയ്ക്ക് ഈ മൗലൂദ് കിതാബുകൾ പരിചയമില്ല, ഇമാം അഹ്മദിന് ഇത് പരിചയമില്ല, ഇമാം മാലിക്കിന് ഇത് പരിചയമില്ല, ഇമാം ബുഖാരിക്ക് ഇത് പരിചയമില്ല, മുഹീദ്ദീൻ ശൈഖിന് പോലും ഈ പറയപ്പെടുന്ന ശിർക്കൻ വിശ്വാസങ്ങളെ പരിചയമില്ല. അതുകൊണ്ട് അവരൊന്നും പഠിപ്പിക്കാത്തത് പിൽക്കാത്ത ഷിയാക്കൾ കൊണ്ടുവന്നത്, അത് സൂഫികൾ ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചത്, അത് സമസ്തയുടെ വഴിയിലൂടെ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടത്. അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് തൗഹീദ് മതി, അല്ലാഹുവിന്റെ കിതാബ് മതി, റസൂലിന്റെ സുന്നത്ത് മതി. അതിലേക്ക് മടങ്ങുക. അതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഐഡന്റിറ്റി. അതുകൊണ്ട് ശരിയായ അഹ്ലുസുന്നയുടെ വക്താക്കളായി, അഥവാ സലഫികളായി, ശരിയായ മുജാഹിദുകളായി, ശരിയായ മുവഹിദുകളായി ജീവിച്ചു മരിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹും റസൂലും പഠിപ്പിച്ചതിന് 100% ജീവിതത്തിൽ ഉൾക്കൊള്ളുക. ബുദ്ധിയുടെ ന്യായം പറഞ്ഞ്, മറ്റു ന്യായങ്ങൾ പറഞ്ഞ് ഹദീസിനെ തള്ളുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കാനുണ്ടെങ്കിൽ സഹോദര, ഗൗരവമാണ് എന്ന് കൂടി ഒരു ബാധ്യത നിർവഹണം എന്നതിലേക്ക് മാത്രം സൂചിപ്പിക്കുകയാണ്. അല്ലാഹ് പറഞ്ഞാൽ, റസൂല് പറഞ്ഞാൽ ഒറ്റ വാക്കേ വിശ്വാസിക്കുള്ളൂ. സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. ആ നിലപാടിലേക്ക് നമുക്ക് എല്ലാവർക്കും മടങ്ങാം. അഹ്ലുസുന്നയിലായി ഒന്നിച്ച് നമുക്ക് നിൽക്കാം, ഈമാനോടെ മരിക്കാൻ ശ്രമിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വആലി വസഹബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.